നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ ഭഗവാനേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മനസ്സിൽ ഒരുപാട് സന്തോഷം. തലവിലെ ഈ പുണ്യ സിദ്ധഭൂമിയിൽ വരാൻ സാധിച്ചതും അതും ഭാഗവത സപ്താഹവേദിയിലെ വ്യാസപീഠത്തിൽ ആചാര്യൻ്റെ കൂർമ്മപീഠത്തിൽ ഇരുന്നിട്ട് ഒരു പ്രഭാഷണം ചെയ്യാൻ സാധിക്കുന്നത് പൂർവ്വപുണ്യമായിട്ട് കാണുന്നു. വളരെ നമ്മൾ പറയില്ലേ, ചില ദിവസങ്ങളെ നമ്മൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് നോക്കിയിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ട അർജുൻ 2024 ജൂൺ മാസത്തിൽ എന്നോട് പറഞ്ഞുറപ്പിച്ച ദിവസമാണ് ഏപ്രിൽ 11. അപ്പോൾ അത്രയും വില അതിനുണ്ട്. അറ്റ്ലീസ്റ്റ് വ്യക്തിഗതമായിട്ടുള്ള തലത്തിൽ അദ്ദേഹത്തിനും എനിക്കും ഈ ദിവസത്തിന് വലിയ വിലയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ മഹിമ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. കൃഷിഭൂമിയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴി മുഴുവൻ ഞങ്ങൾ കാറിലിരുന്ന് സംസാരിച്ചതാണ്. പൊതുവിൽ ഈ പ്രദേശങ്ങൾ ഒരു കാലത്ത് അനവധി മഹാസാധകരുടെ ഭൂമിയായിരുന്നു. ഇന്നും സാധകരുണ്ട്, സാധകരില്ല എന്നല്ല. രഹസ്യമായിട്ട് ജീവിക്കുന്ന ഗൃഹസ്ഥരുടെ വേഷത്തിൽ ഒളിച്ചു കഴിയുന്ന അതിശക്തരായിട്ടുള്ള സാധകരുള്ളൊരു ഭൂമിയാണ് മലബാറിൻ്റെ ഈ പ്രദേശം. അവരെല്ലാവരെയും പണ്ട് ജീവിച്ചിരുന്നവർ, ഇന്നും അദൃശ്യരൂപികളായിട്ടിരിക്കുന്നവർ, ഇന്നും നമുക്കിടയിലുള്ളവർ, ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എത്രയോ മഹാസാധകരെയൊക്കെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ ഭൂമിയെ നമസ്കരിക്കുന്നു, ഈ നാടിനെ നമസ്കരിക്കുന്നു. വിഷയം എന്താ വേണ്ടതെന്നുള്ളൊരു ചിന്ത അന്നിങ്ങനെ വന്ന സമയത്ത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം, ശരത്തേട്ടൻ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാഗവതം നടക്കുന്ന സ്ഥലമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഭഗവാനുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ളൊരു കാര്യം പറയണം എന്ന് ചിന്തിച്ചു. സാധാരണ പ്രഭാഷണങ്ങൾ എൻ്റെ മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ക്ഷേത്രത്തിൽ പറഞ്ഞ വിഷയം മറ്റൊരു ക്ഷേത്രത്തിൽ കഴിവതും ആവർത്തിക്കാറില്ല. അതാത് ഭഗവാന്മാർക്കുള്ള നേദ്യം. അവിടെ ആ ഭഗവാന് നേദിച്ചാൽ അതവിടെ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഞാൻ പറയാതെ വെച്ച ഒന്ന്, ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ പറയാതെ വെച്ച്, ഇപ്പോഴും അതൊരു പൂർണ്ണ രൂപത്തിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്ക് വളരെ വളരെ താല്പര്യമുണ്ടായിരുന്നൊരു വിഷയം ദശാവതാരങ്ങളുടെ രഹസ്യം. ദശാവതാരങ്ങളുടെ രഹസ്യം ഭാഗവതം മുമ്പ് വിസ്തരിക്കുന്ന സമയത്ത് വേദാന്തത്തിൻ്റെ കണ്ണിൽ കൂടെ പലപ്പോഴും പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ശങ്കരാചാര്യസ്വാമികളുടെ മാർഗത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ മാർഗങ്ങളൊന്നും നമുക്കറിയില്ല. ആചാര്യസ്വാമികൾ കാണിച്ചു തന്ന വഴി അറിയുള്ളൂ. അതുകൊണ്ട് മറ്റ് സ്കൂളുകളിലേക്കൊന്നും സാധാരണ അധികം പോകാറില്ല. എന്നാലും ദശാവതാര രഹസ്യത്തിനെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന ഗൃഹസ്ഥരായിട്ടുള്ള ഒരു ആൾക്കാർ അധികമുള്ളൊരു സദസ്സിൽ അതിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് വേറൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് വേണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അർജുനും പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ, സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ദശാവതാര രഹസ്യത്തെ നമുക്ക് കുറച്ചൊരു സമയം എടുത്ത് നമുക്ക് നോക്കാം. അതിൽ ഓരോ അവതാരങ്ങളെയും നമുക്കെടുത്ത് തലനാരഴ കീറി നോക്കുക എന്ന് പറഞ്ഞാൽ അനവധി ദിവസങ്ങൾ വേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഭഗവാന്റെ അവതാരങ്ങളെ ഉള്ളൂ. ഭഗവാന്റെ അവതാരങ്ങളല്ലാത്ത ഒന്നുമില്ല. ഇവിടെ വ്യാസപീഠത്തിൽ ഇരിക്കുന്ന ഞാനും ഇവിടെ ഇരുന്ന് പറഞ്ഞ ആചാര്യന്മാരും പോയി പൂജ കഴിക്കുന്നവരും സകലരും അകത്തിരിക്കുന്നതും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സകലവരും ഈ ദേശത്തും ഈ പ്രപഞ്ചത്തിലുമുള്ള സകല വസ്തുക്കളും ഭഗവാന്റെ അവതാരം തന്നെയാണ്. അത് നമുക്ക് തിരിച്ചറിവ് സംഭവിക്കുന്നില്ല എന്ന് മാത്രം. അവനവനെ തിരിച്ചറിയണവനെ നമ്മൾ അവതാരം എന്ന് വിളിക്കും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കണമാതിരി നമ്മൾ പറയും, അയാളൊരു അവതാരമാണ് കേട്ടോ എന്ന് പറയും. എന്താ അവതാരം? നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നർത്ഥം.
നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അവതാരങ്ങൾ പലതരമുണ്ട്. ആവേശാവതാരം, അംശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്കൂളുകൾ അനുസരിച്ചിട്ട്, ഓരോ ചിന്താപദ്ധതികൾ അനുസരിച്ചിട്ട് അങ്ങനെ പല പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാർ അതിലൊന്നും പോയിട്ട് കുടുങ്ങേണ്ട ആൾക്കാരല്ല. അതൊക്കെ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നവർക്കുള്ളതാണ്. കാരണം ഈ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നവർക്കൊക്കെ കയ്യിൽ ഉപാസന ഉണ്ടാവും. അവർക്ക് അറിയാം എവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അവരത് അകത്ത് ഉപാസനയും പുറത്ത് യുദ്ധമാണ്. നമ്മൾ സാധാരണക്കാർ ഇവരുടെ യുദ്ധം കണ്ടിട്ട് നമ്മൾ അകത്തും യുദ്ധം പുറത്തും യുദ്ധമായിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അവർക്ക് കൺഫ്യൂഷൻസ് ഇല്ല. ഒരാൾ പറയും അദ്വൈതമാണ് ശരി, വേറൊരാൾ പറയും ദ്വൈതമാണ് ശരി, വേറൊരാൾ പറയും അല്ല വിശിഷ്ടാദ്വൈതമാണ് ശരി, ഇനി വേറൊരാൾ പറയും കൃഷ്ണന്റെ അവതാരമാണ് വിഷ്ണു. എന്താ ഞെട്ടിയോ? ആരും എന്താ ഞെട്ടാത്ത? കൃഷ്ണന്റെ അവതാരമാണോ വിഷ്ണു എന്ന് വരെ പറയും. അതൊക്കെ ഭാരതത്തിലെ പ്രധാന ചിന്താധാരകളിൽ വരുന്നതാണ്. നിംബാർക്കനും ശ്രീവല്ലഭാചാര്യരും ഒക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതായത് അഖിലം മധുരം, മധുരാധിപതയെ അഖിലം മധുരം എന്നുള്ള മധുരാഷ്ട്രം എഴുതിയ ശ്രീപാദ വല്ലഭാചാര്യർ വരെയും വിഷ്ണു കൃഷ്ണന്റെ ഒരു കല മാത്രമാണ് എന്ന് വിശ്വസിച്ചാണ്. വല്ലഭാചാര്യർക്ക് ബാലനായിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് പ്രണയഭക്തി, രാധാകൃഷ്ണ സങ്കല്പത്തിനെ പടിക്ക് പുറത്ത് നിർത്തിയ ആളായി. അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ? ഒരു സാധാരണക്കാരൻ ഇതൊക്കെ പോയിട്ട് പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരും. ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കണ്ട. ചിലർ പറയണു കൃഷ്ണനാണ് വലുത്, ചിലർ പറഞ്ഞു വിഷ്ണുവാണ് വലുത്, ചിലർ പറഞ്ഞു ശിവനാണ് വലുത്, ചിലർ പറഞ്ഞു ദേവിയാണ് വലുത്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പം കാണുന്ന വണ്ടിയിൽ ചാടി കയറണം. അയാൾക്ക് ലക്ഷ്യത്തിലെത്താൻ തിടുക്കാം. അതുകൊണ്ട് എന്താ, കിട്ടിയ വണ്ടി ചാടി കയറുമ്പോഴാണ് അതിനേക്കാളും നല്ലൊരു വണ്ടി അപ്പുറത്ത് കൊണ്ടോ തോന്നി അതിൻ്റെ കൺഫ്യൂഷനായി. ഇതിൽ കയറിപ്പോവുകയും ചെയ്തു, ഇനി അപ്പുറത്ത് പോകാൻ പറ്റി. ചുരുക്കി പറഞ്ഞ തൃപ്തിയില്ലാത്ത ഉപാസനകളിൽ കൂടെ പോയിട്ട് എവിടെയും എത്താതായിട്ട് തീരും. അങ്ങനെ വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവുമ്പോൾ ധർമ്മം നശിക്കും. അങ്ങനെ നശിച്ചു പോയതാണ് നമ്മുടെ ധർമ്മം. സന്യാസിക്കും സിദ്ധനും ഉയർന്ന സാധകർക്കും ഒക്കെ ഈ ആശയക്കുഴപ്പം മറികടന്നു പോയിട്ടുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ സാധാരണക്കാർക്ക്, ഗൃഹസ്ഥർക്ക് ഇപ്പോൾ മനസ്സിന് സുഖം തരുന്നത്, ബെനിഫിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കിട്ടി. നിങ്ങൾ എല്ലാവരും ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് കഴിച്ചോളൂ പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും. അവിടെ ഫലം കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തും, അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തും. കാര്യസാധ്യത്തിനുള്ള ആരാധനയെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. സപ്താഹങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത് ആധ്യാത്മികമായിട്ട് നമ്മൾ വരാനാണ്. എന്ത് ആധ്യാത്മികമായിട്ട് വരിക? അമ്പലത്തിൽ വരലാണോ ആധ്യാത്മികത? അല്ല. നാമം ജപിക്കലാണോ ആധ്യാത്മികത? അതുമല്ല. സ്തോത്രം ചെല്ലുന്നതും തീർത്ഥാടനം നടത്തുന്നതും വൃന്ദാവനം, രാമേശ്വരം, കാശി ടൂറ് പോകുന്നതാണോ ആധ്യാത്മികത? അതുമല്ല. പിന്നെന്താ ആധ്യാത്മികത? മനസ്സിനെ അടക്കലാണ് ആധ്യാത്മികത. സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് തോട്ട്സ്. മനസ്സിലെ ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് ഒരു ചിന്തയിൽ കൊണ്ടുവരാൻ എന്തൊക്കെ ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മഹർഷിമാർ, ആചാര്യന്മാർ നാമം ജപിക്കാൻ പഠിപ്പിച്ചതും, മന്ത്രം ജപിക്കാൻ പഠിപ്പിച്ചതും, ക്ഷേത്രത്തിൽ പോകാൻ പഠിപ്പിച്ചതും, സ്തോത്രം ജപിക്കാൻ പഠിപ്പിച്ചതും, വ്രതങ്ങൾ എടുക്കാൻ പഠിപ്പിച്ചതും, തീർത്ഥാടനം നടത്താൻ പഠിപ്പിച്ചതും ഒക്കെ അതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യവും കാരണം. ഇത് മറക്കരുത്. ഇത് എഴുതി ഒട്ടിച്ചു വെച്ചേക്കണം മനസ്സിൽ. എൻ്റെ മനസ്സ് അടങ്ങാനാണ് ഞാൻ ആധ്യാത്മികത പരിശീലിക്കേണ്ടത്. അത് ഏത് മതപദ്ധതി ആയിക്കോട്ടെ. സനാതനധർമ്മത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മാർഗങ്ങളാണ്. ഏത് വഴി പോയാലും അവസാനം എത്തേണ്ട സ്ഥലത്ത് എത്തും. അപ്പം അങ്ങനെ മനസ്സിനെ അടക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ഇഷ്ടമുള്ള എന്തിലേക്കെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം. ഈ ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോൾ അപകടം. നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. പല നല്ലതുകളുണ്ട്, പല ചീത്തകളുണ്ട്. ചിലരുടെ നല്ലത് വേറെ ചിലരുടെ ചീത്തയാണ്. ചിലരുടെ ചീത്ത വേറെ ചിലരുടെ നല്ലതാണ്. അപ്പം അതും പ്രശ്നമാണ്. അവനവൻ്റെ അകത്തേക്ക് എങ്ങനെ എത്തിക്കും? അതിന്
ഏറ്റവും ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ലളിതമായ കാര്യം, നമ്മുടെ പണ്ട് നാടുകളിൽ വീടുകളിൽ ഉണ്ടായിരുന്ന സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ച് നാമം ചെല്ലുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായി. ആദ്യം അത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കുക. കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അവനവൻ അത് ആചരിച്ച് കാണിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ വിള്ളലും ഇപ്പം തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ നാമം ജപിക്കണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ LKG ക്ലാസ്സിലാണ്. ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ഗീത പോസ്റ്റ് ഗ്രാജുവേഷനാണ്, PhD ആണ് ഉദ്ധവഗീത. അത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് തെറ്റാണെന്നല്ല പറയണത്. ആ കുട്ടി നാമം ജപിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ നാമം ജപിക്കാൻ പഠിച്ചിട്ടുണ്ട്. നാമം ഉറച്ച ഒരാൾക്ക് ബാക്കി എല്ലാം സുഗമമാണ്. മന്ത്രം പോലുമല്ല ഞാൻ പറയണത്, നാമം. ഒരു നാമം, നാരായണ നാരായണ, കൃഷ്ണ കൃഷ്ണ, രാമ രാമ, ശിവ ശിവ, അമ്മേ ശരണം, അങ്ങനെ സിമ്പിളായിട്ടുള്ള നാമങ്ങൾ. അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ഏത് ജോലി ചെയ്യുമ്പോഴും ആർക്കും ശല്യമില്ല. ഉറക്കെ പറയണ്ട, മനസ്സിൽ ജപിച്ചാൽ മതി. അപ്പുറത്തുള്ള ആൾക്കും ഒരു ശല്യമില്ല. അപ്പം എന്താ, അകത്ത് ഉറച്ചു കിട്ടും. നിങ്ങൾ പിന്നെ മാമം മറക്കുന്ന സമയത്തും വല്ല തിരക്കിലായിരിക്കും, ഏതെങ്കിലും ഭയങ്കര ബഹളത്തിൽ നിൽക്കുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ അകത്തേക്ക് ശ്രദ്ധിച്ചാൽ അകത്ത ആളിങ്ങനെ പറയുന്നുണ്ടാവും, നാരായണ 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 നാരായണ. ആരാ പറയണത്? മനസ്സല്ല, മനസ്സ് പുറത്താണ്. നമ്മളവിടെ സിനിമാ തിയേറ്ററിൽ ക്യൂവിൽ നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കടയിൽ സാധനം വാങ്ങണതിൻ്റെ ക്യൂവിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളത്തിലായിരിക്കും, ചിലപ്പോൾ കരയായിരിക്കും, അല്ലെങ്കിൽ ചിരിക്കുകയായിരിക്കും, കല്യാണ വീട്ടിലായിരിക്കാം, മരണ വീട്ടിലായിരിക്കാം, എവിടെയോ ഒന്നും പറയാൻ പറ്റില്ല. ക്ഷേത്രത്തിലല്ല ഞാൻ പറയണത്, ജീവിതത്തിലെ ലൗകിക ജീവിതത്തിലെ നമ്മൾ സാധാരണ മനുഷ്യൻ പോകുന്ന സ്ഥലങ്ങൾ. ക്ഷേത്രത്തിൽ വരുമ്പോൾ താനെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. അല്ലാതെ അകത്തിരുന്നിട്ട് ജപം ശീലിച്ചു കഴിഞ്ഞാൽ ഒരാൾ അകത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ ആത്മാവ്. ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഒരു നാമം പിടിക്കുക. എന്നിട്ട് ആ നാമം നിഷ്ഠയായിട്ട് ചെല്ലുക. എങ്ങനെ നിഷ്ഠയായിട്ട് ചെല്ലുക? രാവിലെ കുറച്ച് നേരം അതിൻ്റെ ഒരു നിശ്ചിത സംഖ്യ ചെല്ലാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ആ ദിവസം നടക്കണ്ടോ, നല്ലത് ചീത്ത എന്നൊന്നും നോക്കരുത്. ജപിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ കഴിയുമ്പോൾ നാമം നമ്മുടെ വായിൽ നിന്ന് മറന്നുപോയാലും വിട്ടുപോയാലും പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ഉള്ളിൽ ആരോ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയാൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ രക്ഷപ്പെടാൻ തുടങ്ങി. അതിനെ തുടർന്നാൽ ഇത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാൻ എന്തിനാ ഇവിടെ ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു വിദ്യയാണ്. ഇതിൻ്റെ ഒരു കണക്ഷൻ വരും. അപ്പം നമുക്ക് 100,000 ഓപ്ഷൻസ് ഉണ്ട്. രൗദ്രമുള്ള ദേവതകളുണ്ട്, സൗമ്യമായിട്ടുള്ള ദേവതകളുണ്ട്, സമ്പത്ത് തരണ ദേവതകളുണ്ട്, ശത്രുവിനെ നശിപ്പിക്കാനുള്ള ദേവതകളുണ്ട്, കാമം സാധിപ്പിക്കാനുള്ള ദേവതകളുണ്ട്, വിശപ്പ് മാറ്റാനുള്ള ദേവതകളുണ്ട്, അസുഖം മാറ്റാൻ ദേവതകളുണ്ട്. ഇത്രയും ദേവതകൾ മുഴുവൻ ഒരു സ്രോതസ്സിൽ നിന്നാണ് വന്നിട്ടുള്ളൂ. ഒറ്റ സ്രോതസ്സാണ്. ഓരോ കാലത്ത് ഓരോ ആചാര്യന്മാർ സാധാരണ ജനങ്ങൾക്ക് അവരവരുടെ അഭിലാഷപൂർത്തിക്ക് വേണ്ടിയിട്ടും രക്ഷയ്ക്കും വേണ്ടിയിട്ടും ആ പരബ്രഹ്മമായിട്ടിരിക്കുന്ന വസ്തുവിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പം അമ്മമാരൊക്കെ വള, മാല, മോതിരം, കാലിൽ മെഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. പുരുഷന്മാർ മോതിരവും മാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഒക്കെ വെവ്വേറെ ഡിസൈനാണ്, ഓരോന്നിനും ഓരോ പേരാണ്. പക്ഷെ എല്ലാം സ്വർണ്ണമാണ്. സ്വർണ്ണല്ലേ? ആ, എല്ലാം സ്വർണ്ണമാണ്. സ്വർണം അടിസ്ഥാനം. പക്ഷെ നമ്മൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ മോതിരത്തിന് സ്വർണം എന്നല്ല പറയുക. സ്വർണ്ണ മോതിരം, സ്വർണ്ണമാല, സ്വർണ്ണ നെക്ലസ്, സ്വർണ്ണ പാദസരം എന്ന് നമ്മൾ പറയും. ഈ പാദസരം, മോതിരം, മാല, സ്റ്റഡ്, കമ്മൽ, വാട്ടവർ, ഇതൊക്കെ ഭഗവാന്റെ പല പല രൂപങ്ങളാണ്. അടിസ്ഥാനമായിട്ട് സ്വർണം ബ്രഹ്മം, സത്യം. ആ സത്യത്തിനെയാണ് നിങ്ങൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സത്യം ഉപാസിച്ച ജീവന് ആ ബ്രഹ്മത്തിനെ കിട്ടിയതിൻ്റെ കല്യാണമാണ് ഇപ്പോൾ നടന്നത്. ഈ രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കല്യാണമൊന്നുമില്ല. ഭഗവാൻ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ആഘോഷിക്കാത്തത്? വേറെ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് ആഘോഷിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് രുക്മിണി സ്വയംവരം ആഘോഷിക്കുന്നത്?
ജീവന് ബ്രഹ്മത്തെ കിട്ടിയ കല്യാണമാണ്. എങ്ങനെ കിട്ടി? ചെവി കൊണ്ട് കേട്ടു, ഇങ്ങനെ ഒരു സുന്ദരനുണ്ട്, ഒരു മഹാത്മാവുണ്ട്, മനസ്സിൽ പ്രണയം തോന്നി. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം എന്നുള്ളതിലെ ശ്രവണമാണ് രുക്മിണിയുടെ. കേട്ടു, കണ്ടിട്ടില്ല. ഇന്നാണെങ്കിൽ എന്താ, കല്യാണം എന്ന് ആലോചിക്കുമ്പോഴേക്കും വീഡിയോ കോൾ വിളിക്കാം അല്ലേ? പണ്ടൊക്കെയാണെങ്കിൽ ഫോൺ വിളി, അതിനു മുമ്പ് കത്ത്, ഇപ്പം വീഡിയോ കോൾ വിളിക്കാം. മിക്കവാറും നിശ്ചയം കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ വേണ്ടാന്ന് പോകും. അതല്ലേ സംഭവിക്കാറ്? ഇത് ആളെ കണ്ടിട്ട് പോലുമില്ല. ഭഗവാൻ അമ്മയും കണ്ടിട്ടില്ല, അമ്മയെ ഭഗവാനും കണ്ടിട്ടില്ല. അമ്മ ഭഗവാനെ കണ്ടു, രണ്ടുപേരും അങ്ങോട്ടും കൂടെ കണ്ടിട്ടില്ല. ഒരാളുണ്ട്, ആ ആൾ എന്നെ രക്ഷിക്കാൻ വരും. കേട്ടിട്ടുണ്ടായ വിശ്വാസം, കേട്ടിട്ട് അതെന്താ, അത് കേട്ടിട്ടുണ്ടായ വിശ്വാസമാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടായ വിശ്വാസത്തിൻ്റെ പരിണത ഫലമാണ്. അങ്ങനെ കാത്തിരുന്നൊരു ദിവസം വന്ന് കുലദേവതയെ തൊഴാൻ പോവുക. മനസ്സ് പടക്കുകയാണ്. ബ്രാഹ്മണൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ വന്ന് കൊണ്ടുപോകും. എവിടെ? കാണുന്നില്ലല്ലോ. ഓരോ ചവിടും വെച്ചിട്ട് രുക്മിണിയുടെ വിവാഹഘോഷയാത്ര ഇങ്ങനെ പോണതും, അതേപോലെ തന്നെ ആ ദേവിയെ തൊഴുതിട്ട് തിരിച്ചു പോരുന്നതും. ആ പോരുന്ന വഴിക്ക് തലയുയർത്തിയൊന്നും നോക്കാൻ പോലും ധൈര്യമില്ല. വന്നിട്ടുണ്ടോ, എവിടെയും വന്നിട്ടുണ്ടോ. ഈ ശിശുപാലാദികളും ജരാസന്ധാദികളായിട്ടുള്ള സകലരും വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരാളനക്കം കേട്ടു. നോക്കാൻ തോന്നുന്നില്ല, മനസ്സങ്ങനെ പെട്ടക്കി അതാ വരുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ തേർച്ചക്രങ്ങൾ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കണു. മരതകത്തിൻ്റെ ഒരു ദണ്ട് ഉണ്ടാക്കിയ പോലുള്ള ഒരു കൈ, കടകവളയിട്ടൊരു കൈ വന്നിട്ട് തൻ്റെ നീടും. ആ കൈയാണ് ആദ്യം കാണുന്നത്. അതങ്ങോട്ട് തൻ്റെ കൈ അങ്ങോട്ട് അറിയാതെ എനിക്കങ്ങോട്ട് വെച്ചു കൊടുത്തു. അതങ്ങോട്ട് പിടിച്ച് വലിച്ചങ്ങോട്ട് പൊക്കി ആ തേർത്തട്ടിൽ നിർത്തുന്ന സമയത്താണ് ഇങ്ങനെ നോക്കണത്. അപ്പോഴാണ് ഭഗവാനെ കാണുന്നത്. കിട്ടുമ്പോഴാണ് ഭഗവാനെ കാണുന്നത്, അല്ലാണ്ട് ദൂരെ നിന്ന് കണ്ട് ആഗ്രഹിച്ചതല്ല. അത്രയ്ക്ക് സത്യവസ്തുവിനെ ഇങ്ങനെ ശ്രവണം കൊണ്ട് നേടിയ ഒരാളെ രുക്മിണിയമ്മ പോലെ വേറൊരാളെ കാണില്ല. അപ്പൊ ആ സത്യവസ്തുവാണ് സ്വർണം. ആ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിവിധ ആഭരണങ്ങളാണ് ഓരോ അവതാരവും. അതുകൊണ്ട് ഇന്ന അവതാരം, ഇന്ന രൂപം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭേദഭാവം വിചാരിക്കാൻ പറ്റില്ല. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങൾ മാത്രമാണോ? ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾ ഞാനും നിങ്ങളും ഒക്കെ ആ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അവതാരങ്ങളുടെ അടിസ്ഥാനം മനസ്സിലാവണമെങ്കിൽ അവനവനിൽ ഈശ്വരനെ കാണാൻ സാധിക്കണം. അതിനാണ് ഞാൻ ആദ്യം ഈ ഒരു പ്രിലിമിനറി പോർഷൻ പറഞ്ഞു പോകുന്നത്. അതിന് എളുപ്പത്തിലൊരു ധ്യാനം പറഞ്ഞുതരാം. ധ്യാനിച്ചാൽ ഒരു ചിന്ത. നമ്മളെല്ലാ സമയത്തും ധ്യാനിക്കുന്നുണ്ട്. ലോൺ അടയ്ക്കണം, വീട് വാങ്ങണം, കാർ വാങ്ങണം, കല്യാണം നടക്കണം, സ്ഥിരജോലി കിട്ടണം, ശമ്പളക്കയറ്റം കിട്ടണം, ഗൾഫിലേക്ക് വിസ കിട്ടണം. ഇതൊക്കെ നമ്മുടെ ധ്യാനമാണ്. നമ്മൾ എന്ത് കാര്യത്തിനെ മുഴുകിക്കൊണ്ട് നടന്ന് ചിന്തിക്കുന്നോ, പരിസരം പോലും മറന്ന് ചിന്തിക്കുന്നോ, അത് ധ്യാനമാണ്. കാരണം നമ്മൾ അതായിരിക്കണം. ആ സമയത്ത് നമ്മൾ അതാണ്. കാമുകൻ കാമുകിയും കാമുകി കാമുകനും ആയിരിക്കും. പ്രണയത്തിൻ്റെ ഹൈറ്റിലിരിക്കുമ്പോൾ, വെവ്വേറെ സ്ഥലത്തിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ആ വ്യക്തിയായിരിക്കും. അതേ അവസ്ഥ നമ്മൾ ഈശ്വരനിലേക്ക് തിരിച്ചു വിട്ടാലോ, അപ്പം ധ്യാനവും. ഒരു ചിന്ത പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സ്ഥിരം പ്രഭാഷണം കേൾക്കണവർക്ക് ചിലപ്പോൾ അറിയാം. ഈ ഭൂമി നമുക്ക് അന്നം തന്ന് നമ്മളെ പെറ്റ് വളർത്തി നമ്മളെ ഇന്ന് ഇരുത്തിയിരിക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയാണ് നമ്മൾ. അത് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ഈ ഭൂമിയിലുള്ള നമ്മുടെ അച്ഛനും അമ്മയും നമ്മളും ഒക്കെ കഴിച്ച ഭക്ഷണം വന്നത് ഈ ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയല്ലേ നമ്മൾ. അത് എല്ലാവർക്കും ഉറപ്പല്ലേ. നമ്മളാരും പുറത്തുനിന്ന് ചൊവ്വേന്നോ മറ്റെവിടുന്നോ വന്നതാണെന്ന് നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. ഈ ഭൂമി എവിടുന്നാ വന്നത്? ഈ ഭൂമി വന്നത് സൂര്യനാണ്. സൂര്യൻ എവിടുന്നാ വന്നത്? ഏതോ ഒരു മഹാനക്ഷത്രം പൊട്ടിത്തെറിച്ചപ്പോൾ വന്നൊരു കഷ്ണമാണ് സൂര്യൻ. ഒരു ചെറിയ കഷ്ണം. അതിൻ്റെ ഉള്ളിൽ 10,000 ഭൂമിയെ ഫിറ്റ് ചെയ്യാം. ആ ചെറിയ കഷ്ണം നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ഒരു 10,000 ഭൂമിയെ ഫിറ്റ് ചെയ്യാം. ആ മഹാനക്ഷത്രം എവിടുന്ന് വന്നിട്ടുണ്ടാവും? പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു വലിയ ഊർജത്തിൻ്റെ സ്ഫോടനത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ മോഡേൺ ഫിസിക്സിൽ ഇന്ന് ആസ്ട്രോണമിയിൽ ബിഗ് ബാങ് എന്നൊക്കെ പറയും. അങ്ങനത്തെ തിയറികളെ
അപ്പൊ ശരിക്കും ആ ആദിമമായിട്ടുള്ള ഊർജസ്രോതസ്സിലുള്ള അതേ പദാർത്ഥമല്ലേ ആ മഹാനക്ഷത്രത്തിൽ വന്നിട്ടുണ്ടാവുക, അതേ പദാർത്ഥമല്ലേ സൂര്യനായിട്ടുണ്ടാവുക, അതേ പദാർത്ഥമല്ലേ ഈ ഭൂമിയിലുള്ളത്. ആ ഭൂമിയിലുണ്ടായ നമ്മളൊക്കെ അപ്പോൾ നക്ഷത്രത്തിന്റെ കണികകളല്ലേ. നമ്മുടെയൊക്കെ സ്രോതസ്സപ്പോൾ എന്താണോ അതാണ് നമ്മൾ. കാഴ്ചയിൽ പല വിധത്തിലുള്ള രൂപത്തിലിരിക്കണമെന്ന് മാത്രം. കൊച്ചു കുഞ്ഞാവുമ്പോൾ ഒരു ഭാവം, കുറച്ചുകൂടെ മുതിർന്നപ്പോൾ വേറൊരു രൂപം. നമ്മൾ തന്നെ പറയും എങ്ങനെ ഇരുന്ന ഞാനാണ്. തമിഴിൽ പറഞ്ഞവർ എപ്പിടി ഇരുന്ന ഞാൻ ഇപ്പിടി ആയിട്ടേ എന്ന് പറയും അല്ലേ. സൗന്ദര്യമായിരുന്നു, കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഓരോ പ്രായം കടക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരും. എന്നിട്ടും നമ്മൾ പറയും ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ആ രൂപമേ അല്ല. അന്നത്തെ സെൽസ് ഒന്നും നമ്മളിലില്ല. നമ്മുടെ അമ്മ നമ്മളെ പെറ്റിട്ട സമയത്ത് ഏതെങ്കിലും കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുമോ? ഒന്നും ഉണ്ടാവില്ല. ഉള്ളതെന്താ? അമ്മയെന്നും അച്ഛനെന്നും ഒരു ജീവനിലേക്ക് വരേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു അറിവ്, ഒരു ഇൻഫർമേഷൻ. ഇങ്ങനെ ഇരിക്കണം കണ്ണ്, ഇങ്ങനെ ഇരിക്കണം കാത്, ഇങ്ങനെ ഇരിക്കണം തൊലി, ഇന്നിന്ന രോഗങ്ങൾക്ക് ഉള്ള സാധ്യത, ഇന്നിന്ന രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവും, ഇന്നിന്ന രീതിയിലുള്ള സ്വഭാവം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ്റെ തുടർച്ചയായിട്ടുള്ള ഒഴുക്കുക നമ്മൾ. ഇത് നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് പോകും, വേറൊരാളുമായിട്ടുള്ള സംയോഗത്തിൽ കൂടെ അടുത്ത തലമുറയിലേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഒരേ കാര്യമാണ്, രൂപം പലതായിട്ടിരിക്കണമെന്ന് മാത്രം. ഒറ്റ വസ്തു, ഒരറിവ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണല്ലോ നമ്മൾ DNA എന്നൊക്കെ പറയണം. DNA എന്ന് പറഞ്ഞാൽ എന്താ? ഡയോക്സി റൈബോ അല്ലേ, ന്യൂക്ലിയിക് ആസിഡ് എന്ന് നമ്മൾ പറയണു. ആ പിരിഞ്ഞ് 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 നിൽക്കണം. അതിലാണ് നമ്മുടെ ജനിതകം മുഴുവൻ നിൽക്കണം. നമ്മുടെ പാരമ്പര്യം കിടക്കണത് അവിടെയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ഒരൊറ്റ വസ്തുവാണ്. ആ ഒരൊറ്റ വസ്തുവാണെന്നുള്ള ബോധം അടിച്ചുറപ്പിക്കാൻ ഏറ്റവും സാധ്യത നമ്മൾ ഗൃഹസ്ഥർക്കാണ്. കാരണം നമ്മളാണ് ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളെ ഓരോ നിമിഷവും അഭിമുഖീകരിക്കുന്നവർ. ഒരു സന്യാസം സ്വീകരിച്ച വ്യക്തിക്കോ കാട്ടിലിരിക്കുന്ന വ്യക്തിക്കോ അയാൾക്ക് ഇടപഴകേണ്ട ചുറ്റുപാടുകളുടെ എണ്ണം പരിമിതമാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് എത്ര ചാൻസസാണ്. രാവിലെ എണീക്കുന്ന തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നത് വരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഭഗവാനെ കാണാനുള്ള സാഹചര്യവും നമുക്കാണ് കൂടുതൽ. നമുക്കതുകൊണ്ട് വെറൈറ്റി ഉണ്ട്, ബോറടിക്കില്ല. ഒരേ വിഗ്രഹത്തിനോ ഒരേ ചിത്രത്തിനോ രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് നോക്കിയിരിക്കണ്ട. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെ മനസ്സിങ്ങനെ ടക്ക് ടക്ക് ചാടുന്ന സകലത്തിലും ഭഗവാനെ കാണാൻ പഠിപ്പിക്കും. ഇതെങ്ങനെ പഠിക്കും? രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന വരെയുള്ള സകലതും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. നല്ലത് ചീത്ത നോക്കരുത്. ആരെങ്കിലും അടിച്ചാൽ അതിന്റെ വേദനയും കൊടുത്തേക്കണം. അപമാനം, കല്ലേറാണെങ്കിലും പൂമാലയാണെങ്കിലും ഭഗവാനെ നടക്കുക അവർക്ക് കൊടുക്കുക. ഇത് അഭ്യസിക്കാൻ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വിദ്യയാണ് ഈ ദശാവതാരങ്ങൾ. ഒരു തലം മാത്രമേ ഞാൻ പറയുള്ളൂ. അതിന് അനവധി തലങ്ങളുണ്ട്. കാരണം ഈ മഹർഷിമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഒരു കാര്യം പറഞ്ഞാൽ അതിന് 50 അർത്ഥം ഉണ്ടാവും. 50 അർത്ഥം. മഹാത്മാക്കൾ അങ്ങനെയാണ്. പരോക്ഷപ്രിയ ദേവ എന്നാ പറയുക. പരോക്ഷമായിട്ടേ പറയുള്ളൂ ദേവന്മാര്. എല്ലാം വളച്ചേ പറയുള്ളൂ. അവരൊരിക്കലും നേർക്ക് പറഞ്ഞു തരില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും പൂർവകർമ്മത്തിന്റെ ശക്തിക്കും അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ എല്ലാം മനസ്സിലാവും. സ്വാതന്ത്ര്യം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യവും ഇതിന്റെ വോളിയം കുറച്ച് കേൾക്കണം. എൻ്റെ ത്രോട്ട് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഇതിന്റെ മോഡിലിട്ട് കേൾക്കുന്നുണ്ടോ നമുക്ക്? അപ്പം അതിശക്തമായിട്ടുള്ള അനുഭവങ്ങൾ വന്നാലും ആ സമയത്ത് മാത്രമല്ല ഈശ്വരനെ വിളിക്കേണ്ടത്. വിളിക്കുകയല്ല, അനുഭവങ്ങളിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ്സ്. അത് ഈ ദശാവതാരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈശ്വരൻ എന്ന് പറയുന്നത് അനന്ത വസ്തുവാണ്. അനന്ത വസ്തു. അതിന് തുടക്കമില്ല, ഒടുക്കമില്ല, അവസാനമില്ല. അതിനൊരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഒന്നും രൂപമില്ല. ഞാൻ ഇത് കഴിയണവരെ നിർത്തണം. എന്താ എനിക്ക് അറിയാതെ സൗണ്ട് ഇങ്ങനെ റേസ് ചെയ്യുമ്പോഴേ ത്രോട്ട്
ഭഗവാന്റെ ആരാധന ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ പറയാൻ ശ്രമിക്കാം. ഗുരുവായൂരപ്പാ, ആ ചൈതന്യം നമ്മളെ പഠിപ്പിക്കാനും രക്ഷിക്കാനും പ്രപഞ്ചത്തിൻ്റെ ഒരു താളക്രമത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പലവിധ രൂപങ്ങളെടുക്കും. ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്ന വസ്തു എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ ഈശ്വരനെ തിരിച്ചറിയുക? നമ്മൾ കരുതുന്ന ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഈശ്വരനെ കാണാം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ഈശ്വരനെ കാണാം. ആ തിരിച്ചറിവ് ഉണ്ടാവുന്നതിന് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ അകത്ത് ഉണ്ടാവേണ്ടത്. അത് പഠിപ്പിച്ചു കൊടുക്കണില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ധർമ്മം ഇന്ന് ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത വളരെ വൈയക്തികമാണ്. ആൾക്കൂട്ടങ്ങളിൽ ഈശ്വരനെ കണ്ടെത്തലല്ല സനാതന ധർമ്മം പഠിപ്പിച്ചത്. നമ്മളിന്ന് അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കും. ഈശ്വരനെ ഒറ്റയ്ക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ, അകത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് കുറച്ച് കഷ്ടമാണ് എല്ലാവർക്കും. നമുക്ക് എളുപ്പപ്പണി വേണം. അതിൻ്റെ പ്രശ്നമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അപ്പൊ സത്യത്തിനെ എങ്ങനെ തിരിച്ചറിയാം? ഒബ്സർവ് ചെയ്ത് നിരീക്ഷിക്കുക. പ്രപഞ്ചത്തിനെ നോക്കുക. ഒരു പൂ വിരിയണം, അതിൽ പരാഗണം നടക്കണം, അതൊരു പഴമായിട്ട് മാറണം. ചില പൂക്കൾ പരാഗണം നടക്കാണ്ട് കൊഴിഞ്ഞു പോകും. ആ പഴത്തിന് കിളികൾ കൊത്തി കഴിക്കണം, അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, കുഞ്ഞുങ്ങൾ വളരണം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചാക്രികമായിട്ട് ഒന്നൊന്നിന് ഫലമായി ഒന്നൊന്നിന് വളമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാം. ഇന്ന് നമ്മൾ എക്കോളജി എന്നൊക്കെ പറയും, എക്കോളജിക്കൽ സ്റ്റഡീസ്, പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രത്തിന്റെ ഭാഷയെ പറയും. ഇതിൻ്റെ അകത്ത് മുഴുവൻ എന്തോ ഒരു വസ്തു, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു വസ്തു പ്രവർത്തിക്കുന്നു. ആ വസ്തുവിനെ പഠിക്കുന്തോറും നമുക്ക് ആരാധന വർദ്ധിക്കും, അത്ഭുതം വർദ്ധിക്കും. മനുഷ്യന്റെ മനസ്സിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ ഒന്ന് അതിൻ്റെ അകത്തുണ്ട്. ചിത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന്, അതിനെ ചൈതന്യം എന്ന് നമ്മൾ പറയും. ചിത്തിന് അന്യമായതാണ് ചൈതന്യം. അത് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ചിത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത ചൈതന്യത്തെ അനുഭവിക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിന് അതിനുള്ള കഴിവില്ല. നമ്മൾ പറയും ഭഗവാനെ എങ്ങനെയാ മനസ്സിലാക്കുക? സാധിക്കില്ല. മഹാ ആചാര്യന്മാർക്ക് പോലും സാധിക്കില്ല. മനസ്സ് എപ്പോൾ അടങ്ങണോ, മനസ്സെപ്പോൾ ഇല്ലാണ്ടാവുന്നോ ആ സമയത്തെ അനുഭവം വരൂ. അനുഭവം വന്നാൽ ആർക്കും സമയം പോകുന്നത് അറിയില്ല. അവിടെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയില്ല, വിശപ്പറിയില്ല, ദാഹം അറിയില്ല. ആനന്ദം എന്ന് പറഞ്ഞൊരവസ്ഥ മാത്രമാണ്. ഭട്ടതിരിപ്പാട് ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ആചാര്യന്മാർ പറഞ്ഞത് കേട്ടിട്ടാണ് സാന്ദ്രാനന്ദാവബോധാത്മകം പറഞ്ഞ് എഴുതി തുടങ്ങിയത്. അന്ന് അദ്ദേഹത്തിന് അനുഭവം വന്നിട്ടില്ല. മധുരം എന്താണെന്നറിയില്ല. മധുരത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ. 100ാമത്തെ ദിവസമാണ് ഗുരുവായൂരപ്പൻ കുറച്ച് പഞ്ചസാര വായിലിട്ട് കൊടുത്തു. അപ്പൊ മധുരം കിട്ടി. അപ്പോഴാണ് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് എഴുതി. അവസാനം പറഞ്ഞു, ഈ മധുരമാണ് എനിക്ക് എന്നും വേണ്ടത്. ആ മധുരത്തിനെ വിളിച്ചത് എങ്ങനെയാണ്? നിത്യം ചിത്തസ്ഥിതമ്മേ എന്ന് പറഞ്ഞു. പരമാനന്ദ സന്തോഷലക്ഷ്മി, മഹാലക്ഷ്മി, ആനന്ദമായിരിക്കണം മഹാലക്ഷ്മി, അത് എനിക്ക് എന്നും ഉണ്ടാവണം. അത്രേ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റും. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നിരീക്ഷിക്കണം. അതുകൊണ്ടാണ് ആ അവസ്ഥ കിട്ടാനുള്ള മാർഗം എന്താണ് എന്ന് എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് ആളെ വിട്ട് ചോദിച്ചപ്പോ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞത്. മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു. ഭട്ടതിരിപ്പാട് വയ്യാണ്ട് കിടക്കുക. ഭട്ടതിരിപ്പാട് പെശക് പിടിച്ച ആളായിരുന്നു ചെറുപ്പത്തിൽ. അറിവ് മാത്രമല്ല, കയ്യിലിരിപ്പം 11 മണിക്ക് എണീച്ചു വരും. കുളിക്കാൻ തോന്നിയാൽ കുളിക്കും. ഭാര്യയുടെ കൂടെ റൂമിൽ അടച്ചിരിക്കും, പുറത്തു വരില്ല. ഗുരുനാഥന് പറഞ്ഞു മടുത്തു. ഗുരുനാഥന്റെ മരുമകളെ തന്നെ കല്യാണം കഴിച്ചിരുന്നു. എത്ര ഉപദേശിച്ചാലും നന്നാവില്ല. ഒരു ദിവസം രാവിലെ പിഷാരടി ഗുരുനാഥൻ ജ്യോതിഷം പഠിപ്പിക്കുകയാണ് കുട്ടികളെ കാവടിപ്പലയെ വെച്ചിട്ട്. ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ നേരത്ത് 11 മണി സമയം
ഒരാൾ കോണകം മാത്രം എടുത്തിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുളത്തേക്ക് പോകും. പോണ വഴിക്ക് കണ്ണൊക്കെ തിരുമ്മിയിട്ട് പോകുമ്പോൾ കവടിപ്പലയൊക്കെ കവച്ച് ചാടിയിട്ട് പോയി. ആലോചിച്ച് നോക്കൂ ചെയ്യണ തോന്നിയവാസത്തിന്റെ ഹൈറ്റ്. എല്ലാ ദിവസവും ചീത്ത പറയാറുണ്ട്, ചീത്തച്ചാൻ വിഷമിക്കും പിഷാരടി. പക്ഷെ അന്നത്തെ ദിവസം പറഞ്ഞു നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കണമല്ലോ. അതാണ് നമുക്കൊക്കെ 100 ദിവസം ചീത്ത കേട്ടാൽ ഏതോ ഒരു ദിവസം കേൾക്കുമ്പോഴേ തലയിൽ കത്തുള്ളൂ. കാരണം കർമ്മം ഒഴിഞ്ഞു, ഇനി നന്നാവാനുള്ള സമയമാണ്. ആ ദിവസം അതാ പുള്ളിക്കത് കൊണ്ടു തലയിൽ. അന്ന് തൊട്ട് നല്ലവനായി. പിറ്റേ ദിവസം തൊട്ട് രാവിലെ എണീക്കും, ജപിക്കും. ബുദ്ധിയില്ലാത്ത ആളല്ല, മഹാപണ്ഡിതനാണ്. പാണിനി കഴിഞ്ഞാൽ സംസ്കൃതത്തിന് സ്വതന്ത്ര വ്യാകരണം എഴുതിയ ഒരാളാണ് പ്രക്രിയാ സർവസ്വം. ചില്ലറ തലയല്ല ഭട്ടതിരിയുടെ. ഭട്ടതിരി ഒരു നാരായണീയ ഗ്രന്ഥമാണ് എഴുതിയത് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. അനവധി കൃതികൾ. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തെ യാത്രാവിവരണം എഴുതിയത് ഭട്ടതിരിയാണ്. കൊച്ചി നഗരത്തിൽ പോയിട്ട് കണ്ടിട്ട് ഗോശ്രീ നഗര പ്രശസ്തി പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ട്രാവലോഗ്, യാത്രാവിവരണം. പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്, രാജസൂയം പോലുള്ള പ്രബന്ധങ്ങളൊക്കെ. ഒറ്റ ശ്ലോകങ്ങൾ അനവധിയാണ്. ബുദ്ധി കൂടിപ്പോയി. പക്ഷെ അതുകൊണ്ട് തല തെറിച്ചവനായിരുന്നു ആദ്യകാലത്ത്. അവസാനം ഭഗവാൻ തല തെറിപ്പിച്ചു കളഞ്ഞു. അഹങ്കാരം അടങ്ങി. ഗുരുനാഥനെ സേവിച്ചു കഴിയുന്ന കാലത്ത് ഗുരുനാഥൻ അസുഖം വന്നു. കർമ്മം അങ്ങനെയുള്ള ഭഗവാൻ ആധ്യാത്മികതയുടെ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഭഗവാൻ പരീക്ഷിക്കും. ജീവിതത്തിൽ നമുക്ക് വരുന്ന ദുരിതത്തിനെ പരീക്ഷണമായിട്ട് പറയുന്നത്. ചിലർ പറയും ഭഗവാൻ എന്നെ എത്രയോ പരീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ദുരിതങ്ങൾ മുഴുവൻ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയാണ്. ഭഗവാൻ അതിൽ ഇടപെടുന്നില്ല. അദ്ദേഹം കണ്ണിൽ തട്ടുന്നത് പുരുകത്തിൽ തട്ടിച്ചു വിടാൻ സഹായിക്കുന്നു മാത്രം. പക്ഷെ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങുമ്പോൾ, സമ്പൂർണ്ണ സമർപ്പണത്തോടു കൂടിയിട്ട് ഇറങ്ങുമ്പോൾ ഭഗവാൻ രക്ഷിക്കും. ഒരു സംശയമില്ല, പരീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ പരീക്ഷിക്കുന്ന അവസ്ഥ ഭട്ടതിരിക്ക് ഉണ്ടായപ്പോഴാണ് ഗുരുനാഥൻ അസുഖം വന്നത്. ഗുരുനാഥൻ അസുഖം വന്നപ്പോൾ ഭട്ടതിരി തൻ്റെ ഉപാസനാ ശക്തി കൊണ്ട് ഒരു വാൽക്കണ്ണാടിയിലേക്ക് രോഗത്തിനെ ആവാഹിച്ചെടുത്തു. അങ്ങനത്തെ ഒരു വിധിയുണ്ട്. ഛായാദാനം ചെയ്തിട്ട് രോഗം മാറ്റും. ആവാഹിച്ചിട്ട് അവനവന് രോഗമായി, കിടപ്പിലായി. 26-27 വയസ്സേ ഉള്ളൂ. വളരെ പ്രായമൊന്നും ആയിട്ടില്ല. കഷ്ടമായി കാര്യം. എഴഞ്ഞ് വലിഞ്ഞ് നടക്കേണ്ട അവസ്ഥ. വായിൽ നിന്ന് ഇങ്ങനെ ഉമിനീരൊലിച്ചുകൊണ്ടിരിക്കും. ഈ അവസ്ഥയിൽ ചേട്ടന്മാർ ഒരു ബ്രഹ്മദത്തനുണ്ടായിരുന്നു. ഭട്ടതിരിയെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. ഭട്ടതിരിയെ കളിയാക്കിയിട്ട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവനെ സഭയെന്നൊക്കെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കത്തൊക്കെ എഴുതിയിട്ടുണ്ടാക്കാൻ. എന്നാൽ അനിയനുണ്ട് മാതൃദത്തൻ. ചേട്ടനെ ദൈവമായിരിക്കും. ആ മാതൃദത്തനാണ് നാരായണീയം മുഴുവൻ കേട്ടെഴുതിയിരുന്ന ആൾ. ചേട്ടനെ നോക്കിയിരുന്നത് അദ്ദേഹം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നമ്പൂരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചിറ്റൂര് തുഞ്ചത്തെഴുത്തച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അവസ്ഥ പറയണം. അദ്ദേഹം ഒരു മാർഗം പറയും. ആ വൃത്തികെട്ടവനോ, മ്ലേച്ഛൻ, മാംസവും മദ്യവും വെച്ചിട്ട് പൂജ കഴിക്കണവനാണ്, അവൻ്റെ അടുത്തൊന്നും ഞാൻ പോകില്ല. അല്ലല്ല, അദ്ദേഹത്തിനെ പോയി കാണണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലേ ഇതിനോടൊരു മാർഗം ഉണ്ടാവുള്ളൂ. അവിടുന്ന് പോകണം. അതിനെന്താ വെച്ചാൽ വഴിച്ചെലവിന് പൈസ തരാം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുത്തു വിട്ടു. ഈ നമ്പൂരിപ്പാട് അവിടെ നിന്ന് എത്തി, ചിറ്റൂരെത്തി. ചിറ്റൂരെത്തിയപ്പോൾ ശാക്തേയം കഴിഞ്ഞിട്ട് നന്നായി കഴിച്ചിട്ടിരിക്കുന്ന സമയമാണ്. എഴുത്തച്ഛൻ ശാക്തേയം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നേദിച്ച മദ്യത്തെ കുടിച്ചിട്ട് അത്യാവശ്യം ലഹരിയിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ പട്ടേരി പറഞ്ഞിട്ട് വരികയാണ്, എന്താ ചെയ്യേണ്ടത്? അയാളോട് മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറയും. ഈ മഹാഭാവി ഒരു ആഢ്യബ്രാഹ്മണൻ്റെ അടുത്ത് മത്സ്യം കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറയും. നിന്നെ കാണാമെന്ന് എന്നെ വേണം പറയാൻ, എന്നെ അയച്ച അവൻ നരകിച്ച് ചാവുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് ശപിച്ച് തിരിച്ചവിടെ ചെന്നിട്ട്, എടോ താനല്ലാണ്ട് എന്നെ ആ ദുഷ്ടൻ്റെ അടുത്തേക്ക് അയക്കുമോ? അയാൾ പറഞ്ഞ ഭക്ഷണത്തിനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബഹളം. നമ്മുടെ അവിടെ എങ്ങനെയാണ്, ആൾക്കാർ കാര്യം പറയില്ല, കുറ്റാണ് പറയുക. വന്നുടനെ അങ്ങനെ എന്താ അവൻ്റെയൊക്കെ അഹങ്കാരം. അല്ല, കാര്യം പറയൂ, എന്താ ഉണ്ടായത് പറയൂ, എന്നാലും പറയും അല്ലേ? ഇന്നസെൻ്റ് ഏട്ടൻ ഏതോ ഒരു സിനിമയില്ലേ മകളുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ലളിത ചേച്ചി ചോദിക്കും, എന്താ മകള് പറഞ്ഞു ചോദിക്കുമ്പോൾ അവള് സുഖമായിട്ട് പറഞ്ഞിട്ട് തോർത്തോണ്ട് തുടയ്ക്കും. പിന്നെയും ചോദിക്കും, അല്ല കാര്യം പറയുമ്പോൾ ഒന്നുമില്ല പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിട്ട് തുടങ്ങും. ചുരുക്കി പറഞ്ഞ കാര്യം പറയില്ല. ഇയാൾ ഇതുപോലെ കാര്യം പറയായിരുന്നപ്പോൾ ഭട്ടേരി പറഞ്ഞ അവസാനം അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകം പറയൂ. അപ്പോൾ പറഞ്ഞു, അവൻ നിന്റെ അടുത്ത് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു. കണ്ണിന്ന് ധാരധാരയായിട്ട് ജലം വന്നു ഭട്ടേരിക്ക്.
എന്ത് മഹത്തായിട്ടുള്ള ഉപദേശം പറഞ്ഞു. നമ്പൂരിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാ ഇയാൾ കരയണത് ഒന്നും മനസ്സിലായില്ല. പിന്നെ അവിടുന്ന് ഒരു പ്രിപ്പറേഷനാണ്. 3 മാസക്കാലത്തോളം എടുത്ത് ഇഴഞ്ഞും വലിഞ്ഞും ഗുരുവായൂർ വന്ന് ഇന്നത്തെ ബലിക്കലിൻ്റെ നമ്മൾ ഭഗവാന്റെ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് അന്നൊക്കെ മണലാണ്. അന്ന് ഇന്നത്തെ മാതിരി ആനക്കോട്ടിലൊന്നുമില്ല. ഈ വായിന്നത് ഒലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നാലമ്പലത്തിൽ ഇരിക്കാൻ പറ്റില്ല, അശുദ്ധവും. അപ്പം മണ്ണിൽ തുണി വിരിച്ചിട്ട് ഒരു ഓലക്കൂടെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വെച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തിയത് ഏട്ടനെ അനിയൻ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എഴുതിയതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ശ്ലോകം. അതിലെഴുതുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രഭാഷണങ്ങളിൽ, ആ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം എന്ന ആ ഗുരുഭവനപുരം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരല്ല, നമ്മുടെ ശരീരമാണ്. ഗുരുവായ വായു പ്രാണനോട് നീ ശരീരത്തിൽ ബ്രഹ്മതത്വം വിളങ്ങി നിൽക്കണു. ഇത് ജനങ്ങളുടെ ഭാഗ്യമാണ്. ജനം ച ജനിച്ച് നിലനിന്ന് അവസാനിക്കുന്നതെന്തോ അത് ജനം. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഭട്ടതിരിക്ക് 99 ദശകം കഴിയേണ്ടി വന്നു താൻ എഴുതിയതിൻ്റെ അർത്ഥം അവനവന് മനസ്സിലാവാൻ. അതിനു വേണ്ടിയിട്ട് ഓരോ അവതാരങ്ങളിൽ കൂടി കടന്നുപോയി. ഓരോ അവതാരങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ മീനായും ആമയായും പന്നിയായും സിംഹമായും വടുവായും ഋഷിയായും രാജാവായും കള്ളനായും കളിച്ച കഥകളിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. എന്തിനും ഭഗവാനെ കാണാൻ പഠിപ്പിക്കുന്ന വിദ്യയാണ് ദശാവതാരത്തിൻ്റെ അടിസ്ഥാന രഹസ്യം. അതിന് അനവധി 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 എന്താ പറയുക വ്യാഖ്യാനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഒരവതാരമൊന്നുമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവതാരങ്ങൾ. അതിൽ 24 അവതാരങ്ങൾ ഏറ്റവും പ്രധാനം. ആ 24 അവതാരങ്ങളിൽ 10 എണ്ണം അതിവിശേഷം. ആ 10 എണ്ണത്തിലൊരു ക്രമം നമുക്കൊക്കെ അറിയാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമനും ബുദ്ധനും 2 പക്ഷം, കൃഷ്ണൻ, കൽക്കി. പക്ഷെ നിങ്ങൾ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നേക്കിപ്പോൾ കൃഷ്ണാവതാരത്തിലൊക്കെ എത്തി കല്യാണം വരെ കഴിഞ്ഞു. കൃഷ്ണൻ വരെയുള്ള അവതാരങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിലാണോ കേട്ടത് ഭാഗവതത്തിൽ? ആണോ? അല്ല. അപ്പം എന്താ, വ്യാസമഹർഷിക്ക് എന്താ ഈ ക്രമം അറിയില്ലായിരുന്നു? നമ്മൾ ഈ അല്പം വായിച്ചിട്ട് പോയിട്ട് വ്യാസമഹർഷിയെ കറക്റ്റ് ചെയ്യാൻ പോവും, ശുഗമഹർഷിയെ കറക്റ്റ് ചെയ്യാൻ പോവും. എന്തുകൊണ്ടാ ഓരോ അവതാരങ്ങളെ ഓരോ തരം ക്രമങ്ങളിൽ പറഞ്ഞത്? അതിന് കാരണം എങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടായി അത് വിപുലീകരിച്ച് സാക്ഷാത്കാരത്തിലെത്തണം എന്നുള്ളതിന് ഒരു ക്രമം നമ്മുടെ മനുഷ്യൻ്റെ സാധനയിലുണ്ട്. ആ സാധനയ്ക്ക് വേണ്ട ക്രമത്തിലാണ് ഭാഗവതത്തിൽ അത് പറയുന്നത്. കാരണം ഭാഗവതം പരമസാധനയാണ്. ഭാഗവതത്തെ ഉപാസിച്ചാൽ മാത്രം മതി. ഈ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് ഞാൻ പറയുക, ഗുരുവായൂരപ്പ നിങ്ങൾക്ക് ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം കിട്ടിയിരിക്കും. പ്രത്യക്ഷ ദർശനം കിട്ടിയിരിക്കും നിങ്ങൾക്ക്. ഭാഗവതത്തിനെ ഉപാസിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഒരു ക്രമം അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്രമത്തിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്നറിയണ ക്രമത്തിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്തു പോകാം. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും 5 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, കണ്ടാൽ ഒരു രൂപം. അപ്പോൾ ഇത് മൈക്ക്, കണ്ണട, ഐപാഡ്, പുസ്തകം, മനുഷ്യ ശരീരം, ഫോട്ടോ, തൂണ്, ലൈറ്റ്, ഇതൊക്കെ നമ്മൾ രൂപം കൊണ്ടാണ് തീരുമാനിക്കും. പക്ഷെ നമ്മൾ ചില സാധനത്തിന് നമുക്ക് അതിൻ്റെ പറയണ്ട, എന്താ പറയുക അതിന്. ഇത് നിൽക്കുന്നത് ഈ തണ്ട് ഇതൊക്കെ ഉള്ള ആ 2 അറ്റത്ത് വിളക്ക് ഇങ്ങനെ വെളിച്ചം കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും അത് വിളക്കാണ്. അതിനൊരു സ്പെഷ്യൽ പേരുണ്ട്. അത് മയിലുള്ള വിളക്ക്, അല്ലെങ്കിൽ കോഴിയുള്ള വിളക്ക്, അല്ലെങ്കിൽ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ, അല്ലെങ്കിൽ അത് കവര വിളക്ക്, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. അപ്പം എന്തായി, ഒരു രൂപമുണ്ട്, നാമമുണ്ട്. രൂപവും നാമവും കൊണ്ടാണ് നമ്മളെല്ലാവരെയും തിരിച്ചറിയണത്, അല്ലേ? ഇന്ന ആള്, ഇന്ന പേര്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നമ്മുടെ ജീവിതത്തിലെ പൊസിഷൻ, അച്ഛൻ, അമ്മ, മകൻ, മകള്, ഭർത്താവ്, ഭാര്യ, അധ്യാപകൻ, ശിഷ്യൻ, ഇതൊക്കെ നാമമാണ്. ഇതിനൊക്കെ ഒരു രൂപമുണ്ട്. ഈ രൂപവും നാമവും എല്ലാ കാലത്തും ഉണ്ടാവില്ല. ഭഗവാന്റെ പോലും രൂപം നശിച്ചുപോയി.
ദേവകി പ്രസവിച്ച രൂപം ഇന്നില്ല ഭൂമിയിൽ. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ പോയിട്ട് കെട്ടിപ്പിടിക്കായിരുന്നു, കൈ പിടിച്ചുകൊണ്ട് നടക്കായിരുന്നു, തോളത്ത് കഴിഞ്ഞിട്ട് നടക്കായിരുന്നു, ഇടികൂടായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ആ രൂപം ഇന്ന് ഭൂമിയിലില്ല. നാമം നിൽക്കും. ശ്രീരാമസ്വാമിയുടെ രൂപം നഷ്ടപ്പെട്ടു പോയി സരയൂ നദിയിൽ. കൗസല്യ പ്രസവിച്ച ശരീരം ഇന്നീ ഭൂമിയിലില്ല, പക്ഷെ നാമം നിലനിൽക്കുന്നുണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ നാമവും പോവും. നമുക്കറിയാത്ത എത്രയോ ദേവതകളുടെ നാമങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് അറിയുമല്ല, ഇങ്ങനെ ഒരു ദേവത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ സാന്നിധ്യത്തിന് വല്ല കുറവ് വന്നിട്ടുണ്ട്. അപ്പം അവരെങ്ങനെയാണ് നിൽക്കുന്നത്? രൂപവും നാമവും അല്ലാണ്ട് 3 കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം, ഇങ്ങനെ 5 ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഈ രൂപത്തിൽ കുടുങ്ങിയ നമ്മൾ കിടക്കണത്, പിന്നെ നാമത്തിലും കുടുങ്ങിയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന കക്ഷിയാണ്, ഇന്ന പാർട്ടാണ്, ഇന്ന ഗ്രാമക്കാരനാണ്, ഇന്ന ടൈപ്പാണ്, ഇന്ന ജാതിയാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന ജോലിയാണ്, ഇന്ന തരത്തിലുള്ള തസ്തികയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കാര്യം നാമം രൂപം വെച്ചിട്ടുള്ള കളിയാണ്. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് ചെന്നാൽ ആനന്ദമായി ചിത്സ്വരൂപമായിട്ടിരിക്കുന്ന സത്യത്തിനെ കാണാൻ പറ്റും. ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധ്യാനിക്കാനായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള രൂപങ്ങളാണ് വാസ്തവത്തിൽ ഓരോ അവതാരങ്ങളും. മനുഷ്യൻ്റെ 5 തരം ജന്മങ്ങളെ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്. എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരാൾ ജനിക്കുന്നത്? മനുഷ്യനായിട്ട്. സ്ഥിരം പ്രഭാഷണം കേൾക്കണവർ കേട്ടിട്ടുണ്ടാവും, ധാരാളം പേര് പുതിയ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയും. ഒരു തന്ത്രഗ്രന്ഥത്തിൽ മഹാദേവൻ അമ്മ ഈ ചോദ്യം ചോദിക്കും, മഹാദേവ എങ്ങനെയാണ് ആദ്യമായിട്ടൊരു മനുഷ്യജന്മം കിട്ടണം? എത്രയോ ജീവികൾ ഈ ലോകത്തുണ്ട്, എങ്ങനെ ആദ്യമായിട്ട് ഈ ജന്മം കിട്ടണം എന്ന് ചോദിക്കും. അവനതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, ഞാൻ എങ്ങനെ ജനിച്ചു, എനിക്ക് ഈ ശരീരം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ക്വാഹ ക്വാഹ ക്വാഹ, ഞാൻ ആരാ അവൻ ചോദിക്കുന്നത്. ആ ചോദ്യം അമ്മ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയാം, 84 ലക്ഷം ഗർഭപാത്രം കടന്നിട്ടാണ് ഉമയെ ആദ്യമായിട്ട് മനുഷ്യ ഗർഭപാത്രത്തിൽ ജീവൻ എത്തുന്നത്. 84 ലക്ഷം ഗർഭപാത്രം. അതിൽ ഈച്ച, പട്ടി, പുലി എല്ലാം ഉണ്ട്, ബാക്ടീരിയ, വൈറസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതാദ്യം ജനിക്കുന്ന 1ാമത്തെ കാറ്റഗറി. ഇനി മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കയ്യിലിരിപ്പിൻ്റെ ബലം കൊണ്ട് താഴോട്ട് വീണിട്ട് വീണ്ടും വന്ന് ജനിക്കുന്ന 2ാമത്തെ കാറ്റഗറി. മനുഷ്യനായിരുന്നു, നല്ല കയ്യിലിരിപ്പായിരുന്നു, താഴത്തെ തട്ടുകളിൽ പോയി ജനിച്ചു, പട്ടി, പൂച്ച, ഈച്ച എല്ലാ സാധനങ്ങളൊക്കെ ആയി, വീണ്ടും മെച്ചുവറായി മനുഷ്യനായിട്ട് ജനിക്കുന്നത് 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി മനുഷ്യനായിട്ട് ജനിച്ചു, ധാരാളം പുണ്യങ്ങൾ ചെയ്തു. പക്ഷെ പുണ്യം ചെയ്താൽ വീണ്ടും ജനിക്കണം, അനുഭവിക്കാൻ. എന്തിന്? സുഖിക്കാൻ ജനിക്കണമാണ് ദേവൻ. ദേവന് വിഷമമില്ല, സുഖിക്കലാണ്. ആദ്യത്തെ 1 വർഷമൊക്കെ നന്നായിരിക്കും ദേവലോകത്ത്. 2ാമത്തെ വർഷമാകുമ്പോൾ എത്ര തന്നെ സുഖിക്കും, 3ാമത്തെ വർഷമാകുമ്പോൾ പിന്നെ എത്ര തന്നെ സുഖിക്കും, 4ാമത്തെ വർഷം എത്ര തന്നെ അങ്ങനെ സുഖിച്ച് ഭ്രാന്താവും. സുഖിപ്പിച്ച് ഭ്രാന്താക്കും. അതാണ് സ്വർഗം. നമുക്ക് സനാതന ധർമ്മത്തിൽ സ്വർഗം അവസാന വാക്കൊന്നുമില്ല. മരിച്ചു സ്വർഗത്തിൽ പോകുക എന്നുള്ളതൊക്കെ കഴിഞ്ഞൊരു 5 നൂറ്റാണ്ടായിട്ട് മറ്റു മതങ്ങളുടെ സ്വാധീനം കൊണ്ട് വന്ന സങ്കല്പമാണ്. നരകത്തിൽ പോണ പോലെ തന്നെ അപകടമാണ് സ്വർഗത്തിൽ പോകും. അങ്ങനെ അവിടെ സുഖിച്ച് ഭ്രാന്തായി കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ആ ചെയ്ത പുണ്യം ക്ഷയിച്ച് കഴിയുമ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് വന്നിരിക്കും. ഇത് 3ാമത്തെ തരം മനുഷ്യന്മാർ. അങ്ങനെയുള്ളവർക്ക് തേജസ്സൊക്കെ വളരെ അധികമായിരിക്കും, ദേവസ്വഭാവം ഉണ്ടാവും. അങ്ങനെയുള്ളവർ വളരെ സമ്പന്നതയിലൊക്കെ ജീവിക്കണമാണ്. 4ാമത്തെ ആൾക്കാർ ഈ ചക്രത്തിൽ നിന്നേ രക്ഷപ്പെട്ടു. മനുഷ്യനായിട്ട് ജനിച്ചു, ആത്മസ്വരൂപം മനസ്സിലാക്കി, ഇനി ജനിക്കേണ്ട ആവശ്യമില്ലാത്ത ചക്രത്തിലേക്ക്, ആ ചക്രത്തിൻ്റെ പുറത്ത് കിടന്ന് അവർ ബ്രഹ്മമയമായി. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ രക്ഷപ്പെട്ട പോലെ മറ്റുള്ളവരും രക്ഷപ്പെടണം, എനിക്ക് മാത്രം പോരാ ഈ സുഖം, ഈ ബ്രഹ്മാനന്ദം. അതിനു വേണ്ടിയിട്ട് അവർ മനുഷ്യൻ്റെ അമ്മമാരെ തെരഞ്ഞെടുത്ത് ജനിക്കും. ആ ജന്മത്തിൽ മാത്രമാണ് ഗർഭപാത്രം തെരഞ്ഞെടുക്കാനുള്ള കഴിവ് വരുന്നത്.
ബാക്കി 3 ഗർഭപാത്രം തിരഞ്ഞെടുക്കാനുള്ള ശേഷിയില്ല. അവർ ചൂസ് ചെയ്യും, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. ചിലപ്പോൾ അവർ വളരെ കുട്ടിക്കാലത്തെ, ഒരു പെൺകുട്ടിയായിരിക്കുന്ന കാലത്തെ അമ്മയുടെ ഒപ്പം ഉണ്ടാവും. അവൾ വളർന്ന് വലുതായി, അവൾക്ക് മെച്യൂറായി, അവൾക്ക് ആ പ്രായപൂർത്തിയായി, കുറച്ചുകൂടെ മുതിർന്ന് പഠനം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കാത്തു നിൽക്കും ആ പ്രവേശിക്കാൻ. അത് ഋഷിമാരുടെ ജന്മങ്ങളാണ്. വിവേകാനന്ദ സ്വാമിയൊക്കെ പോലുള്ളവർ അങ്ങനെയുള്ളവർ, ഋഷിമാരുടെ ജന്മം. അത് 4-ാമത്തെ 5-ാമത്തെ തരം മനുഷ്യജന്മം സാക്ഷാൽ ഭഗവാൻ ഇറങ്ങി വരണമാണ്. അതിനെ അവതാരം എന്ന് പറയും. ഇങ്ങനെ 5 തരം ജന്മങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ഭഗവാൻ ആദ്യം നമുക്ക് ഈ ബ്രഹ്മബോധം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വ്യാസമഹർഷി ചെയ്തിരിക്കണം എന്താ? മനുഷ്യനായിട്ട് ജനിച്ച ഒരു ഈശ്വരനെ കുറിച്ചല്ല പറയണത്. ഒരു മീനായിട്ട് ജനിച്ചു. ആ മീനായിട്ട് ജനിക്കുന്നത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കാൻ. എന്ത് പഠിപ്പിക്കാൻ? വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഭഗവാൻ ആദ്യം നമ്മൾ എന്താണോ അതായിട്ട് മാറും, എന്നിട്ട് നമ്മളെ അദ്ദേഹമാക്കി മാറ്റി. കൃഷ്ണനെ നോക്കൂ. നമ്മളെയൊക്കെ പോലെ മനസ്സ് തുറന്ന് ചിരിച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് തമാശകളൊക്കെ കളിച്ച് നമ്മളിൽ ഒരാളായിട്ട് നിന്നിട്ട് നമ്മളെ അങ്ങനെ പൊക്കി അദ്ദേഹമാക്കി മാറ്റി. അതായത് ഭഗവാൻ ഇറങ്ങി വന്ന് പൊക്കി കൊണ്ടുപോകും. ഈ ഒരു പ്രോസസ്സ് ഭഗവാൻ ഇറങ്ങി വരുന്നു, ഒരു ജീവനെ ഉയർത്തി തൻ്റെ തലത്തിലെത്തിക്കുന്നു. ഇത് മത്സ്യം തൊട്ട് എല്ലാ അവതാരത്തിലും കാണും. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരിക. ആ ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായി, നമ്മുടെ സ്വന്തം ഒരാളായിട്ട് നിന്നിട്ട് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യും. എന്താക്കാൻ? തൻ്റെ സ്വസ്വരൂപം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വരൂപം തിരിച്ചറിയലാണ്. അല്ലാണ്ട് അമ്പലത്തിൽ പോക്കോ ഭജന പാടലോ ഒന്നുമല്ല. അതൊക്കെ ആരാധനയാണ്. ആരാധന ഭക്തിയിലേക്കുള്ള മാർഗമാണ്. എങ്ങനെയാണോ ഒരു മത്സ്യം വെള്ളത്തിൽ നീന്തി തുടിക്കണത്, അതേപോലെ നിങ്ങളും ഞാനും നമ്മൾ എല്ലാവരും എവിടേക്ക് പോകണം, എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ആദ്യം കുറച്ചു കാലം ഒരു പാറയെടുക്കലായിരിക്കും താമസം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വിശാലമായിട്ട് ലോകത്തിറങ്ങിക്കഴിഞ്ഞാൽ കടലാണ് എല്ലാവിടെയും. എങ്ങോട്ട് പോവും? അടുത്ത സ്ഥലം പോവും, അവിടെ പോവും, അവിടെ സെറ്റിലാവും. ഇടയ്ക്ക് പഴയ പാറയെടുക്കലേക്ക് ലീവിന് വരും, വീണ്ടും തിരിച്ചു പോവും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാമരൂപങ്ങൾ ഉള്ളതിൽ രൂപവും മാറുന്നുണ്ട്. നമ്മുടെ ജനിച്ച നമ്മളല്ല ഇന്ന്. ചിലവർ പറയും കുറേ വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. എന്താ കാരണം? രൂപം മാറിപ്പോയി. പേരോർമ്മയുണ്ടാവും, നാമവും പോവും. ഞാൻ പല സ്ഥലത്തും തമാശയ്ക്ക് പറയാറുണ്ട്, ഒരു ചക്ക തലയിൽ വീണാലോ ഒരു ഇടി വെട്ടിയാലോ നമുക്ക് ഇട്ട പേര് പോലും മറന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ അറിവ് നമ്മളെക്കുറിച്ചുള്ളൂ. ഒരു ചക്ക തലയിൽ വീണാൽ മതി, അല്ലെങ്കിൽ ഒരു ഇടി വെട്ടിയാൽ മതി, കഴിഞ്ഞു. ഇപ്പം മഹാബുദ്ധിമാന്മാരായിട്ട് ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ച് സിദ്ധാന്തങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാർ അൽഷൈമേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരാരാന്ന് പോലും അറിയണ്ടേ. എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഒരു പ്രൊഫസർ, അതിപ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയ സമയത്ത് അദ്ദേഹം ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന പോലൊരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോഴാണ് എൻ്റെ തലയ്ക്ക് ഈ പറഞ്ഞ ആശയം ആദ്യം തലയ്ക്ക് സ്ട്രൈക്ക് ചെയ്തത്. കാരണം മഹാപണ്ഡിതന്മാരിൽ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചോദിച്ച ചോദ്യം അത്ര ലളിതമായിട്ടൊരു ചോദ്യം. സ്പൂണ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ആ സ്പൂൺ എടുത്തിട്ട് അങ്കിൾക്ക് കൊടുക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ്. കൈ ഇങ്ങനെ നീട്ടുണ്ടായി. പിന്നെ സ്പൂണ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പൂണ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ നമ്മുടെ മെമ്മറി. എന്നിട്ടാണ് നമ്മൾ ഇത്ര അഹങ്കരിക്കുന്നത്, ഈ ഇസങ്ങളൊക്കെ പറയണത്. എല്ലാറ്റിനെയും ഒറ്റ അച്ചിൽ അടിച്ച് വാർക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള നമ്മളൊരു മീനിനെ പോലെ സംസാരക്കടലിൽ നീന്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് ആശയക്കുഴപ്പങ്ങളുടെ തിരകളുണ്ട്, ശ്വാസം കിട്ടായ്മകളുണ്ട്, തീർത്താ തീരാത്ത ആഗ്രഹങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള വെറുത്ത വസ്തുക്കളുണ്ട്. ഇങ്ങനെ അനവധി 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 കാര്യങ്ങൾ, അനവധി കാര്യങ്ങൾ കതച്ച് 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 ഭ്രാന്താവുക. ആ സമയത്ത് ഭഗവാൻ നമ്മോടൊപ്പം ഒരു മീനായി വന്ന് നമ്മോടൊപ്പം നീന്തി
നമുക്ക് പ്രത്യാശയെ തന്നിട്ട് പറയണം, സ്ലോ ഡൗൺ, സ്ലോ ആവുക, അടങ്ങുക, നിന്റെ ശ്വാസം ശ്രദ്ധിക്കുക, അടങ്ങുക. മത്സ്യം ശ്വാസം, മത്സ്യം ശ്വാസം. ഇനി വരണ കൂർമ്മവും ശ്വാസമാണ്, പ്രാണനാണ്, വായു. ഗുരുവായൂരപ്പൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, വളരെ രസമാണ്. ഈ ഗുരുവായൂരപ്പൻ ആരാണെന്ന് തിരിച്ചറിയല്, ആ തിരിച്ചറിയണ നിമിഷം വന്നാൽ മനസ്സിലാവും. ഇതാ ഈ ഓടിക്കൊണ്ടിരിക്കണില്ലേ ഇപ്പോൾ, അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്, ഈ പറയാൻ പറ്റുന്നത്. അതാരാ ചോദിച്ചാൽ അതാണത്, അതിനെയാണ് ഈ ഉപാസിക്കുന്നത്. കർണാടകത്തിൽ ഹരിവായു സ്തുതി എന്ന് പറഞ്ഞിട്ടൊരു സ്തുതി തന്നെയുണ്ട്, ഹരിവായു സ്തുതി, ത്രിവിക്രമ പണ്ഡിതാചാര്യൻ്റെ. അപ്പൊ ഭഗവാൻ പറയുന്നു, ശ്വാസത്തിനെ ശ്രദ്ധിക്കുക, ശ്വാസം അടക്കുക. നിനക്ക് എന്നെ അറിയണോ, നീ ശ്വാസം അടക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ നിനക്ക് എന്നെ മനസ്സിലാവും, കാരണം ശ്വാസം ഞാനാ. നീ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഭയങ്കര കോപം വരുമ്പോൾ, ഭയങ്കര സങ്കടം വരുമ്പോൾ, കുട്ടികൾ ഏങ്ങിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടൊക്കെ അറിയാം അല്ലേ, ഭയങ്കര വേദന, അടിച്ചു വീണു, ശബ്ദം വരില്ല കുറച്ചു നേരത്തേക്ക്, എന്നിട്ട് ഒറ്റ വലിയ ജലത്തിൽ വീണു, വലിയ പ്രാണൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിവുണ്ട്. പ്രാണനിലാണ് സകലതും നിൽക്കുന്നത്. കാമം വരുമ്പോൾ, കോപം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ ഒക്കെ ശ്വാസത്തിൻ്റെ താളം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശ്വാസത്തിൽ വരുന്ന വ്യത്യാസം. ആ സമയത്തൊക്കെ നമ്മൾ ശ്വാസത്തിനെ ബോധപൂർവം സ്ലോ ആക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ആ പറയുന്ന പിടപ്പ്, വിറ, സന്തോഷം കൊണ്ട് കയ്യും കാലം വരാത്തവർക്കും, സങ്കടം കൊണ്ട് വിറങ്ങലിച്ചു പോയവർക്കും, ഷോക്ക് കൊണ്ട് തളർന്നു പോയവർക്കും ഒക്കെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ വേഗം നോർമലാവാൻ സാധിക്കും. പക്ഷെ പ്രശ്നം വന്നതിന് ശേഷം അതിന് ശ്രമിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം. അവനവനെ ശ്രദ്ധിക്കാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു പാഠമാണ് ആധ്യാത്മികതയിൽ. നിങ്ങൾ അമ്പലത്തിൽ പോണതിന് മുന്നേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കും. അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കുക പറഞ്ഞാൽ ഡ്രസ്സ് നല്ലതാണോ, മുടി കറക്റ്റാണോ, അതൊന്നും നോക്കലല്ല. പൗഡർ ഇട്ടിട്ടുണ്ടോ, അതല്ല. ഓരോ സന്ദർഭത്തിലും അവനവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് അവനവനെ ശ്രദ്ധിക്കണം. നെഞ്ചു പൊട്ടി കരയുമ്പോഴും നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തിനെങ്ങനെ കരയണേ എന്ന് അകത്തൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, അമിതമായിട്ടൊരു സന്തോഷത്തിൽ തുള്ളിച്ചാടി നിൽക്കുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് ചാടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്ത അവിടെ വരുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ അകത്ത് സാക്ഷി ഉണർന്നുണ്ട് എന്നർത്ഥം. ഈ സാക്ഷിയുടെ ഭാഗവതത്തിൽ നാരദനായിട്ട് നമ്മൾ കാണുന്നത്, നാരദൻ സാക്ഷിയാണ്, നമ്മുടെ അകത്തുള്ള സാക്ഷി. ഈ സാക്ഷി നമ്മൾ ഭഗവാനെ അന്വേഷിച്ചിറങ്ങിയാൽ വഴിയിൽ നിന്ന് നമുക്ക് വഴി കാണിച്ചു. അതാണ് ധ്രുവം പോകുമ്പോൾ വഴിയിൽ നിൽക്കണേ, കുട്ടി എങ്ങട്ടാ, ഞാൻ വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ പോവാ. വിഷ്ണുവിനെ അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. നിരുത്സാഹപ്പെടുത്തി നോക്കും, പരീക്ഷിച്ചു നോക്കും, ഇല്ല. നിശ്ചയദാർഢ്യൻ്റെ കണ്ടു, ദ്വാദശാക്ഷര മന്ത്രം കൊടുത്തു, കലഹങ്ങൾ ഉണ്ടാക്കും. ഏത് സ്ഥലത്തും നാരദൻ അവിടെ വരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് നടക്കണ അവിടെ നാരദ സാന്നിധ്യം ഉണ്ടാവും. കാരണം അദ്ദേഹം സാക്ഷിയാണ്, നമ്മുടെ അകത്തുള്ള പ്രപഞ്ച സാക്ഷിയാണ്. അതിനെ വളർത്തണം. അപ്പൊ ഭഗവാനെ അറിയണമെങ്കിൽ ഈ സാക്ഷിഭാവം കുട്ടിക്കാലം തൊട്ട് വളർത്തണം. അതിന് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കും. ശ്വാസമാണ് നമ്മൾ, ശ്വാസമല്ല. ശരത്ത് എന്താ പറഞ്ഞത്? ശ്വാസമാണോ നമ്മൾ? ശ്വാസം അല്ലാണ്ടി ശ്വാസമാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു പൊന്നുമോള് ഫെയർവെൽ പാർട്ടിയിൽ കോളേജിലെ യാത്രയപ്പിൽ നിന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക, ചിരിച്ചോണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെ വീണ് മരിച്ചുപോയി. എത്ര ചെറിയൊരു കുട്ടിയോള്, 10-20 വയസ്സ്, 19 വയസ്സോ 20 വയസ്സോ കാണുള്ളൂ. നിന്ന നിപ്പിൽ വീഴുന്നു. മകളുടെ കല്യാണ പാർട്ടിയിൽ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്ന അച്ഛൻ നിന്ന നിപ്പിൽ വീഴുന്നു. ഇതൊക്കെ ഫേസ്ബുക്കിൽ കണ്ട് ലൈക്ക് ഇട്ട് പോകും. നമ്മൾ ചിന്തിക്കില്ല, ഇത്രേ ഉള്ളൂ. നാളെ രാവിലെ എണീക്കുന്ന ഉറപ്പുണ്ടോ? ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് നന്ദി പറയണം. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നന്ദി പറയണം. ആ ദിവസം രാത്രി ആ കിടക്കയിൽ ചെന്ന് വീഴുമ്പോൾ അപ്പോഴും നന്ദി പറയണം. ഇന്നും എനിക്ക് ബെഡ് ഹിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം തന്നല്ലോ, ഇവിടെ വന്ന് കിടക്കാൻ. കാരണം ഒരു യുദ്ധം കഴിഞ്ഞിട്ടോ നമ്മൾ വരണം. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ നമ്മുടെ ജീവൻ പോവാം. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം, എവിടെ വേണമെങ്കിലും, എനി ടൈം. അപ്പോൾ എവിടുന്ന് തുടങ്ങണം ആധ്യാത്മികത എന്ന് ചോദിച്ചാൽ അത് പഠിപ്പിക്കുകയാണ് മത്സ്യം. ശ്വാസത്തു നിന്ന് തുടങ്ങണം. ഒരു അഭ്യാസമായിട്ട് ആധ്യാത്മികത എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ശരീരം കൊണ്ടുള്ളൊരു അഭ്യാസമായിട്ട് ശ്വാസം ശ്രദ്ധിപ്പിക്കുക. പിന്നെ പഠിപ്പിക്കേണ്ടത് നമസ്കരിക്കുക.
ശരീരത്തിന് ഇട്ടുകൊടുക്കാൻ പഠിപ്പിക്കണം ഈശ്വരൻ. ഈ ശരീരം പോലും നമ്മുടെ അല്ല, ഇതുപോലും നമ്മുടെ അല്ല, ഈ ശരീരം പോലും നമ്മുടെ അല്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് സൗഭാഗ്യങ്ങളൊക്കെ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കുക. യഥാർത്ഥ തൃപ്തി അപ്പോഴറിയാം. ഇതൊക്കെ മത്സ്യത്തിൽ നിന്ന് പഠിക്കണം എന്നാണ്. ആ മത്സ്യം പ്രാണനാണ് നമ്മുടെ. അത് ഇളകിക്കൊണ്ടിരിക്കും, അത് ചഞ്ചലമാണ്, അത് അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. ശരീരത്തിൽ 15 ദിവസം അത് ഒരു ചക്രത്തിൽ ശരീരം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. മർമ്മവിദ്യയുടെ അടിസ്ഥാനം തന്നെ അതാണ്. മർമ്മം പഠിച്ചവൻ അറിയാം, പ്രാണൻ ഒരുത്തൻ്റെ ശരീരത്തിൽ ആ ദിവസം എവിടെയാണ് നിൽക്കണമെന്ന്. ആ നേരത്ത് അവൻ അവിടെ ക്ഷതമേൽപ്പിക്കും. ചെറിയ ഒരു മൊട്ടുസൂചി കൊണ്ട് കുത്തിയാൽ പോലും അത് ഉണങ്ങില്ല, അത് അവസാനം മരണവും. അനവധി ദിവസം കഴിയുമ്പോൾ അത് പഴുത്ത് 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 വരും. അതാണ് ചില വീഴ്ചകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പറയും എന്താ ഉണ്ടായത്, ആകെ ഒരു വീഴ്ച പറ്റിയത്, ആള് കിടപ്പിലായിപ്പോയി മരിച്ചുപോയി എന്ന് പറയും. കാരണം പ്രാണൻ സഞ്ചരിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്താണോ പ്രാണൻ നിന്നത് അവിടെയാണ് ക്ഷതം സംഭവിച്ചത്. ഈ ശരീരമുണ്ടല്ലോ, ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു മെഷീനെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതുപയോഗിച്ച് പരദ്രോഹം ചെയ്യുമ്പോഴും സുഖം അനുഭവിക്കുമ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി അനുഭവിക്കുന്ന പല ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. വരണ തലമുറയിലേക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് വെച്ച് ജീവിതത്തിനെ മുഴുവൻ നിരാശയോടെ കാണാനോ വിഷമിപ്പിക്കാനോ അല്ല പറയും. ജീവിതം സെലിബ്രേറ്റ് ചെയ്ത് തന്നെ പോകണം. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം? അത് ഭഗവാന്റെ ഉത്സവമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ ഉള്ള സമയത്ത് ഈ ചക്രത്തിൽ നിന്ന് കടക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചോളുക. അപ്പൊ മത്സ്യം പ്രാണൻ, അവനവന്റെ അകത്തുള്ള മത്സ്യത്തെ, നമ്മൾ മുങ്ങിക്കിടക്കുന്ന ഈ സംസാരക്കടലിൽ, നമ്മുടെ സംസാരക്കടൽ എവിടെയാ? നമ്മൾ വിചാരിക്കുന്നത് പുറത്താണെന്നല്ല, അകത്താ. എല്ലാ പ്രാരബ്ധവും എവിടെയാണ് നമ്മൾ ചുമക്കണത്? അകത്താ. പുറത്തെ ലോകം ഡസൻ കെയർ. അവർക്ക് എന്താ പുറത്തുള്ള ലോകത്തിന് എന്താ, നമ്മുടെ അകത്തുള്ള വേദന എന്താ? സ്വന്തം കൂടെ കിടക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല. അറിയോ? അറിയണമെന്നില്ല. അപ്പൊ പ്രാരബ്ധം എവിടെയാ ചുമക്കണത്? അകത്താ ചുമക്കണത്. നമ്മൾ അനുഭവിക്കുന്ന വേദന അകത്താണ്. ഉദ്ധവഗീത വരും 2 ദിവസത്തില്. അന്ന് ആചാര്യം പറയും, ഭിക്ഷുഗീത എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പറയും. ആ ഭിക്ഷുഗീതയിൽ എന്താ പറയണത്? ഭിക്ഷു പിശുക്കലായിരുന്നു. 1 ഉറുപ്പ്യ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കില്ല. ഞങ്ങൾ പാലക്കാട് ഭാഗത്ത് ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട്, അറുത്ത കൈക്ക് ഉപ്പിടില്ല എന്ന്. ഇവിടെയും പറയുമോന്ന് എനിക്കറിയില്ല. അറുത്ത കൈക്ക് ഉപ്പിടില്ല. അങ്ങനത്തെ ആൾക്കാർ, അങ്ങനെ ഒരാള്. പക്ഷെ സമ്പത്തൊക്കെ പോയപ്പോൾ ഭാര്യയും മക്കളും ചവിട്ടി പുറത്താക്കി റോട്ടിൽ കിടന്നു. കുറെ കാലം നെഞ്ഞത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് നടന്നു. എനിക്ക് ഇങ്ങനത്തെ ഗതി വന്നല്ലോ. എല്ലാവരും ആര് സഹായം പോയി ചോദിച്ചാലും, ആരുടെ അടുത്ത് പോയി ചോദിച്ചാൽ അവർ പറയും, പണ്ട് നീ ഞങ്ങളെ സഹായിച്ചോ? ഇല്ലല്ലോ. ലോകത്തിൽ അങ്ങനെയാണ്. ത്യാഗം എന്ന പേരിലും ഡൊണേഷൻ എന്ന പേരിലും ഒക്കെ കൊടുക്കുന്നത് നാളെ തിരിച്ചെന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അമ്പലത്തിന് ഗേറ്റ് വെച്ച് കൊടുത്തു. പിറ്റേത്തെ തവണ വരുമ്പോഴേക്കും അമ്പലത്തിൽ തിരക്ക് കൂടി. ഈ ഗേറ്റ് വെച്ച് കൊടുത്ത ആളെയും ക്യൂവിൽ നിർത്തി. ഉടനകത്ത് ഞാനാണ് ആ ഗേറ്റ് വെച്ച് കൊടുത്ത്, എന്നിട്ട് എന്നെ ക്യൂവിൽ നിർത്തി, എന്നെ VIP ആയിട്ട് കൊണ്ടുപോയില്ല. ഇത് ചിന്തിച്ചോ? കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ പറയാറ്, അമ്പലങ്ങളിൽ സമർപ്പണം ചെയ്യണവർ ഈ നിലത്തൊക്കെ ഇന്ന അമ്മ ആൻഡ് കുടുംബം എന്നൊന്നും എഴുതി വെക്കരുതെന്ന്. അത് നിങ്ങൾ എഴുതി വെച്ചാൽ അതിന്റെ ഫലം പോയി, കഴിഞ്ഞു. അപ്പോ ഈ അകത്തുള്ള പ്രാരബ്ധത്തിനെ അനുഭവിക്കണമെന്നാണ് ഭിക്ഷു പറയണത്. ഭിക്ഷു പറയണത് എല്ലാം എവിടെ അനുഭവിക്കണത്? സന്തോഷം എവിടെ അനുഭവിക്കണത്? ഒരു വസ്തു നിന്ന് നമുക്ക് സന്തോഷം കിട്ടി, എവിടെ അനുഭവിക്കണം? അകത്ത. ദുഃഖം വന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഉപദ്രവിച്ച, ഹാം ചെയ്ത, എവിടെ അനുഭവിക്കുന്നത്? അകത്താ അനുഭവിക്കുന്നത്. എല്ലാം അകത്താണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സാണ് പ്രശ്നം. എൻ്റെ മനസ്സിലാണ് സകലതും, സുഖവും ദുഃഖവും സകലതും എൻ്റെ മനസ്സിലാണ്. ഇതിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ വേറെ ആർക്കാ സാധിക്കുക? അതുകൊണ്ട് ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള തിരിച്ചറിവാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ ആയുധം. യു ഹാവ് ടു ഓൺ യുവർ റെസ്പോൺസിബിലിറ്റി. നമുക്ക് നമ്മുടെ കടമ, നമ്മുടെ ചുമതലയാണ് നമ്മളെ നിയന്ത്രിക്കലും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ കയ്യിൽ കടഞ്ഞാണ്ട് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അല്ലാണ്ട് ഗീത പഠിച്ചിട്ട് കാര്യമില്ല. അർജുനൻ ആത്മാവാണ്, തേര് ശരീരമാണ്. ബലാഹകം തുടങ്ങിയിട്ടുള്ള കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്. കടഞ്ഞാണ് ആരുടെ കയ്യിൽ? അർജുനന്റെ കയ്യില അല്ല. അർജുനന് യുദ്ധം ചെയ്യണം. ആത്മാവിന് ജീവിതായോധനത്തിന് യുദ്ധം ചെയ്തേ പറ്റൂ. അതാരുടെ സഹായത്തോടെ? ഭഗവാനെ മുൻനിർത്തിയിട്ട് ഭഗവാന്റെ കയ്യിൽ ആ കടഞ്ഞാൺ കൊടുക്കണം.
ഭഗവാനെ മുന്നിൽ ഇങ്ങനെ കാണാം, ഭഗവാന്റെ മുതുക കാണും അർജുനൻ ഒരിക്കലും ഭഗവാനെ നമ്മൾ ഭഗവത്ഗീത കണ്ട പോലെ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ആ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവൻ അടയ്ക്ക് തിരിഞ്ഞ് വല്ലതും പറയും. അപ്പോഴും മുഖം മുഴുവൻ കാണില്ല, എന്താ മുഖത്തെ ഭാവം എന്ന് പോലും കാണില്ല. പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട്, പറയണത് വിശ്വസിച്ചിട്ട്, കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഓരോ അസ്ത്രം അയച്ചത്. അതുകൊണ്ടാണ് യുദ്ധം ജയിച്ചത്. ആ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് അകത്തുള്ള സംസാരക്കടലിൽ നമ്മുടെ പ്രാണനാകുന്ന മീനിനെ തിരിച്ചറിയുക, അതിനെ ശ്രദ്ധിക്കുക, പ്രാണനെ തിരിച്ചറിയുക, ഭഗവാനെ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതാണ് ആദ്യത്തെ പടി. ഞാൻ ഭാഗവതം സാധാരണ പറയുമ്പോൾ വേറൊരു ആംഗിളിൽ കൂടെ പറയാറുണ്ട്. മത്സ്യാവതാരം മാത്രം കുറച്ചധികം പറയും എപ്പോഴും. കാരണം സ്റ്റാർട്ടിങ് പോയിന്റാണ്. അക്ഷരം പഠിക്കുന്ന പോലെയാണ്, ABCD പഠിക്കുന്ന പോലെ, ഈ പഠിപ്പിക്കുന്ന പോലെയാണ് മത്സ്യാവതാരത്തിൻ്റെ പറയേണ്ടത്. നമ്മൾ സാധാരണ മത്സ്യാവതാരത്തിന് വലിയ വിലയൊന്നും കൊടുക്കാറില്ല. നമുക്ക് കൃഷ്ണൻ മതി, പിന്നെ നരസിംഹം. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. മത്സ്യം മനസ്സിലായാലേ ഇവരെയൊക്കെ മനസ്സിലാവും. മത്സ്യം മനസ്സിലാക്കും. നമ്മൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൽ ആദ്യം നമ്മൾ ഈശ്വരനെ കാണാൻ പഠിച്ചാൽ, ഒരു ചൊട്ട് ഈശ്വരൻ, ഒരു ഡ്രോപ്പ് ഈശ്വരനെ നമ്മൾ കണ്ടു. നമ്മളത് കുട്ടിക്കാലം തൊട്ട് പഠിക്കുന്നത് വിഗ്രഹത്തിൽ കാണാനാണ്, പിന്നെ ഫോട്ടോസിൽ. പിന്നെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ചവിട്ടിയാൽ തൊട്ടുകലേ വെക്കണം. പണ്ടൊക്കെ ന്യൂസ് പേപ്പറിൽ ചവിട്ടിയാൽ പോലും തൊട്ടുകലേ വെപ്പിക്കും. എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും, ന്യൂസ് പേപ്പറിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പട്ടിയാണ്, സരസ്വതിയാണെന്ന് പറഞ്ഞിട്ട് അടി, ചവിട്ടാൻ പാടില്ല. അപ്പം നമ്മുടെ ഒരു സംസ്കാരത്തിൽ ഇതിലൊക്കെ ഈശ്വരനെ കാണാനുള്ള ഒരു പരിധി വരെ ഈശ്വരനെ കാണാനുള്ള പഠിപ്പിക്കൽ നമുക്ക് തന്നിട്ടുണ്ട്. ശത്രുവിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിച്ചിട്ടില്ല, എല്ലാവരും ഈശ്വരനെ കാണാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു പരിധി വരെ അമ്പലത്തിൽ, ആചാര്യന്മാരിൽ, പൂജാരിമാരിൽ, അല്ലെങ്കിൽ മുതിർന്നവരിൽ, കൊച്ചു കുഞ്ഞുങ്ങളിൽ, കുഞ്ഞുവാവുകളുടെ കാലിൽ പോയിട്ട് തൊട്ടുകല വയ്ക്കും ചിലർ. അതാ ഈശ്വരൻ്റെ ശുദ്ധബോധാവസ്ഥ ആയതുകൊണ്ടാണ്. അതേപോലെ ദിവ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, സാധാരണ പുസ്തകങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ഈശ്വരനെ കാണണം. മഹാനവമിക്ക് നമ്മളെന്താ ചെയ്യണത്? പണിയായുധങ്ങൾ വെക്കണം. എന്തിനാ പണിയായുധം വെക്കണത്? അതിൽ ഈശ്വരനെ കാണണമുണ്ട്. വാഹനം പൂജിക്കണം. എന്തിനാ വാഹനം പൂജിക്കണം? ഈശ്വരനെ അതിൽ കാണണമുണ്ട്. അപ്പം നമ്മൾ എന്തിലൊക്കെയോ കുറച്ച് ഈശ്വരനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ഡ്രോപ്പ്, ഒരു ഫസ്റ്റ് ഒരു ചിന്ത, ഒരു കുഞ്ഞു ചിന്ത, ഇത് ഈശ്വരനാണ്. ചിലവർ നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ നമ്മൾ വിഷമിച്ച് വേദനിച്ച് നടക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കുമ്പോൾ പറയും, ആ വ്യക്തി ഗുരുവായൂരപ്പനെ പോലെ, ദൈവത്തിനെ പോലെ എൻ്റെ മുന്നിൽ വന്നു എന്നാണ് പറയും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രം കഞ്ഞിയുടെ രൂപത്തിലാണ് വിശക്കണവൻ്റെ മുന്നിൽ ഭഗവാൻ വരണം. അതാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഇൻറ്റൻസായിട്ട് ഒരു സംശയവും ഇല്ലാണ്ട് ഇതിൽ ഈശ്വരനുണ്ട് എന്ന് പറയുന്ന ഒരു ചൊട്ട്, ഈ ഒരു ചൊട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാൽ നമ്മളൊക്കെ പ്രഹ്ലാദനാണ്. അപ്പൊ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് അടിച്ചു പറയാൻ പറ്റും. ഇതിലുണ്ടോടാ എന്ന് ചോദിച്ചാൽ വെട്ടിയായിന്ന് ചാടുകയും ചെയ്യും. അതാ വിശ്വാസത്തിന്റെ പവറാണ്. ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ കുഞ്ഞു ചിന്ത, ആദ്യം കിട്ടണ ചിന്തയാണ് സത്യവ്രത രാജാവിന് ജലത്തിൽ നിന്നെടുത്തപ്പോൾ കൈക്കുമ്പിളിൽ ഒരു ചെറിയ ഒരു മാക്രിയെ പോലെ, അത്രയും വലിപ്പത്തിൽ ഒരു കുഞ്ഞു പരൽമീൻ പോലെ കിടന്ന് കളിക്കുന്നു. ഒരു സ്വർണ്ണ കളറിൽ അതിനൊരു കൊമ്പുണ്ട്, ഒരു കൊച്ചു കൊമ്പുള്ള ഒരു മീൻ കിടന്ന് കളിക്കുന്നു. അത് കയ്യിൽ ഇങ്ങനെ കോരിയെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ അതിൽ നിറഞ്ഞു. അതായത് നമ്മൾ എന്തിൽ ഈശ്വരനെ ഒരു ചൊട്ട് കണ്ടോ, നമ്മളൊന്നും ചെയ്യാതെ തന്നെ അതിൽ മുഴുവൻ ഈശ്വരനായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കിട്ടുന്നുണ്ടോ? അപ്പൊ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ മുഴുവൻ നിറഞ്ഞു. അയ്യോ കയ്യിൽ നിറഞ്ഞു, ഇനി എവിടെ ഇടും? കിണ്ടിയിലിടാം, ജലപാത്രത്തിലിട്ടു. അപ്പൊ നമ്മൾ അതിലേക്ക് ഈശ്വരന്റെ സാന്നിധ്യത്തെ പ്രവേശിപ്പിച്ചു. ഉടനെ എന്തായി? അത് മുഴുവൻ ഈശ്വരനായി. കിണ്ടിയുടെ നിറഞ്ഞു, അതിന് നീങ്ങാൻ സ്ഥലമില്ല. അതിനൊരു വലിയ വട്ടപാത്രത്തിലേക്ക് ഇട്ടു, അത് ഉടനെ തന്നെ വളർന്ന് അതിൽ വലുതായി. അതിനെ എടുത്തിട്ട് കുറച്ചുകൂടെ വലിയ ടബിലിട്ടു, ടബ് നിറഞ്ഞു. അതിനെ എടുത്തിട്ട് കുറച്ചുകൂടെ വലിയൊരു അണ്ടാവ് കൊണ്ടുവന്ന് അതിലിട്ടു, അതിലും വളർന്നു നിറഞ്ഞു. അതിനെ എടുത്ത് കുളത്തിലിട്ടു, കുളത്തിൽ വളർന്ന് വലുതായി. അതിനെ എടുത്ത് തടാകത്തിലിട്ടു, അത് നിറഞ്ഞു. അതിനെ എടുത്ത് ഒരു നദിയിലിട്ടു, നദി സമുദ്രത്തിലിട്ടു, സമുദ്രത്തിലെ തന്നെ നിറക്കണ വിധത്തിൽ വളർന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിനൊരൊറ്റ അർത്ഥം, നമ്മൾ എവിടെ ഈശ്വരനെ കാണാൻ തുടങ്ങുന്നോ അതിൽ ഈശ്വരൻ നിറയും. അപ്പൊ നമ്മൾ അതിനെ അടുത്ത സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണം.
അടുത്ത സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണം. അങ്ങനെ വ്യാപിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഭഗവാനെ കാണാൻ തുടങ്ങുമ്പോൾ പ്രളയം സംഭവിക്കും. എന്താ പ്രളയം? ഈ കാണുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതുന്ന നമ്മുടെ ആ മായാബോധം ഇല്ലാതാവും. അതാണ് പ്രലയം, പ്രകർഷണ ലയം സംഭവിക്കും. ആ സമയത്ത് ഏറ്റവും മികച്ച വസ്തുക്കളെ മാത്രം, മികച്ച ഗുണങ്ങളെ മാത്രം സംരക്ഷിക്കും. അതാണ് സത്യവ്രതനെയും. ഇപ്പൊ മറ്റൊരു മതപദ്ധതിയിൽ നോഹയുടെ പെട്ടകം കേട്ടിട്ടില്ലേ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്. ഇതകത്താണ് ഇത് നടക്കുന്നത്. പ്രളയം അകത്താണ്. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ വരും അവസാനം. ഭാഗവതം അവസാനിക്കുമ്പോൾ ഒരു പ്രളയം കാണലുണ്ട് മൂപ്പർക്ക്. മാർക്കണ്ഡേയ മാത്രമേ പ്രളയം കണ്ടിട്ടുള്ളൂ പറയും. കണ്ടതും മായയായിരുന്നു. അത് ഉദ്ധവഗീത വായിക്കുമ്പോൾ അവസാനം എത്തുമ്പോൾ ഭഗവാൻ ഒരു അലക്കലക്കും. അത് കിട്ടിയ രക്ഷപ്പെട്ടു. ഉദ്ധവനോട് പറയും, ഉദ്ധവ, സാധാരണ വേദാന്തത്തിൽ അതിൻ്റെ ചുരുക്കതാണ്, വേദാന്തത്തിൽ പറയും ഇരുട്ടത്ത് നമ്മൾ പോകുമ്പോൾ പെട്ടെന്നൊരു സാധനം കിടക്കണം, ഇങ്ങനെ വളഞ്ഞിട്ട് പാമ്പ് പറഞ്ഞിട്ട് ചാടും. വെളിച്ചടിച്ചു നോക്കി അത് കയറ. ഇതുമാതിരിയാണ് പ്രപഞ്ചം. രജ്ജു സർപ്പന്യായം എന്ന് പറയും വേദാന്തത്തിൽ. അത് നമ്മൾ ഒന്നാണെന്ന് വിചാരിക്കുന്നത് വാസ്തവത്തിൽ മറ്റൊന്നാണ് എന്ന് പറയുന്നു. അത് പറഞ്ഞിട്ട് ഋഷിമാർ നിർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ഒരു പടി കൂടെ കടന്നിട്ട് ഉദ്ധവനോട് പറയണം, ഉദ്ധവ, നീ കയർ കണ്ടിട്ട് പാമ്പാണ് പറഞ്ഞ് ചാടി. അവിടെ കയറും ഇല്ല, പാമ്പും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോയിട്ട് നല്ലോണം ചിന്തിക്കുക. മനസ്സിലിട്ട് ചിന്തിക്കുക. നമ്മുടെ ചുറ്റും നോക്കുക, ഈ കാണുന്നതൊക്കെ ഉണ്ടോ? നമ്മൾ പറയും ഇയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ വിചാരിച്ചില്ല. അത് വിചാരിക്കാത്തത് നമ്മുടെ കുഴപ്പമാണ്. അയാൾ അങ്ങനെ ആയിരുന്നു. അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതാണോ യഥാർത്ഥ സ്വരൂപം? അതുമല്ല. അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? ആ തിരിച്ചറിവ്. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ആ പൂ വെച്ച പാത്രം, ഞാൻ അതിനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. ആ ലഡ്ഡു ഉണ്ട്, അതവിടെ ഉണ്ട്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ കണ്ണെടുത്താൽ അത് സംഹരിക്കപ്പെട്ടു. ഭഗവാൻ പറയുക, നീ നോക്കുമ്പോൾ സൃഷ്ടി, നീ നോക്കിക്കൊണ്ടിരുന്നാൽ സ്ഥിതി, നീ കണ്ണെടുത്താൽ സംഹാരം. ഇത്രയേ ഉള്ളൂ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിട്ട് തോന്നുന്നു, ഞാൻ നിലനിർത്തുന്നതായിട്ട് തോന്നുന്നു, ശിവൻ സംഹരിച്ചതായിട്ട് തോന്നുന്നു. ബ്രാഹ്മിയുമായ, വൈഷ്ണവിയുമായ, ശാങ്കരിയുമായ. വാസ്തവത്തിൽ സൃഷ്ടിക്കുന്നുമില്ല, നിലനിർത്തുന്നുമില്ല, സംഹരിക്കുന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാവണമെങ്കിൽ PhD എത്തണം. അത് അനുഭവത്തിൽ വരണം. ആ അനുഭവത്തിലേക്ക് വരണതിൻ്റെ ഫസ്റ്റ് സീഡാണ് മത്സ്യാവതാരം. ഭാഗവതത്തിൽ പറഞ്ഞ ക്രമം വേറെയാണ്, അതിന് കാരണങ്ങൾ വേറെയാണ്. അതിവിടെ പറയാൻ സമയമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, യൂട്യൂബ് കിടപ്പുണ്ട്, വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തിന് ഇങ്ങനൊരു വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് മത്സ്യാവതാരത്തിനെ ശരിക്കും മനസ്സിലാക്കുക. നമ്മുടെ പ്രാണനാകണ മത്സ്യത്തെ ധ്യാനിക്കുക. നമ്മുടെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ഭഗവാന്റെ ഒരു ചിന്ത മുളപൊട്ടിയ മനസ്സിലാക്കുക, മത്സ്യം അവതരിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ഭഗവത് ചിന്തയുടെ ഒരു കണിക വന്നു, ഒരു സന്തോഷം വന്നു. ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഭഗവാനെ കാണുമ്പോൾ ഒരു സന്തോഷം വന്നു. അതായത് ഇന്ന വഴിപാട് കഴിച്ച് ഇന്ന ജോലി കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ പറയില്ലേ, കണ്ട ഒരു സന്തോഷം, അത് വന്നാൽ ഉറപ്പാക്കാം. ഇനി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് ഒരു ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് നിൽക്കുമ്പോൾ ഒരു നോക്കേ കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അറിയാണ്ട് കണ്ണടഞ്ഞു പോകില്ലേ? ശബരിമലയിൽ പോകുമ്പോഴും ഗുരുവായൂർ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഏത് തിരക്കേറിയ ക്ഷേത്രത്തിൽ പോകുമ്പോഴും എത്രയോ നേരം ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ആ ശ്രീകോവിലിന്റെ മുന്നിൽ എത്തുമ്പോഴേക്കും നമ്മളെ തള്ളും. പക്ഷെ എന്നാലും അറിയാണ്ട് കണ്ണടയ്ക്കും. കണ്ണടയ്ക്കണവൻ ഭാഗ്യവാനാണ്. കാരണം അവൻ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവനവൻ്റെ ഉള്ളിലുള്ള സ്വരൂപം തിരിച്ചറിയണോണ്ട് ബാഹ്യപ്രപഞ്ചത്തിന് അങ്ങനെ അടക്കണം. അവൻ ആ ഒരു സെക്കൻഡ് നേരം നമ്മൾ അറിയുന്നില്ല. അപ്പൊ വിഗ്രഹം പോലും വിഷയമല്ല, അവിടെ ഉള്ളതല്ല നമ്മൾ അന്വേഷിക്കുന്നത്, അകത്തുള്ളതിനെ അവിടെ കാണുക ചെയ്യും. അതുകൊണ്ടാണ് ധ്രുവന്റെ അകത്താണ് ആദ്യം വന്നത്. ധ്രുവ എന്ന് പറഞ്ഞൊരു വിളി വന്നു. കണ്ണടച്ചിരിക്കുക. അത് നോക്കുമ്പോൾ ചതുർബാഹുവായിട്ട് നല്ല നീലച്ച് നല്ല സുന്ദരനായിട്ട് ഒരാൾ നിൽക്കണം. ആരായിരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ? ഞാൻ ഇങ്ങനെ ഒരാളെ സങ്കല്പിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും ധ്രുവ എന്ന് പറഞ്ഞിട്ട് വിളി വരികയാണ്. അപ്പോൾ അകത്താളെ വീണ്ടും ശ്രദ്ധിക്കണം. മൂന്നാമതും വിളി വരുമ്പോൾ വിളി പുറത്തുനിന്നാ പറയണം. അപ്പോണ്ട് ഇതാ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അകത്ത് കണ്ട അതേ ആൾ പുറത്ത് നിൽക്കണം. അതുകൊണ്ട് അകത്ത് കാണണം, എന്നാലേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അകത്ത് കാണാത്തതിനെ നിങ്ങൾ പുറത്ത് എത്ര അന്വേഷിച്ചാലും കാണാൻ പറ്റില്ല.
എന്നാൽ അകത്ത് കണ്ടോ പുറത്ത് കാണും, എല്ലായിടത്തും കാണും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യത്തെ തുള്ളി, ആദ്യത്തെ ചിന്ത മത്സ്യാവതാരം. എന്നാലേ ഇത്രയും നേരം മത്സ്യാവതാരം മാത്രം പറയേണ്ടി വന്നു. അർജുനൻ എന്നെ ഇനി വീണ്ടും വിളിക്കണം, 10 അവതാരം പറയാം, 10 വർഷം അല്ലേ, ഇപ്പം തന്നെ കുറേ സമയം. എന്നാലും ചുരുക്കാം. ഇനി കൂർമ്മ എന്താ? കൂർമ്മത്തിൻ്റെ സ്വഭാവം എന്താ? ആമയുടെ സ്വഭാവം എന്താ? ആമ സകലത്തിനെ അകത്തേക്ക് വലിക്കും. അതിൻ്റെ തല, കയ്യ്, കാല്. ഒരു സാധകൻ ബാഹ്യപ്രപഞ്ചത്തുനിന്ന് തന്നെ വലിച്ചു നിർത്തേണ്ടത്. അതായത് നമ്മുടെ പ്രശ്നം നമ്മുടെ ചുറ്റും പലതും നടക്കും, നമ്മൾ അതിലൊക്കെ പോയിട്ട് മനസ്സുകൊണ്ട് ഒട്ടും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന 99% വിഷയങ്ങളുടെ അടിസ്ഥാനം എവിടെയോ നടക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു കാഴ്ച കണ്ടിട്ടോ ഒരു വാർത്ത വായിച്ചിട്ടോ നമ്മുടെ മനസ്സ് അതിൽ പോയിട്ട് ഒട്ടണമുണ്ടാകും. എന്നിട്ട് രാത്രി കിടന്ന് ആലോചിക്കുക, ഈശ്വരാ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുക. പണ്ടെന്താ വെച്ചാൽ മാധ്യമങ്ങൾ രാവിലെ ആ ചായ കുടിക്കണ നേരത്ത് മനസ്സ് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 24 മണിക്കൂറും മനസ്സ് നശിപ്പിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എച്ചിലായിട്ട് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച പാത്രത്തിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? ആരെങ്കിലും ഇന്നലെ രാത്രി കഴിച്ച പാത്രം കഴുകാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അത് കഴുകാണ്ട് ഉച്ചക്കത്തെ ഊണ് കഴിക്കില്ല. അത് കഴുകാണ്ട് രാത്രി അത്താഴം കഴിക്കില്ല. പക്ഷെ മനസ്സ് കഴുകൂല. മനസ്സ് കഴുകിയിട്ട് ജന്മങ്ങളായി. ഈ കഴുകാത്ത മനസ്സിലേക്ക് ഭക്ഷണം ഇട്ടുകൊണ്ടേയിരിക്കണം. എന്ത് ഭക്ഷണം? കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ഒക്കെ ഭക്ഷണമാണ്. അപ്പോൾ ചീഞ്ഞ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല, ഞാൻ അപ്പപ്പ വെച്ചതേ കഴിക്കുള്ളൂ, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കില്ല പറയണമ്പോൾ ഒരു കയ്യിലൊരു ഫോണുണ്ടാവും, അത് നോക്കിക്കൊണ്ടായിരിക്കണത്. ഇതിൽ കൂടെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ ഒട്ടാൻ തുടങ്ങുമ്പോഴാണ് അതുപോലെ വേണമെന്നും, അതുപോലെ ഇപ്പോൾ ബ്ലോഗ് കണ്ടു, ബ്ലോഗറുടെ അയാളൊരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം കണ്ടു, ഉടനെ അവിടെ പോകണം, അവിടെ ചെന്ന് കഴിക്കണം, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നോക്കൽ തന്നെ അതാണ്. ഞാൻ മോശമായിട്ട് പറയില്ല, നിങ്ങൾ നമ്മളെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഒരു ലക്ഷറി കാർ ഓടിച്ചു പോകണു. ആ ഓടിച്ചു പോകുന്നത് ഇപ്പം ഞാൻ 56 എപ്പിസോഡ് ചെയ്തതാണ് ലക്ഷറി കാറുകളുടെ മാത്രം ദുബായിൽ. ഞങ്ങൾ ഓരോ എപ്പിസോഡ് ചെയ്യുന്നത് ആൽഫ റോമിയോ, ജാഗ്വാർ, ഫെറാറി ഇങ്ങനത്തേൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യും. ഞങ്ങൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാരുടെ മനസ്സതിൽ ഒട്ടണം. അതാണല്ലോ നമ്മുടെ ജോലി. അങ്ങനെ ഒട്ടാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ അതിലെടുത്തു വയ്ക്കും. മാർക്കറ്റ് ചെയ്യണവൻ്റെ ജോലി അതാണ്. അപ്പം അത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ മനസ്സ് കണ്ടീഷൻ ചെയ്യുന്ന പ്രവൃത്തി അപ്പുറത്ത് നടക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല, വലിയ അഭ്യാസമാണ്, വലിയ അഭ്യാസമാണ്. നമുക്ക് ചില സമയങ്ങളുണ്ട്, ആ സമയമായാൽ നമ്മുടെ ശരീരം വിശക്കും, നമുക്ക് ബോറടിക്കും, നമുക്ക് എണീച്ചു പോകാൻ തോന്നും, വന്നിരിക്കാതെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാൻ. നമ്മൾ കണ്ടീഷൻഡാണ്. ലയിച്ചിരിക്കാൻ നമുക്കറിയില്ല. നമ്മുടെ തലയിൽ എപ്പോഴും ബാക്കിലൊരു ട്രാക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോഴും നിങ്ങളുടെ തലയിൽ 10 കാര്യങ്ങളുണ്ടാവും. ഓ, ഇയാൾ ഏത് നേരത്താണാവോ നിർത്താൻ പോണത്? മനുഷ്യൻ രാവിലെ തൊട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ അനവധി ചിന്തകൾ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു കാര്യമായിരിക്കും, വളരെ ദൂരത്തുനിന്ന് വന്നുള്ളവർക്ക് ബസ് കിട്ടുമോ എന്നുള്ള പേടിയായിരിക്കും. ഇതൊരു ട്രാക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതൊന്നും മുഴുവൻ കയറൂല. സാധനയിൽ സീരിയസ് ആണെങ്കിൽ അത് പറ്റില്ല. അവിടെ സകല ഇന്ദ്രിയങ്ങളെയും ആമയെ പോലെ അകത്തേക്ക് വലിച്ചോളണം. അപ്പൊ ആദ്യം ഒരു ചിന്തയുണ്ടായി, ഈശ്വര വിചാരം ഉണ്ടായി മത്സ്യമായിട്ട്. പക്ഷെ അതിനെ നിലനിർത്തണമെങ്കിൽ സെൻസുകളെ ഉള്ളിലേക്ക് വലിക്കണം, ഇന്ദ്രിയങ്ങളെ വലിച്ചു നിർത്തണം ആമയെ പോലെ. മാത്രമല്ല, ആമ പ്രാണന്റെ മറ്റൊരു രൂപം. മത്സ്യത്തിന് എങ്ങനെയാണോ പ്രാണൻ എന്ന് പറയുന്നത്, അതുപോലെ പ്രാണസ്വരൂപമാണ് യോഗമാർഗത്തിൽ. മന്ദരപർവ്വതത്തിനെ കടകോലായിട്ട് കളയുമ്പോൾ അത് ഇളകി മറിഞ്ഞു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നട്ടൽ തന്നെയാണ് മന്ദരപർവ്വതം. ഇടാ പിങ്കളാന്നുള്ള നമ്മുടെ 2 നാഡികളാണ് ഈ 2 മൂക്കുകളിൽ കൂടെയുള്ള നമ്മുടെ ശ്വാസം. അതാണ് അസുരന്റെ കയറും ദേവന്റെ കയറും. ഇത് കൊണ്ട് കടയാണ്, കുണ്ടലിനെ ഉയർത്തുകയാണ്, യോഗവിദ്യയാണ്. ആ സമയത്ത് പ്രാണനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, പ്രാണനെ അടിത്തറയാക്കിയില്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത്. ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളായിരുന്നു സംസാരിക്കുന്നത്, ഇപ്പം അത് മാറി. അമ്മമാരെ, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഒന്ന് അവിടെ പോയിട്ട് സംസാരിക്കാം. അപ്പം ഈ പ്രാണനെ അധിഷ്ഠാനമാക്കിയിട്ടാണ് ഭഗവാൻ മന്ദരപർവ്വതത്തിനെ ഉറപ്പിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തട്ടുവിളക്കുകളിലും താഴെ കൂർമ്മം കാണും. കൂർമ്മത്തിനെ കണ്ടിട്ടുണ്ടോ? കൂർമ്മം പ്രാണനാണ്.
മാത്രമല്ല, നമ്മളൊരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ നമ്മുടെ കണ്ണും തലയും പറക്കാണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒതുക്കി ഭഗവത് ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കണമെന്ന് കാണിക്കാനാണ് അത് വരണ വഴി തന്നെ അതിനെ വയ്ക്കുന്നത്. അതുകൊണ്ട് ആ കൂർമ്മത്തിനെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ വേറെ 10 കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കാര്യങ്ങളൊന്നും അകത്തേക്ക് പോരുത്, അതിവിടെ എൻ്റെ മനസ്സിനെ അടക്കി വേണം ഞാൻ പോവാൻ. ബലിക്കല്ലുകൾ അതിനാണ്. നമ്മുടെ സകല ഇപ്പം പറഞ്ഞ് ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ടല്ലേ നമ്മൾ ഉള്ളിൽ പോവുക, മൊബൈലൊക്കെ ഏൽപ്പിക്കില്ലേ? അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ സകല വിഷമതകളിൽ ബലിയായിട്ട് അർപ്പിക്കേണ്ട സ്ഥലമാണ് ബലിക്കല്ല്. അതുകൊണ്ട് ബലിക്കല്ല് ഒരിക്കലും തൊട്ട് തൊഴരുത്. നമ്മളത് ചെയ്തില്ലെങ്കിലും അത് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു പോണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം. പോകുമ്പോൾ ഉള്ളിക്ക് കൊണ്ടുവരുത്, അത്രേ ഉള്ളൂ. തിരിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ അതൊക്കെ ചോടായിട്ട് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം ഇതിനൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്, മൂക്ക്, കാത്, ചെവി ഇതൊക്കെ പരന്ന് 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 പോയിട്ടാണ് കുഴപ്പമുണ്ടാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം കണ്ണാണ്. കണ്ണുകൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ടൊരു വില്ലുമംഗലം ഒന്നാമൻ സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. കൃഷ്ണകർണാമൃതം എഴുതിയ വില്ലുമംഗലം. അദ്ദേഹത്തിന് സ്ത്രീ വിഷയം വളരെ അധികമായിരുന്നു. എത്ര ഭക്തി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സ്ത്രീകൾ, സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം കണ്ണങ്ങട് കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ അന്ധനായിട്ട് ആ വൃന്ദാവനത്തിലേക്ക് ഇഴഞ്ഞ് പ്രവേശിക്കുന്നു. അപ്പോൾ പാടിയതാണ് ഗോവിന്ദ ദാമോദര മാധവേദി എന്നുള്ള സ്തോത്രം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ജിഹ്വേ വിഭസ്വാമി ഹൃദദേവദേവ ഗോവിന്ദ ദാമോദര മാധവേദി. ഗുരുവായൂർ രാത്രി തൃപ്പുക സമയത്ത് ആദ്യത്തെ 2 വരി കേൾക്കാം. ഒന്ന് പാടും എല്ലാവരും, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. അങ്ങനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത്. കണ്ണാണ് സകലതിൻ്റെയും കുഴപ്പം. കണ്ടിട്ടാണ് മോഹം വരുന്നത്. കേൾക്കണേക്കാട്ടിലും കണ്ടിട്ടാണ്. അപ്പം കണ്ണാണ് അത്ര ആദ്യം നിയന്ത്രിക്കേണ്ട ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ, മറ്റുള്ളവർക്ക് ദുരിതത്തെ ചെയ്യാത്തവൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ, ഇത് 3ഉമുള്ളവൻ ജനാർദ്ദനൻ സന്തോഷിക്കുന്നു. തുഷ്യത്യാശു ജനാർദ്ദന എന്ന് നാരദ മഹർഷിയുടെ വാക്യാണ്, ഭാഗവത വാക്യാണ്. അമ്പലത്തിൽ പോകണം, മന്ത്രം ജപിക്കണം, ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കണം, നാരായണീയം വായിക്കണം, ഗുരുവായൂർ പോകണം എന്നൊന്നുമല്ല പറഞ്ഞത്. ജനാർദ്ദനനെ സന്തോഷിപ്പിക്കാൻ എന്താ മഹർഷിയെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുകയാണ്, അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, മറ്റൊരുത്തനെ ദ്രോഹിക്കാണ്ടിരിക്കുക. ഈ 3ഉള്ളവനിൽ ജനാർദ്ദനൻ സന്തോഷിക്കും. ഇതാണ് യഥാർത്ഥ വിഷ്ണു ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പം അതിന് ഇന്ദ്രിയങ്ങളെ അടക്കൽ കൂർമ്മം നമുക്ക് പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് വരാഹം വരും. വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാഹം പന്നി എവിടെ കാണുക? ഏറ്റവും വൃത്തികെട്ട സ്ഥലങ്ങളിലാണ്. ചെളി, ചേറ് തുടങ്ങിയിട്ടുള്ള വളരെ മോശം സ്ഥലങ്ങളിലാണ് കാണുക. അവിടെ വീണ് കിടക്കണം നമ്മളെ തേറ്റയിലെടുത്ത് ഉയർത്തുന്നത് ആ ഭഗവാനാണ്. അവിടെ ഭൂമി നമ്മളാണ്. ഭൂമി നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ഒരു ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജന്മത്തെ ഉദ്ധരിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത്, അറിവിനെ വീണ്ടെടുത്ത് തരുന്നത് വരാഹം. കിരം മരാതയതി കിരാത എന്ന് പറയാം. പന്നിയെ ശത്രുവായി കണ്ട് വധിച്ചവൻ. എന്താ ഈ കിരം എന്ന് വിളിക്കുന്ന കാരണം? പന്നിയുടെ സ്വഭാവം മനസ്സിൻ്റെ പോലെയാണ്. അതിങ്ങനെ മാന്തും വന്നിട്ട് മണ്ണ് കണ്ടിട്ടില്ലേ? മനസ്സങ്ങനെയാണ്. മാന്തി 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 ഇളക്കും. കുത്തി 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 ഇളക്കും. വേണ്ടാത്തത് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ആലോചിച്ച് ആലോചിച്ച് പെരിപ്പിച്ച് പന്നിയുടെ സ്വഭാവം. അപ്പം എന്തായി? ആ ചെളിയിൽ കിടക്കണം നമ്മളെ അതേ രൂപം എടുത്ത് വന്നിട്ട് ഉയർത്തുണ്ട്. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. എന്തിലാണോ പ്രശ്നം കിടക്കണത് അതിനുള്ള രൂപം എടുത്തിട്ടാണ് വരിക. നമ്മൾ പ്രശ്നമായി കാണുന്ന രൂപം കൊണ്ടാണ് അദ്ദേഹം നമ്മളെ എടുത്ത് ഉയർത്തുക. അങ്ങനെ സാധിക്കും. അതിഭൗതികതയുടെ, സൗഭാഗ്യങ്ങളുടെ, സമൃദ്ധിയുടെ അകത്ത് നിൽക്കണവന് തല തെറിച്ചു, അതിമറന്നു പോകും. അതുകൊണ്ട് അതിഭൗതികതയിൽ, സൗഭാഗ്യങ്ങളുടെ സമൃദ്ധിയിൽ നിൽക്കണ കൃഷ്ണനായിട്ട് ജനിച്ചു. എന്നിട്ട് ബ്രഹ്മവിദ്യ പഠിപ്പിച്ചു. അധികാരത്തിൻ്റെ ഹൈറ്റ് നിൽക്കുമ്പോൾ അഹങ്കാരം വരും. കള്ളു കുടിച്ച ആള് പോലും ഭേദമാണ് അധികാരം കുടിച്ചവനെ നോക്കുമ്പോൾ. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനായിട്ട് ജനിച്ച അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്ന് കാണിച്ചു തന്നു. ഓരോന്നിലും ശ്രദ്ധിച്ചാൽ കാണാം. എന്തൊരു ദുർഗുണത്തിനെയാണോ നശിപ്പിക്കേണ്ടത് അതായിട്ട് ഭഗവാൻ കാണിച്ചത്. ഇത് ഞാൻ പറയുന്നത് അവസാന വാക്കല്ല. ഇങ്ങനെ ഈ അവതാരങ്ങൾക്കൊക്കെ 100 കണക്കിന് അർത്ഥതലങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ചെളിയെ എടുത്തുയർത്തുക. എവിടുന്ന് ഉയർത്തുക? ഭൂതത്വം മൂലാധാരമാണ്. ആ മൂലാധാര സ്ഥിതനായിട്ടുള്ള ആ സ്ഥിതയായിട്ടുള്ള കുണ്ഡലിനി, ആ യോഗശക്തിയെ എടുത്ത് ഉയർത്തി തരുന്ന ശക്തി വരാഹമാണ്.
ആ മൂലാധാരം ഭേദിച്ചിട്ട് കുണ്ടലി ചീറി മേലേക്ക് പായുമ്പോൾ അത് നരസിംഹവും. കാരണം പൃഥ്വി തത്വമാണ് തൂണ്. എന്തിനാ തൂണ്? സ്തംഭം എന്ന് പറയാൻ കാരണം എന്താ? സ്തംഭേകട്ടയതോ ഹിരണ്യകശിപോ, നിങ്ങൾക്കൊക്കെ അറിയണ ശ്ലോക. ഈ സ്തംഭം തകർത്തിട്ട് വരുന്നു. സ്തംഭം ച ഭൂമി, നമ്മുടെ മൂലാധാരം, നട്ടലിന്റെ താഴ്വശം, അറ്റം, അത് ഭേദിച്ചിട്ട് പുറത്തേക്ക് വരുന്ന യോഗശക്തിയെ ബ്രഹ്മസൃഷ്ടികളിൽ ഒന്നുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. അത് മനുഷ്യനുമല്ല, മൃഗമല്ല. ന മനുജ അല്ലേ, ന മൃഗം ന മനുജാകാരം. അങ്ങനെയുള്ളൊരു വസ്തുവായിട്ട് പുറത്തു വരുമ്പോൾ അത് എന്തിനെ നശിപ്പിക്കും? അഹങ്കാരമാകണ ഹിരണ്യകശിപുവിനെ നശിപ്പിക്കും. ചെളിയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം, സംസാരത്തിൽ നമ്മൾ കിടക്കുമ്പോൾ, സംസാര ചെളി കിടക്കുമ്പോൾ നമ്മുടെ കോർ പ്രശ്നം അറ്റാച്ച്മെന്റാ എല്ലാറ്റിനോടും. എങ്ങനെയാ അതിനെ കളയുക? പൊട്ടിയ കുപ്പട അടപ്പ് വരെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. പാഴ്സൽ വന്ന സകല റബ്ബർ ബാൻഡും ഉണ്ടാവും. ചിലവരുടെ അടുക്കളയിൽ നോക്കിയാൽ കാണാം അല്ലേ, പാഴ്സൽ മേടിച്ചിട്ട് വരെ സകല റബ്ബർ ബാൻഡ്, എല്ലാ കുപ്പി, എന്ത് മേടിച്ചാലും ആ നാളെ എന്തിനെങ്കിലും ഉപകരിക്കുമല്ലോ. അങ്ങനെ കുപ്പകളുടെ ഒരു വലിയ കൂടാരത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് ശരിക്കും നിത്യജീവിതത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ബാക്കി കളഞ്ഞു നോക്കൂ, നമ്മുടെ വീടുകളൊക്കെ എത്ര സുന്ദരവും അറിയും. ഇതിനേക്കാളും വലിയ ചേറും ചെളിയും വേസ്റ്റും പഴയ സാധനമാണ് അകത്ത്. ആ ചേറും ചെളിയിലും കിടക്കണ നമ്മൾക്ക് വരാഹം വന്ന് നമ്മളെ ഉയർത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ അറ്റാച്ച്മെന്റിനെ ഇല്ലാണ്ടാക്കിയിട്ടാണ്. അറ്റാച്ച്മെന്റിന്റെ പേരാണ് ഹിരണ്യാക്ഷൻ. എവിടെ നോക്കിയാലും അവിടെ സ്വർണ്ണം ഉണ്ടല്ലേ തോന്നുന്നു. അതായത് അതിനോടുള്ള ഇഷ്ടം. ഹിരണ്യാക്ഷനെ നശിപ്പിക്കാൻ വളരെ എളുപ്പം, അറ്റാച്ച്മെന്റിനെ ഇല്ലാണ്ടാക്കാൻ വളരെ എളുപ്പം. ചെകിട്ട് നോക്കി ഒരു അടി തന്നാണ്. നമ്മളൊരാളെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് കൊടുക്കണം, ഭയങ്കര സ്നേഹം, അവ സംഭവട്ടോ, നമ്മൾ ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ നമുക്കിട്ടൊരു പണി തരും, ഒരടി കിട്ടി നമുക്ക്. അതോടുകൂടി അറ്റാച്ച്മെന്റ് അവസാനിച്ചു. ഇവൻ അച്ഛനമ്മ മക്കളാണെങ്കിൽ പോലും അങ്ങനെയാണ്. എന്നാലും ഇങ്ങനെ പണ്ട് ഞാനൊരു പരസ്യം, ഒരു ജ്വല്ലറുടെ പരസ്യം, വിശ്വാസത്തിന്റെ ഒരു വരി എഴുതിയപ്പോൾ അതിലൊരു വരി എഴുതി, മകൾ ഒളിച്ചോടിപ്പോയി, അച്ഛൻ എഴുതുകയാണ്, എന്നാലും മകളെ നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. അത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതാ വന്നു, ഈ വരാഹത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള പരസ്യ വരി അത് നോക്കൊക്കെ അറിയാം. അപ്പോ ഈ അറ്റാച്ച്മെന്റിനെ കളയണമെങ്കിൽ ഒരൊറ്റ അടി കിട്ടിയാൽ മതി. വരാഹം എന്താ ചെയ്തത്? കുറെ യുദ്ധമൊക്കെ ചെയ്തു ആ യുദ്ധത്തിന്റെ നീതിക്ക് വേണ്ടി. പക്ഷെ അവസാനം പാക്കത്തെ കാലിൽ ഇങ്ങനെ കുത്തി നിന്നു. നമ്മൾ കരുതുന്ന മാതിരി മനുഷ്യരൂപം എന്നല്ല, നല്ല അസല് പന്നിയാണ്. എഴുന്നേറ്റ് നിന്ന് മുന്നുകാലം ഒരൊറ്റ അടി കൊടുക്കുക. അങ്ങനെയാണ് പന്നികൾ ആക്രമിക്കുക. ഒന്നുമില്ല തേറ്റോണ്ട് കുത്തുക, അല്ലെങ്കിൽ മുൻകാലോണ്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. ഒരടി ചെകിട്ട് നോക്കിയിട്ട് ഹിരണ്യാക്ഷൻ സ്പോട്ടിൽ മരിച്ചു. വരാഹത്തിന്റെ മരണം അങ്ങനെയാണ് ഭാഗവതത്തിൽ, ചെകിട്ട് നോക്കി അടിച്ചു. അപ്പം നമുക്ക് അങ്ങനെ ഒരു അടി കിട്ടിയാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ അറ്റാച്ച്മെന്റ് ഒക്കെ. അങ്ങനെയാണ് നമ്മളെ അദ്ദേഹം പൊക്കണം. അഹങ്കാരം അങ്ങനെ മരിക്കില്ല. അഹങ്കാരം രാത്രിയും പകലും മരിക്കില്ല. വീടിന്റെ അകത്തും പുറത്തും മരിക്കില്ല. ദേവനോ മനുഷ്യനോ ഒന്നും അഹങ്കാരത്തിനെ നശിപ്പിക്കാനുള്ള കഴിവില്ല. അഹങ്കാരത്തിന് എങ്ങനെ നശിപ്പിക്കുന്നു ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ലോകത്തിൽ ഒരു വഴിയില്ല. അതാണ് ഹിരണ്യകശിപു. അതുകൊണ്ട് അതിതീവ്രമായിട്ടുള്ള സാധന കൊണ്ടുണ്ടായി വരുന്ന യോഗശക്തി കൊണ്ടാണ് അഹങ്കാരത്തിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മടിയിലിട്ടു, അതങ്ങട് അകത്തുമല്ല പുറത്തുമല്ല, രാത്രിയല്ല പകലല്ല അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ആകാശത്തല്ല ഭൂമിയിലല്ല, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. എന്നിട്ട് വധിച്ചു കളഞ്ഞു അഹങ്കാരത്തിന്. എന്നിട്ട് ആ അഹങ്കാരത്തിനെ ഒരു വരമായിട്ടത് കൊടുത്തിട്ടുണ്ട് ഒരാൾ. സ്രഷ്ടാവാണ് ഈ അഹങ്കാരത്തിന്റെ അടിസ്ഥാനം. ശരീരബോധം ഉണ്ടാക്കിയത് ആരാ? ബ്രഹ്മാവാണ്. ആ രക്താഭിഷിക്തനായിട്ടിരുന്നിട്ട് എല്ലാവരും അടുത്തു പോകാൻ മടിക്കുമ്പോൾ പ്രഹ്ലാദൻ മാത്രം അടുത്ത് ചെന്ന് സ്തുതിച്ചൊന്ന് അടങ്ങി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യം നോക്കുന്നത് പ്രഹ്ലാദനെ അനുമോദിച്ചു. ഇങ്ങനെ നോക്കി, എവിടെയാ ബ്രഹ്മാവ് നിൽക്കുന്നത്? കണ്ണോണ്ട് ഇങ്ങനെ നോക്കി വിട്ടു. ഇങ്ങോട്ട് വരാനാണ്. അടുത്ത് വന്ന് പേടിച്ച്, എന്താ മേലാൽ ഇങ്ങനത്തെ വരങ്ങൾ കൊടുക്കരുത്, ഇങ്ങനത്തെ വരങ്ങൾ മേലാൽ കൊടുക്കരുത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു രൂപം എടുക്കേണ്ടി വന്നത്. ആലോചിച്ചു നോക്കൂ, ശാന്തപ്രകൃതി, പരമപുരുഷൻ, പുരുഷോത്തമൻ, ജഗന്നാഥൻ, ആ ഭഗവാൻ മത്സ്യവും മാംസവും കൂട്ടുന്ന ഒരാളെ പോലെ, അത് പച്ച മാംസം, അവന്റെ കുടല്, അതിൽ അവന്റെ മലമൂത്രങ്ങളുണ്ട്, ഇതൊക്കെ കടിച്ചു കീറുന്ന ഒരു മഹാഭീകര രൂപം എടുക്കണമെങ്കിൽ ആ ദേവന്റെ ഭക്തവാത്സല്യം എത്രമാത്രമായിരിക്കും ആലോചിച്ചു. ശരിക്കു പറഞ്ഞാൽ ഹിരണ്യകശിപു ആണ് ഭഗവാന്റെ അവതാരത്തിന് കാരണം. പ്രഹ്ലാദനാണെന്ന് പറയാൻ പറ്റില്ല. ഹിരണ്യകശിപുവിനെ ഞാൻ എപ്പോഴും പറയും മഹാഭാഗ്യവാൻ.
മഹാഭാഗ്യവാനാണ്. അഹങ്കാരം നശിപ്പിക്കപ്പെടുമ്പോൾ ആ അഹങ്കാരം ശിവോഹം എന്നുള്ള അഹമായിട്ട് മാറും. ഞാൻ ഇന്ന ആള് എന്ന് പറയുന്നതിന് പകരം ഞാൻ ശിവോഹം, ഞാൻ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ തത്വമസി എന്നൊക്കെ പറഞ്ഞ മഹാവാക്യം എന്തർത്ഥമാണ് ആ അർത്ഥമാക്കി മാറ്റാൻ അഹങ്കാരത്തിനെ അതിലേക്ക് ഒരു ചുവട് കടത്തി അങ്ങോട്ട് മാറ്റുക എന്നുള്ള ഒരൊറ്റ പ്രക്രിയയാണ് നരസിംഹൻ ചെയ്തത്. ഈ ചെറിയ വിരലിലെ നഖം കൊണ്ട് ഒറ്റ കീറല. നിങ്ങളുടെ ഈ ഭാഗത്ത് തെയ്യത്തിന് 5ാമതൊരു കൈയിടും കുരുത്തോല കൊണ്ട്, വിഷ്ണുമൂർത്തിക്ക് അല്ലേ, വിഷ്ണുമൂർത്തിക്കല്ലേ സാറേ, വിഷ്ണുമൂർത്തിക്ക്. അതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതൊക്കെ പഴയ പ്രാചീനരായിട്ടുള്ള അവർ കണ്ടെത്തിയതാണ്. അതൊക്കെ വാമനനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു എന്താ പറയുക മാറ്റം അവിടെ വന്നു. അറിവ് യഥാർത്ഥത്തിലുള്ള മഹത്വം എന്താ? അത് വലിപ്പത്തിലാണോ? അല്ല. അഹങ്കാരം അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ജ്ഞാനം എന്താണെന്നുള്ളതാണ്. യഥാർത്ഥ ജ്ഞാനം ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. അതെങ്ങനെ കിട്ടും? ഭക്തൻ ആത്മനിവേദനം ചെയ്യണം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതാണ് അവസാനത്തെ ഏറ്റവും വലിയ ഭക്തി. അവനവനെ തന്നെ നിവേദിക്കുക, അവനവനെ കൊടുക്കുക ഭഗവാനെ. അങ്ങനെ ഒരു ഭക്തനെ ചെയ്തിട്ടുള്ളൂ മഹാബലി. അതുകൊണ്ടാണ് മഹാബലി ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഭക്തനാണ്. അവനവനെ എടുത്തു കൊടുത്തവനാണ് ബലി. അതിനു വേണ്ടിയിട്ട് ഒരു കൊച്ചു കുഞ്ഞായിട്ട് വന്നു. അവനെ കണ്ടാൽ വില പിടിക്കില്ല. ആ കുട്ടിയാണ് കിണ്ടിയിലെ ജലം വീഴ്ത്തി ദാനം കൊടുക്കുന്ന സമയത്ത് ആകാശം മുട്ട വളർന്ന് 3 അടി കൊണ്ട് പ്രപഞ്ചത്തിനെ മുഴുവൻ അളന്നു കളഞ്ഞു, അല്ലെ? 2 അടി കൊണ്ട്. ഇതം വിഷ്ണുർവിചക്രമേ ത്രയധാനി തഥേപദം. വിഷ്ണു സൂക്തത്തിലെ മന്ത്രമാണ്. ഭഗവാന്റെ സൂക്തം കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ഇനി തിരുമേനിമാർ ഉറക്കം ചെല്ലണമെങ്കിൽ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ നിങ്ങൾക്ക് ഈ വഴി. ഈ 3 പദങ്ങൾ കൊണ്ട് വിഷ്ണു പ്രപഞ്ചത്തെ മുഴുവൻ അടന്നു എന്ന് പറയുന്നത്. ആ അളന്ന് നിൽക്കണ ഭാവമാണ് ത്രിവിക്രമൻ. അതിന് കാരണമായ മൂലസ്വരൂപത്തിനെ വാമനൻ എന്ന് നമ്മൾ പറയുന്നു. വാമനൻ പറയണം എന്താ വെച്ചാൽ, നമ്മുടെ അഹങ്കാരം ചെറുതാകുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കും. അഹങ്കാരം ചെറുതാവണം. അഹങ്കാരം വലുതായാൽ നമ്മുടെ മനസ്സ് ചുരുങ്ങും. നമുക്ക് നമ്മളെ എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് സഹിക്കില്ല, എനിക്കത് ഇഷ്ടമല്ല, ഇതല്ലേ പറയുന്നത്. നേരെ മറിച്ച് അഹങ്കാരം ചുരുങ്ങി 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 ചെറുതാവുമ്പോൾ എന്താ, പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിൽ അഡ്ജസ്റ്റ് ആവും. ഇതാണ് 3 അടി അളന്നതിൻ്റെ അടിസ്ഥാനം. അത് കാണിച്ചു കൊടുത്താണ് ബലിക്ക്. അതുകൊണ്ട് അഹങ്കാരം ചുരുക്കുക, പ്രപഞ്ചത്തെ അവനവൻ്റെ ഉള്ളിൽ അറിയുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. വിഷ്ണു സഹസ്രനാമം തുടങ്ങണം എങ്ങനെയാ? ഓം വിശ്വം. വെറുതെ പറഞ്ഞല്ല, ഈ കാണായ വിശ്വമാണ് വിഷ്ണു. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം. കാണായ ഏറ്റവും വലിയ വിഗ്രഹം ഈ വിശ്വം. അതിനു മുമ്പ് പേരില്ല, രൂപമില്ല, ഗുണമില്ല, മണമില്ല, ഒരു ശബ്ദം കൊടുക്കണം. അതുകൊണ്ട് ഓം എന്ന് പറഞ്ഞ് തുടങ്ങി. ഇനി ഓം എന്ന് പറഞ്ഞിട്ടുള്ള നാദം ഒരു രൂപമായി വിശ്വം. അതിലേക്ക് പ്രവേശിക്കുന്നു ഈശ്വരശക്തി വിഷ്ണു. അത് പ്രവർത്തിച്ചു തുടങ്ങണു. വഷത്കാര പഞ്ചഭൂതങ്ങളായിട്ട് പിരിയണു, വിവിധ സൃഷ്ടികളാവണു. ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പോവുക. എത്രയോ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം സർവപ്രഹരണായുധ എന്ന് പറയുമ്പോൾ സംഹാരം സംഭവിക്കും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ മുഴുവൻ സഹസ്രനാമത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിശ്വം. അപ്പോൾ വാമനം പഠിപ്പിക്കുന്നതാണ് അഹങ്കാരം ചുരുക്കുക. എനിക്കറിയാം, ഞാൻ പറയുന്നത് മാത്രം ശരി, അത് ചുരുക്കുക. എന്നെ കൊണ്ട് സാധിക്കുന്നുള്ളതായിരുന്നല്ലോ മഹാബലിയുടെ അഹങ്കാരം. എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ദാനോ എന്നാ ചിന്തിച്ചല്ലേ, അത് അങ്ങോട്ട് ന്വേരിച്ച് മടക്കി പൊടിച്ചു കൊടുക്കും. അതപ്പോൾ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ഈഗോ, അഹങ്കാരം ചെറുതാകുമ്പോൾ ഹൃദയം വിശാലമാവും. ഹൃദയം വിശാലായ ഹൃദയം, അവനിരിക്കുന്ന സ്ഥലം, അതാണ് ഹൃദയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭഗവാൻ ഇരുന്ന വിശ്വം മുഴുവൻ ഹൃദയത്തിലിരിക്കും. അത് കഴിഞ്ഞാൽ പരശുരാമൻ വരുന്നു. പരശുരാമൻ ജനങ്ങളെ അല്ല കൊല്ലുന്നു. പരശുരാമൻ കൊല്ലുന്നത് അഹങ്കാര രൂപികളായിട്ടുള്ള നമ്മുടെ ആന്തരിക ക്ഷത്രിയരാണ്. ക്ഷത്രിയത എന്ന് പറഞ്ഞാൽ അധികാര ചിഹ്നം. അധികാരം എവിടുന്നാ വരണത്? അധികാരത്തിൻ്റെ പ്രോഡക്റ്റ് എന്താ? അഹങ്കാരം. എന്നെ കൊണ്ട് സാധിക്കും, ഞാനാണ് അവിടെ അത് പണിതത്, ഞാനാണ് ഇങ്ങനെ ചെയ്തത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ സ്വത്തൊക്കെ, ഞാനാണ് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെയുള്ള നമ്മുടെ അകത്തുള്ള ചിന്തകൾ നാളെ ആ കുടുംബത്തിൽ ഒരു വ്യക്തിയോ ആ ദേശത്തുള്ള ഒരു വ്യക്തിയോ നമ്മളെ മാനിക്കില്ല എന്ന് കണ്ടാൽ അവരോടുള്ള വൈരാഗ്യമായും ശത്രുതയായിട്ടും അത് വരും നമ്മുടെ അകത്ത്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഒരു വിഷമിടും. പരശുരാമൻ 21 വട്ടം സംഹരിച്ചത് അകത്ത ശത്രുക്കളെ.
വിസ്തരിച്ച് പറയാൻ കുറേ ഉണ്ട്. പരശുരാമന്റെ തത്വം പറയുമ്പോൾ ജമദഗ്നി ആരാന്ന് പറയണം, രേണുക ആരാന്ന് പറയണം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരാരാന്ന് പറയണം. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഭാഗവതം എന്ന് പറഞ്ഞാൽ വെറും കഥയല്ല, എന്റർടൈൻമെന്റിന്റെ. സപ്താഹം എന്റർടൈൻമെന്റ് കേൾക്കാനും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരലല്ല, യൂണിഫോം സാരി എടുത്ത് വരലല്ല, അമ്മമാരെ പറയല്ല, ഞാൻ പറയും അതല്ല. ഭാഗവതം അവനവനെ കണ്ടെത്താനുള്ള അമൃതാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ കഥയ്ക്കും ആധ്യാത്മികാർത്ഥം വളരെയധികമാണ്. നമ്മൾ വെറുതെ ഒരു സ്വപ്നം കണ്ടാൽ പോലെ രാവിലെ എണീച്ചിട്ട് ആലോചിക്കും, ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അപ്പോഴാണ് സമാധിയുടെ ദശയിൽ ഇരുന്നിട്ട് കണ്ട് ഈ ഋഷിമാരെഴുതിയതിൻ്റെ അർത്ഥം ചിന്തിക്കേണ്ട കഥ മാത്രമായിട്ട് അത് വിഴുങ്ങണത്. എന്നിട്ട് ഓരോ പൊട്ടന്മാർ ടി വിയിൽ ഇരുന്നിട്ട് പറയും ഇതൊക്കെ വെറും കഥ മാത്രമാണെന്ന് അതിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ എല്ലാം കഥയാടോ. ഞാൻ അവിടെ വന്നു, ശരത്ത് വന്നു, തലവേൽ ദൈവത്താർ ക്ഷേത്രത്തിൽ, പുണ്യപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ശരത്ത് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി. അത് കഥയല്ലേ? ഞാൻ ഇത്ര നേരം പറഞ്ഞ മുഴുവൻ കഥയല്ലേ? ഇന്നിപ്പോൾ ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ ജീവിതം കഥയല്ലേ? നാളെ നമ്മളൊക്കെ കഥയാവില്ലേ? ഇപ്പൊ ഈ നിമിഷമല്ലേ നമ്മളുള്ളൂ, ഇതേ ഉള്ളൂ. ഇതുപോലെ ഇവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഇന്ന് കഥയാണ്. ആ അർത്ഥത്തിലാണ് പരീക്ഷത്തെ ഇതൊക്കെ വാഗ്വിലാസമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നിനക്ക് തത്വമായിട്ട് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞത്. കാരണം ശുഗമഹർഷി എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനാ, അദ്ദേഹത്തിന് എല്ലാം കഥയാണ്. ജീവിച്ചിരിക്കുന്നത് പോലും കഥയായിട്ടേ തോന്നുള്ളൂ ബ്രഹ്മനിഷ്ഠന്. ബ്രഹ്മത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഇതുപോലും റിയൽ അല്ല, ഇതുപോലും റിയൽ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ നശിച്ചവന് എന്ത് അച്ഛൻ, എന്ത് അമ്മ, എന്ത് ഭാര്യ, എന്ത് മക്കള് തിരിച്ചറിയ പോലും ഇല്ല. അപ്പൊ എന്തിലോ ഒരു കൊളുത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെയാണ് ഈ കഥ എന്ന് പറയുന്നത്. ആ കൊളുത്ത, ആ കഥയിലാണ്. ആ കഥ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഭാഗവതം മനസ്സിലാവുള്ളൂ. അപ്പൊ പരശുരാമൻ വൈരാഗ്യത്തെ പഠിപ്പിക്കുന്നു, വിരാഗത. ഒരു കാര്യം ഇങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ ശാഠ്യമാണ് രാഗം. അത് നടക്കാണ്ട് വന്നാൽ നമുക്കങ്ങോട്ട് സഹിക്കില്ല. അതിപ്പോ ദ്വേഷം. ഇതാണ് രാഗവും ദ്വേഷവും. അത്രയും സിമ്പിളാണ്. ഇങ്ങനെ നടക്കണം, നടന്നില്ല ഈ ദേഷ്യം, അല്ലെങ്കിൽ അങ്ങനെ നടക്കരുത് എന്നുള്ള നിർബന്ധം. എങ്ങനെയാണെങ്കിലും ഒരു ആഗ്രഹം, അങ്ങനെ അതിന് വിപരീതമായിട്ടുണ്ടായ ദ്വേഷം. അപ്പോൾ അതിനെ അങ്ങോട്ട് ആ ആണിക്കല്ലിൻ്റെ അവിടുന്ന്, വേരിൻ്റെ അവിടുന്ന് മഴു വെച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 വെട്ടി. ആരാ വെട്ടാനുള്ള മഴു കൊടുത്തത്? സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള മഹാദേവൻ. അത് മഴു മുഴുവൻ കൊടുത്തില്ല, ഒരു കഷ്ണേ കൊടുത്തുള്ളൂ. ഗണ്ഡപരശു. ബാക്കി കഷ്ണം മൂപ്പരേ തന്നെയുണ്ട്. മഴുവിന് 2 അറ്റാ ശരിക്കും. നമ്മൾ വരയ്ക്കുമ്പോൾ പരശുരാമനെ 2 അറ്റുള്ള മഴു കൊണ്ട് വരയ്ക്കും. പക്ഷെ നരനാരായണന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ശിവന്റെ പരശു മുറിഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം ഭഗവാന്റെ കയ്യിൽ, മറു കഷ്ണം പരശുരാമനും കൊടുക്കുകയും ചെയ്യും. അത് യോഗവിദ്യ, സാധനയാണ് ആ മഴു. സാധന കൊണ്ട് വൈരാഗ്യം വരുത്തുകയാണ്. വെട്ടി വെട്ടി എല്ലാ അറ്റാച്ച്മെന്റുകളെയും വെട്ടി വെട്ടി. അതായത് നമുക്ക് നരസിംഹം എന്നുള്ള അവതാരം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരമൊക്കെ ഒരു സെക്കൻഡ് കിട്ടി. പക്ഷേ ഒരിക്കൽ കിട്ടി പറഞ്ഞിട്ട് അത് എപ്പോഴും നിൽക്കില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ നിരന്തരാഭ്യാസമാണ്. എത്ര വലിയ യോഗിയാണെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്തോളണം. പുതിയ പുതിയ പ്രലോഭനം വരും. അപ്പൊ പരശുരാമനെ ഇറക്കി വിടണം. മാത്രമല്ല സിദ്ധികൾ വരുമ്പോൾ അഹങ്കാരം വരും. അതുകൊണ്ടാണ് നരസിംഹം വരുന്നതിന് മുമ്പ് പരശുരാമൻ വരാത്തത്. സിദ്ധി വരുമ്പോൾ അഹങ്കാരം വരും. ഞാൻ സംഭവമായി. ആധ്യാത്മികതയിലുള്ള അഹങ്കാരമാണ് ഏറ്റവും വലിയ അഹങ്കാരം. ജീവിതത്തിൽ പിന്നെ അഹങ്കരിക്കാൻ കുഴപ്പമില്ല. ആധ്യാത്മികതയിൽ അഹങ്കാരം വന്നാൽ കഴിഞ്ഞു. ആ അഹങ്കാരം എവിടുന്നാ തുടങ്ങണമെന്ന് ഞാൻ അമ്മമാർക്കൊക്കെ പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലത്ത് പാലക്കാട് പുത്തൂര് ക്ഷേത്രത്തിൽ ഇന്ന് അവിടെ വേലയാണ്. അവിടെ ഈ സഹസ്രനാമം ചെല്ലുമ്പോൾ അമ്മമാർ ചിലർ കാണും. എൻ്റെ അമ്മയൊക്കെ പോയിരിക്കും വായിക്കാൻ. അപ്പോൾ ഈ വായിക്കുന്ന സമയത്ത് അന്നൊക്കെ ഈ ലളിതാ സഹസ്രനാമം ഇവിടെ സാധാരണ ആൾക്കാർ വായിച്ച് തുടങ്ങി വരുന്ന ഒരു കാലമാണ്. 80കളുടെയൊക്കെ ഒരു മിഡിലാണ് ഇവിടെ ലളിതാ സഹസ്രനാമം ഇങ്ങനെ മാതൃസമിതികളൊക്കെ പോലെ കൂട്ടായിട്ടിരുന്നിട്ട് ജപിച്ചു കൊടുക്കണം. അപ്പം ഇത് തപ്പിത്തടഞ്ഞിട്ടൊക്കെ വായിക്കാം. അപ്പം മാതാമൃതാനന്ദമയി മഠത്തുനിന്നുള്ളൊരു പുസ്തകമാണ് എല്ലാവരുടെ കയ്യിലും. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാണ്ട് അക്കാലത്ത് പാഠം നോക്കി ചെയ്തൊരു പുസ്തകമായിരുന്നു. അപ്പം ഇതിങ്ങനെ വായിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ ഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചിതഗ്നി കുണ്ട സംഭൂത കിട്ടില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് പാവം കണ്ണട നീങ്ങിയതുകൊണ്ടോ എന്തായിരിക്കും. അപ്പം തെറ്റുമ്പോൾ എന്താ, എല്ലാവരുടെയും തെറ്റാണ്. തെറ്റുമ്പോൾ ഉടനെ ഇതിലെ ചില പണ്ഡിത ശ്രേഷ്ഠകൾ ഇട്ടൊരു നോട്ടം നോക്കും. അവിടെ കഴിഞ്ഞു ആധ്യാത്മികത. ഡൂൺ. നമുക്ക് ഒരധികാരവും ഇല്ല. നമ്മൾ ആ സമയത്ത് അത് തുടർന്നു പോവുക.
ശ്രദ്ധ മാറാതെ അതിനുശേഷം ആ വ്യക്തിയെ അടുത്ത് വിളിച്ച് വേറെ ആ വ്യക്തിക്ക് 10 പേരുടെ മുന്നിൽ അപമാനമാവാത്ത വിധത്തിൽ ഇങ്ങനെയാണ് കേട്ടോ, ഒരു കാര്യം ചെയ്താൽ മതി, ഒറ്റ ശ്വാസത്തിൽ പറയണ്ട, ശ്വാസം ഇടയ്ക്കൊന്ന് എടുത്ത് വായിച്ചാൽ ആ വാക്ക് മുഴുവൻ പറയാൻ കിട്ടും. നമ്മുടെയൊക്കെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടേ നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പുതുമുഖാണെങ്കിലും സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചു പറയില്ല, തെറ്റാണെന്ന് വിളിച്ചു പറയില്ല, അടുത്ത് ചെല്ലും, മെല്ലെ ബട്ടൺസൊക്കെ പിടിക്കും, എങ്ങനെ നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒരു ടേക്ക് കൂടെ പോവാ എന്നിട്ട് ചോദിക്കും. അപ്പോൾ എന്താ എത്ര സുഖാറിയോ അത് വർക്ക് ചെയ്യാൻ. ആരെയും അപമാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആധ്യാത്മികതയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. 10 ദിവസം ജപിക്കുമ്പോഴേക്കും എനിക്ക് സിദ്ധി കിട്ടി, ഞാൻ വെളിച്ചം കണ്ട്, നീല കളർ കണ്ട്, കൃഷ്ണനെ കാണുകയാണല്ലേ ശരത്തേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരും ഇടയ്ക്ക്. ഞാൻ പറയും ചിലപ്പോൾ ആയിരിക്കും, പറയാൻ പറ്റില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അല്ലാന്ന് ഞാൻ പറയില്ല. അല്ലാന്ന് പറഞ്ഞാൽ വിഷമം വരും. നമുക്ക് നോക്കാം, നമുക്കൊരു മാസം നോക്കാം. ഒരു മാസം മുഴുവൻ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മഞ്ഞയാവുണ്ടോ, ക്രമം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചക്രങ്ങളിലെ വെളിച്ചായിരിക്കും കാണുന്നത്. മനസ്സ് വീഴ്ത്തരുത്. അഹങ്കാരം ആ വ്യക്തിയിലും ഉണ്ടാവരുത്, പറഞ്ഞു കൊടുക്കണം നമ്മളിലും ഉണ്ടാവരുത്. ഈ വിധത്തിൽ വേണം ഇത് കൊണ്ടുപോകാൻ. അങ്ങനെ പരശുരാമൻ്റെ വന്നു കഴിഞ്ഞാൽ സിദ്ധി വന്ന ഒരാളാണ് നരസിംഹത്തിനെ കണ്ടാണ്. അത് കഴിഞ്ഞ് വന്ന ആധ്യാത്മികമായിട്ടുള്ള അഹങ്കാരത്തിന് മുഴുവൻ വെട്ടി 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 കൂട്ടി സമന്തപഞ്ചകത്തിൽ എറിഞ്ഞു കളഞ്ഞാൽ അവൻ പിന്നെ പുരുഷോത്തമനായി. അവന് പുരുഷോത്തമനാവാനേ പറ്റുള്ളൂ. അവന് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് തന്നെ. അപ്പോഴാണ് ശ്രീരാമൻ്റെ അവതാരം സംഭവിക്കുന്നത്. ഓരോ ചുവടും ചിന്തിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും ആ ബ്രഹ്മവിദ്യ പോവാതെ സ്പർശത്തോടുകൂടി എല്ലാം ഈശ്വരനായി കണ്ട് മെല്ലെ മെല്ലെ ഭഗവാന്റെ ജീവിതം. ഭഗവാൻ കൃഷ്ണനെ പോലെ ചാടി പറിഞ്ഞ് നടക്കുന്ന ആളാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ മൂർത്തിഭാവമാണ് രാമൻ. രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്രഹ്മം എന്ന വേദത്തിൽ. ദശരഥൻ തൻ്റെ മൂത്ത മകനെ പേരിട്ടു എന്നുള്ളൂ. രാമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദം, അതിൽ നിന്ന് ഉണ്ടാവണം ആനന്ദം. അതുകൊണ്ടാണ് ഹരേ രാമ മന്ത്രം തലതിരിച്ച് ചെല്ലരുത്. ആദ്യം ബ്രഹ്മം വേണം, പിന്നെ ആനന്ദം വരാവും. മന്ത്രാക്ഷരങ്ങളുടെ താന്ത്രികമായിട്ടും അത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ തലതിരിച്ചിട്ടാണ് ചെല്ലണം. അത് കൃഷ്ണനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് പറയും ചിലർ. അത് നമ്മുടെ കുഴപ്പമാണ്. നമുക്കാണ് ഒരു വ്യക്തിയായിട്ട് ദേവതകളെ കാണുന്ന സ്വഭാവമുള്ളത്. അങ്ങനെയുള്ളവൻ എത്തും ഒരു പരിധി, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കില്ല. അപ്പോൾ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിനൊരു രൂപം, പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സത്യത്തെ തിരിച്ചറിയണത് പ്രപഞ്ചത്തിനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു താളം കാണാം, ഒരു താളം. ആ താളത്തിന് നിലനിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്, അതിനെ ധർമ്മം എന്ന് പറയും. ആ ധർമ്മത്തിനൊരു രൂപം കൊടുത്താൽ അത് ഈ പുരുഷോത്തമനായി. കാരണം ധർമ്മമായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ സ്വാർത്ഥത പാടില്ല. ശ്രീരാമനിൽ എവിടെയാണ് സ്വാർത്ഥത? എന്തെങ്കിലും സ്വാർത്ഥമായിട്ട് ആ ഭഗവാനിൽ കാണാൻ സാധിക്കും? ഒന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ശാന്തത ഭഗവാനിൽ കാണാം. നമ്മുടെ കാലഘട്ടത്തിൽ ശാന്തനാവുക പറഞ്ഞാൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അർത്ഥം. പക്ഷെ ശാന്തതയാണ് യഥാർത്ഥ ശക്തി. യഥാർത്ഥ ശാന്തനാണ് ഏറ്റവും വലിയ ധീരൻ. അത് അവനവനെ തിരിച്ചറിയുന്നതിൽ കൂടെ വരേണ്ട ശാന്തതയാണ്. അല്ലാണ്ട് ചോമ്പേരിത്തരം എന്ന് പറയും നാട്ടിൻ ഭാഷയിൽ, ഞങ്ങളുടെ അവിടെയൊക്കെ. ഒന്നിനും കൊള്ളാണ്ട് മണ്ണും ചാണകം അല്ലാണ്ടിരിക്കുക. ആള് ശാന്തനാ, ഒരു കുഴപ്പമില്ല, ഒരു ഉപദ്രവവും ഇല്ല. അതല്ല ശാന്തത, അക്ഷോഭ്യത. ആ ശാന്തരിൽ വെച്ച് ഏറ്റവും വലിയ ശാന്തൻ നമുക്കറിയാം. കേട്ടാൽ നിങ്ങൾ ചിരിക്കും, പക്ഷെ സത്യം അതാണ് മഹാദേവൻ. മഹാദേവനെ പോലെ ശാന്തനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഭഗവാനിൽ ഉണ്ടാവുന്ന രോഷത്തിൻ്റെ കണിക അദ്ദേഹത്തിന് വേണ്ടിയുള്ള രോഷമല്ല, ധാർമ്മിക രോഷം എന്ന് പറയും. അതേ രോഷമാണ് കാളിയിൽ കാണുന്നത് നമ്മൾ. അവൾക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെടുന്നില്ല. നിങ്ങൾ അവൾക്ക് പട്ട് കൊടുത്തില്ല, പായസം കൊടുത്തില്ല എന്ന് പറഞ്ഞൊന്നും അവൾക്ക് ദേഷ്യം വരില്ല. പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ നശിപ്പിക്കണം എന്തെങ്കിലും ഒരു പണി ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നവരെ ദ്രോഹിച്ചു നോക്കൂ, അപ്പം അവളുടെ ദേഷ്യം എന്താണെന്ന് അറിയും. അതുകൊണ്ട് ശ്രീരാമൻ എന്നുള്ള സങ്കല്പത്തിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഉത്തുംഗതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, ബ്രഹ്മഭാവനയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മൾ ഒരിക്കലും നമ്മുടെ കളിപ്പാട്ടം പൊട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയില്ല. കളിപ്പാട്ടം പൊട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരയില്ല. കാരണം കളിപ്പാട്ടം ഒരു മായയാണ്. ഇന്ന് കുറച്ചു നേരം ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കൊടുത്താൽ കുട്ടി എത്ര ദിവസം വെച്ച് കളിക്കും? അവൻ അതിൻ്റെ മടുപ്പ് വരണവരെ കളിക്കും. അത് കഴിഞ്ഞാൽ പുതിയൊരു കളിപ്പാട്ടം കിട്ടി ഇത് അവിടെ ഇടും, അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ അടുത്ത പോകും. ഇത്രയേ ഉള്ളൂ മായ. ശ്രീരാമൻ്റെ ജീവിതം ഇതുപോലെയാണ്. ഭഗവാന്റെ ജീവിതത്തിൽ അതുകൊണ്ടല്ലേ വെറൈറ്റികൾ കാണില്ല. ഒക്കെ ഒന്ന് എല്ലാം വളരെ ചിട്ട സ്ട്രക്ചേർഡായിരിക്കും. ഒരു കടലാണ്.
അതിലേക്കൊക്കെ ഇറങ്ങാൻ നമുക്ക് ധൈര്യമില്ല. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാസമുദ്രമാണ്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ആ മായയെ നശിപ്പിക്കുന്ന ആനന്ദം, മായയെ ഇല്ലാണ്ടാക്കണ ആനന്ദം എന്താണെന്ന് ചോദിക്കുന്നു. അത് ചോദിക്കുന്നതിന് കൃഷ്ണൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അത് പരിപൂർണമായിട്ടുള്ള ആനന്ദം, സച്ചിദാനന്ദ കട്ട എന്ന് ആഞ്ഞൻ തിരുമേനി പറഞ്ഞിരുന്ന ആ വാക്കാണത്. സച്ചിദാനന്ദ കട്ട, അത് ആനന്ദം ഒരു രൂപം എടുത്ത് നിന്നാണ്. അതുകൊണ്ടാണ് തേജോ നിബിഡതരകളായ ആവലി ലോഭനീയം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളപ്പൂക്കളുടെ നിറങ്ങളുടെ അകത്ത് ഈ സച്ചിദാനന്ദം നിൽക്കണതാണ് കാണുന്നത്. ഏതൊരു സച്ചിദാനന്ദത്തിനെയാണോ സാന്ദ്രാനന്ദം തുടക്കത്തിൽ പറഞ്ഞത്, അത് കാണാറാക്കി. അത് ആനന്ദം. കൃഷ്ണനെ കുറിച്ച് എന്താ പറയുക വെച്ചാൽ വേറെ ഒന്നും പറയാനില്ല. ആനന്ദം, ആനന്ദം, ആനന്ദം. ആ ആനന്ദത്തിനൊരു സ്ത്രീഭാവം കൊടുത്തിരിക്കുന്നു രാധ. അതുകൊണ്ടാണ് രാധയും കൃഷ്ണനും ഒന്നാണ്. അവർ തമ്മിൽ വ്യത്യാസമില്ല. അവരെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ കിടന്നിട്ട് വിരഹമൊക്കെ പറയുന്നു, അതിലൊരു വിരഹവും ഇല്ല. ദേ ആർ ഓൾവേസ് ടുഗദർ, ദേ ആർ ഓൾവേസ് ഹാപ്പി. ഒരു വസ്തു ആനന്ദം, 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 വേറെ ഒന്നുമില്ല. ഭഗവാനെ കുറിച്ച് പറയാൻ ആ വാക്കില്ല, ആനന്ദം മാത്രം. അതാണത്. ആനന്ദം മാത്രമായിട്ട് നിൽക്കുമ്പോഴും ജ്ഞാനം കൂടെ വേണം, ശുദ്ധമായിട്ടുള്ള അറിവ് വേണം. ആ അറിവ് കൊണ്ടാണ് ഈ ആനന്ദം കിക്കായിട്ട് നിൽക്കുക, ഉന്മത്തമായിട്ട് നിൽക്കും എപ്പോഴും. ആ അറിവിന് മായയുടേതായിട്ടുള്ള ഒരു രൂപത്തിന് ഇഷ്ടമല്ല, അത് വെട്ടിപ്പൊളിച്ചു കളയും. എങ്ങനെയാണോ വരാഹം മറ്റേ കൊമ്പ് വെച്ച് പൊളിക്കണം, അതുപോലെ ഇവിടെ കലപ്പ വെച്ചിട്ട് ഉള്ളും മനസ്സിനെ. ആ ആളെ നമ്മൾ ബലഭദ്രൻ എന്ന് പറയും. ബലരാമൻ ശുദ്ധജ്ഞാന രൂപിയാണ്. നിങ്ങൾ കേൾക്കും, വരുന്ന ദിവസം ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ വരും. ബലരാമൻ തീർത്ഥാടനത്തിന് പോകുമ്പോൾ നൈമിഷാരണ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ സൂതൻ വലിയൊരു ഉയർന്ന കസേരയിൽ ഇരുന്നിട്ട് പുരാണ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കില്ല. ഭഗവാൻ പോയിട്ട് വാളെടുത്തിട്ട് അവൻ്റെ തലവെട്ടി വിടും. അതായത് ഭാഗവതം പറഞ്ഞ ആചാര്യൻ്റെ തലവെട്ടി കളയും. അപ്പം പറയും, എന്ത് പാവാണ് അങ്ങ് ചെയ്തത്? മഹർഷിമാർ ചോദിക്കും, ഞാൻ എന്ത് പ്രായശ്ചിത്താച്ചാ ചെയ്യാറ്? വളരെ കൂളായിട്ട്. അപ്പോൾ പറയും, അവൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കാൻ പറയും. അപ്പം അവൻ്റെ മക്കൾക്കൊക്കെ അനുഗ്രഹം കൊടുത്തിട്ടാണ്, അതിന് പ്രായശ്ചിത്തായിട്ടാണ് ബലരാമൻ തീർത്ഥാടനത്തിന് പോണത്. മഹാഭാരത യുദ്ധകാലത്ത് ഭഗവാൻ തീർത്ഥാടനത്തിന് പോയി എന്ന് പറഞ്ഞതാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബാലിശമായ കഥയായിട്ട് എന്താ അങ്ങനെ? ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിന് കഥ എന്ന മായ പോലും സഹിക്കാൻ പറ്റില്ല. നമ്മളിവിടെ കഥ എന്ന് പറഞ്ഞ മായയെ കുടുങ്ങി കിടക്കുന്നു. കഥ എന്ന മായ പോലും ശുദ്ധജ്ഞാനത്തിന് കുടുങ്ങി കിടക്കാൻ പറ്റില്ല. അത് സദാ ബ്രഹ്മാനന്ദമാകണ മദ്യം കഴിച്ച് കിക്കായിട്ട് നടക്കുകയാണ്. ബലരാമൻ സദാ മദ്യപിച്ചിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സദാ മദ്യപിച്ചിട്ടാണ്. സംഘർഷണമൂർത്തിയാണെന്ന് പറഞ്ഞതിന്റെ കാരണമാണ് സംഹാര സ്വഭാവം കൂടും ശുദ്ധജ്ഞാനത്തിന്. ശുദ്ധജ്ഞാനമൂർത്തിയല്ലേ സംഹാരകൻ? ആര്? മഹാദേവൻ. ആ മഹാദേവൻ തന്നെയല്ലേ സംഘർഷണൻ? ആ മഹാദേവൻ തന്നെയല്ലേ ബലഭദ്രൻ? സൂക്ഷിച്ചു നോക്കൂ. നീലപ്പട്ടുടുത്ത് കാലഭൈരവന്റെ രൂപത്തിൽ നിൽക്കുന്നത് ആരാ? കൃഷ്ണൻ നീലപ്പട്ടുടുക്കില്ല, ബലരാമനാ നീലപ്പട്ടുടുക്കുക. ബലരാമന്റെ നിറം എന്താ? വെള്ള നിറം. മഹാദേവന്റെ നിറം എന്താ? വെള്ള നിറം. തത്വമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാണ്ട പദ്ധതിയല്ല. വൈഷ്ണവൻ ബലരാമനായിട്ട് കാണാം, ഗൗഡീയ വൈഷ്ണവനത് ബലരാമനാവും, അല്ലെങ്കിൽ ശൈവനത് ശിവനാണ്. തത്വമാണ്, ശുദ്ധജ്ഞാനമാണ്. അപ്പൊ ആ ശുദ്ധജ്ഞാനം ഈ ആനന്ദത്തിൻ്റെ ഒപ്പം സദാ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ചേട്ടനും അനിയനും പിരിയേയില്ല. ആനന്ദവും അറിവും എപ്പോഴും ഒപ്പമാണ് യാത്ര. രാമ കൃഷ്ണ ബ്രഹ്മ ആനന്ദ എപ്പോഴും ഒപ്പമായിരിക്കും. സാഖ്യ യോഗ, സാഖ്യച്ച ജ്ഞാനം, ശുദ്ധജ്ഞാനം ബലരാമൻ, യോഗം കൃഷ്ണൻ. സാഖ്യവും യോഗവും മനുഷ്യരായിട്ട് ജനിച്ചു എന്നാ പറയും അവരെ രണ്ടുപേരും. ബുദ്ധനാണെങ്കിലും, ഇനി ബലരാമന് പകരം ബുദ്ധനെ പറയുന്ന സിസ്റ്റാണെങ്കിലും, അതിലും നമുക്ക് അറിവ് ശുദ്ധജ്ഞാനം എന്ന് പഠിക്കാം. ഇനി കൽക്കി എത്തുമ്പോഴോ രൂപമില്ല. നമ്മളിന്നും കൽക്കിയെ കണ്ടിട്ടില്ല. കുതിരപ്പുറത്താ സഞ്ചരിക്കുക, കയ്യിൽ വാളുണ്ടാവും എന്ന് പറയുന്നത്. കുതിര വെച്ചാൽ പ്രാണൻ, വീണ്ടും സഞ്ചരിക്കുന്ന പ്രാണനാണ് കുതിര. വാള് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈരാഗ്യ ബുദ്ധി. അപ്പോൾ ബ്രഹ്മം കാണാത്ത, ഇനിയും ജനിക്കാത്ത, നമുക്ക് അയോനിജൻ, അജൻ, ജനിക്കാത്തവൻ ആരാ? ബ്രഹ്മം. കൽക്കി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നാ പറയണത്. ഈ ദശാവതാരങ്ങളെ മുഴുവൻ ആരാധിക്കാൻ 10 സിമ്പിൾ വിദ്യ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. ലിസ്റ്റേ ഉള്ളൂ, 1 മിനിറ്റ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, കൽക്കിയുടെ വരവ് എന്ന് പറയുന്നത് ലോകം നശിപ്പിക്കാനോ പ്രളയം ഉണ്ടാക്കാനോ അല്ല. ലോകത്തെ നശിപ്പിക്കുന്ന യഥാർത്ഥ ബ്രഹ്മജ്ഞാനത്തെ, യഥാർത്ഥ സ്വരൂപത്തെ, നമ്മുടെ അകത്തുള്ള യഥാർത്ഥ സ്വരൂപത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെ പുറത്തുണ്ടോ മായയിൽ,
അത് മുഴുവൻ ആത്യന്തികമായിട്ട് നശിപ്പിക്കാനാണ് കൽക്കിയുടെ വരം. ഗൾഗി എന്നാണ് സംസ്കൃതം ശരിക്കും. കാരണം ശമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഭഗവാൻ ജനിക്കും, വരാൻ പോകുന്നൊരു കാലത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങൾ കൊണ്ട് ഈ ഓരോ അവതാരത്തിനെയും എങ്ങനെ ആരാധിക്കാമെന്ന് ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വല്ലാണ്ട് പടയ്ക്കുമ്പോൾ, സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ പടയ്ക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒന്ന് മാറിയിരുന്നിട്ട് ശാന്തമായിട്ട് ശ്വാസം എടുക്കുക, എന്നിട്ട് ഇത് ചെയ്താൽ നിങ്ങൾ മത്സ്യത്തെ ഉപാസിച്ചു. നിങ്ങളൊരു മന്ത്രവും ചെല്ലണ്ട, നിങ്ങൾക്ക് മത്സ്യത്തെ കിട്ടി. മത്സ്യാവതാരത്തെ ഉപാസിക്കുന്നതിന് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അനുഭവത്തിൽ വരും. അല്ലാണ്ട് ഞാൻ മന്ത്രം പറഞ്ഞു സ്തോത്രം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ പറഞ്ഞൊരു എക്സാമ്പിൾ, എന്താ മധുരം എന്ന് ചോദിച്ചാൽ ആ മധുരം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് എത്ര പുസ്തകം വായിക്കാൻ കൊടുത്താലും എത്ര പ്രഭാഷണം കേൾപ്പിച്ചാലും മനസ്സിലാവുമോ? വീട്ടിലേക്ക് വിളിക്കുക, അടുക്കളയിൽ കൊണ്ടുപോവുക, പഞ്ചസാര പാത്രം എടുക്കുക, ഒരു സ്പൂൺ എടുത്ത് പഞ്ചസാര എടുത്തിട്ട് വായിലിട്ട് കൊടുക്കുക, കിട്ടിയോ? കിട്ടി. അതാണ് മധുരം. അത്രേ വേണ്ടൂ. അതിനാണ് നമ്മൾ ഈ പടാപ്പാടൊക്കെ പടർന്ന് ഈ കോഴ്സൊക്കെ ചേർന്നത്. മനസ്സിലായോ? അപ്പോൾ ശ്വാസം എടുക്കുക, ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾ മത്സ്യത്തെ ഉപാസിച്ചു. കണ്ണടയ്ക്കുക, വേണ്ടാത്തത് കാണാതിരിക്കുക. ചെവി അടയ്ക്കുക, വേണ്ടാത്തത് കേൾക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് കൂർമ്മത്തെ കിട്ടി. ആരെങ്കിലും വേറൊരാളെ കുറ്റം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിവൃത്തിയിൽ എണീച്ച് പോകാന്നുണ്ടെങ്കിലും മനസ്സിനെ ഭഗവാങ്കലേക്ക് കൊണ്ടുവരിക. കൂർമ്മത്തെ കിട്ടി. അത്യാഗ്രഹത്തെ നിങ്ങൾ നിയന്ത്രിച്ചാൽ വരാഹത്തെ നിങ്ങൾ ഉപാസിക്കും. വരാഹം നമ്മുടെ അതിയായ ആഗ്രഹങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത, കാരണം പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പറയാറുണ്ട്, ഭഗവാനെ എനിക്കിത് വേണം, ഞാൻ അതിനാണ് ഈ വഴിപാട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞോളൂ. അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. പക്ഷെ ലാസ്റ്റ് ഒരു വരി പറയണം, എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ മാത്രം എൻ്റെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് ഭഗവാനെ എനിക്ക് തന്നാൽ മതി. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി തന്നില്ലെങ്കിലും അത് അനുഗ്രഹമായിട്ടായിരിക്കും ഞാൻ കാണുക. കാരണം ചില പ്രാർത്ഥനകൾ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കില്ല. ചിലർക്ക് മക്കൾ ഉണ്ടാവില്ല എത്ര പ്രാർത്ഥിച്ചാലും. ഇനി അവർ എന്തെങ്കിലും മന്ത്രവാദം കൊണ്ട് കുട്ടികളുണ്ടായി, ആ കുട്ടികൾ പിന്നെ അവരെ വയസ്സുകാലത്ത് കൊല്ലാക്കൊല ചെയ്യണം മക്കളായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രകൃതി ആദ്യമേ അവരുടെ കൂടെ കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ പിടിച്ചു വാങ്ങണം. അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനെ അർഹതയുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരണം. ഇനി എനിക്ക് എന്താ പറയുക, അർഹതയില്ലെങ്കിൽ അവിടെ തന്നില്ലെങ്കിലും അതും അങ്ങയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുമെന്ന് പറയുമ്പോൾ ഭഗവാനുള്ള സന്തോഷവും റിലീഫും എത്രയായിരിക്കും അറിയോ. ഇത് നമ്മുടെ അടുത്ത് ഇഷ്ടമുള്ള ഒരാൾ കൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തരണം കേട്ടോ ചോദിച്ചാൽ നമുക്കറിയാം അയാൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടും നമ്മൾ മനസ്സ് വിഷമിച്ച് ചെയ്തു കൊടുക്കും ചിലത്. അതേ അവസ്ഥ ഭഗവാനുണ്ടേ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കോടിയിലൊരംശം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. അത് നമ്മളെ കെയർ ചെയ്യണ പോലെ ആർക്കെങ്കിലും കെയർ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ട് അത്യാഗ്രഹത്തെ അടക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വരാഹത്തെ സ്മരിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അത്യാഗ്രഹം വരില്ല. പിന്നെ മടി, അലസത, അത് വിട്ട് ഇല്ല ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നു പറഞ്ഞ് നിങ്ങൾ എണീച്ചാൽ നിങ്ങൾ നരസിംഹത്തെ സന്തോഷിപ്പിച്ചു. നരസിംഹം ഈ അലസത തുടങ്ങുന്നത് പോലും ശരിക്കും ഞാനിതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന അഹങ്കാരത്തിൽ നിന്നാണ്. എനിക്കിതൊക്കെ വേണ്ടത്രയുണ്ട്, ഞാനിപ്പോൾ ഇറങ്ങി പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ നടന്നോളും എന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട്. അതെന്നാണ്, അതന്നെ അഹങ്കാരം. ഒന്ന് അഹങ്കാരത്തിൻ്റെ ഫസ്റ്റ് രൂപം. അത് തകർക്കുക, ഇറങ്ങി പണിയെടുക്കുക, അധ്വാനിക്കുക. ഒരു ക്ഷേത്രത്തിലും പോണ്ട, നരസിംഹത്തെ നിങ്ങൾ ഉപാസിച്ചു. മുതിർന്നവർ, അറിവുള്ളവർ, അത് കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും തല കുമ്പിടുക, സമർപ്പിക്കുക മനസ്സുകൊണ്ടെങ്കിലും അവനവനെ ഭഗവാന്റെ മുന്നിൽ അവനവനെ ഇട്ടുകൊടുക്കുക. നിങ്ങൾ വാമനനെ നേടി. വാമനനെ ഉപാസിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. സമർപ്പിക്കുക, ബോ യുവർ ഹെഡ് ഡൗൺ, തല കുനിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ട്. ചിലർക്ക് മുറുക്കാൻ, ചിലർക്ക് കാപ്പി, ചിലർക്ക് ചായ തുടങ്ങിയിട്ടുള്ള ചെറിയ സംഭവങ്ങൾ തൊട്ടിട്ട് അന്യനെ കുറ്റം പറയുക, വെറുതെ ഇരിക്കണവനെ കുത്തുക, കൊല്ലുക തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഹോബികൾ ഉള്ള ആൾക്കാരുണ്ട്. അഡിക്ഷൻസ് എന്ന് പറയും. അഡിക്ഷൻ കഞ്ചാവും കള്ളും മാത്രമല്ല അഡിക്ഷൻ. നമ്മുടെ ശീലിച്ചാൽ എല്ലാം ദുശീലമാണ്. എന്ത് ശീലവും ദുശീലമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അപകടമാണ്. ആ ശീലങ്ങളെ വെട്ടിക്കളയുക. അത് ചെയ്യാൻ നിങ്ങൾ സ്വമേധയാ ശ്രമിച്ചാൽ, ദുശീലങ്ങളെന്ന് തന്നെ പറയാം, ആ ദുശീലങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ, അമിത നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക, ഒരുപാട് നേരം കിടന്നുറങ്ങുക, വൈകി എണീക്കുക, ഇത് രാത്രി ഒരു പണിയില്ലെങ്കിലും വെറുതെ മൊബൈൽ നോക്കി 2 മണി വരെ ഇരിക്കുക,
ശരീരത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും എടുത്താൽ നിങ്ങൾ പരശുരാമനെ ഉപാസിച്ചു. ഒരു ദുശീലം നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾ പരശുരാമനെ ഉപാസിച്ചു. സത്യം കഴിവതും പറയുക. സത്യം പറയാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക. ഒരിക്കലും അവനവൻ്റെ നൊബിലിറ്റി, അവനവൻ്റെ നമ്മളെന്താ പറയുക, നാടൻ ഭാഷ തറവാടിത്തം വിട്ടിട്ട് ജീവിക്കാതിരിക്കുക. അതെന്താ? സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് തറവാടിത്തം എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ ശരിക്കും. അല്ലാണ്ട് ഇന്ന വീട്ടിൽ ജനിച്ചു എന്നുള്ളതല്ല. സത്യത്തെ മുറുകെ പിടിച്ചിട്ട് ജീവിക്കാൻ കഴിവതും ശ്രമിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവിടെ നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റും. ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന അവിടെ ഒഴിഞ്ഞു പോകാം. അപ്രിയമായിട്ടുള്ളൊരു സത്യം പറയുകയാണെങ്കിലും അതിനെ പറയേണ്ട രീതിയിൽ പറയുക. മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുക. ഒരു ചാട്ടത്തിൽ ഒന്നും ചെയ്യരുത്. ഇന്നലെ രാത്രി ശരത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ നാളെ തലവൽ പോവാം. ഇന്ന് ഉച്ചയായപ്പോൾ വിചാരിച്ചു വയ്യ. വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും തോന്നണം അയ്യോ പോവായിരുന്നു. നാളെ ഇനി ആലോചിക്കും കഷ്ടം, ഇനി എന്നാണാവോ അയാൾ കണ്ണൂർ വരിക. അപ്പം ഇതൊക്കെ ചിന്തിക്കണ ആളാരാ? ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മുടെ കത്തുള്ള 5 പേരുണ്ടോ അതോ 6 പേരുണ്ടോ? ആരാണ് ഈ തീരുമാനം മാറ്റിയത്? നമ്മൾ തന്നെ. അതുകൊണ്ട് നമ്മുടെ അകത്തൊരു സ്റ്റഡിനെസ് ഉണ്ടാകണം. ആ സ്റ്റഡിനെസ് ഉണ്ടാക്കിയാൽ ഒരു തീരുമാനം ഇന്നെടുത്താൽ നാളെയും മറ്റന്നാളും 4-ാം നാളും അതേ ബലത്തിൽ അതിൽ നിൽക്കാൻ സാധിച്ചാൽ അന്ന് നിങ്ങൾക്ക് രാമനെ മനസ്സിലാവും. അതാണ് ശ്രീരാമൻ. നമ്മൾ ഗൃഹസ്ഥർക്കുള്ള പാടാട്ടോ പറയണത്. അതിൻ്റെ വലിയ തത്വങ്ങളല്ല പറഞ്ഞു. 2, വേദന വന്നാലും ചിരിക്കുക. എന്ത് കുഴപ്പങ്ങളുടെ ഇടയിലും സ്നേഹിക്കുക. ഇത് രണ്ടും പരിശീലിച്ചാൽ ചിരിക്കുക, മനസ്സ് തുറന്ന് ചിരിക്കുക. മുന്നാബായി MBBS പ്രിൻസിപ്പളെ പോലെ അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ചിരിക്കും. കണ്ടിട്ടുണ്ടോ? അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾക്ക് അടിച്ചു കൊല്ലണം എന്നുള്ള ദേഷ്യം, പക്ഷെ അയാൾ ചിരിക്കും. ചില ആൾക്കാരുണ്ട് കോലിട്ട് കുത്തി അവരുടെ മുഖത്ത് ചിരി വരില്ല. കോലിട്ട് കുത്തിയാൽ ചിരി വരില്ല. ചോദിച്ചാൽ പറയും ഞാൻ അകത്ത് ചിരിക്കേണ്ടത്, അകത്ത് ചിരിക്കേണ്ടത്. മസിൽ പിടുത്തം അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെയധികം. കൊച്ചു മക്കളൊക്കെ നിന്നിട്ട് എന്തൊക്കെ ചിരിക്കില്ല, കൈയടിക്കില്ല. കണ്ടിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, കൃഷ്ണനെ കിട്ടില്ല. കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞു വെച്ചത് കൃഷ്ണ ഈസ് എ ഡാൻസിങ് ഐലൻഡ് ഓഫ് ലോഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷ്യൻ ഓഫ് സോറോ. ദുഃഖത്തിൻ്റെ വലിയൊരു കടലിൽ ചിരിയുടെ ഒരു ദ്വീപാണ്. കൃഷ്ണന്റെ ജീവിതം മുഴുവൻ ദുരിതമാണ്. ദുരിതക്കയം, അപവാദങ്ങൾ, ശത്രുക്കൾ. എന്തിന്? തൻ്റെ പോലെ തന്നെ വേറൊരുത്തൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇരുന്നിട്ട് താനാണതെന്ന് പറയുന്ന അവസ്ഥ. അതുപോലും ഭഗവാന് ജീവിതകാലത്തുണ്ടായി. ഇനി മറുവശം നോക്കിയാലോ, അതിസമൃദ്ധി. ഒരാൾ വഴിതെറ്റിപ്പോവാന്ന് മുഴുവൻ അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ, അളവറ്റ സമ്പത്ത്, 92 തുറമുഖങ്ങളുടെ നാഥൻ. ദ്വാരകയ്ക്ക് 92 തുറമുഖങ്ങളാണ്. അക്കാലത്തെ ഭൂമിയിലെ ഏറ്റവും വലിയ ബിസിനസ്മാനാണ്. രാജാവല്ല, കൃഷ്ണൻ ഒരിക്കലും രാജാവായിരുന്നില്ല. ബട്ട് ഹി മെയ്ഡ് മണി. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബിസിനസ്മാനായിരുന്നു. അക്കാലത്ത് ജീവിച്ച ഏറ്റവും ഗംഭീരനായിട്ടുള്ള രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. ശത്രുക്കൾ ഭയന്ന മല്ലനായിരുന്നു. അതാണ് മല്ലാരി. നമ്മൾ നാഗസ്വരത്തിൽ വായിക്കില്ലേ മല്ലാരി? ഗുരുവായൂരപ്പൻ എഴുന്നള്ളുമ്പോൾ മല്ലാരിയെ വായിക്കുക. ഉദയാസ്തമന പൂജയ്ക്കുള്ള ദിവസങ്ങളിൽ രാത്രി സ്പെഷ്യൽ ഇടയ്ക്കപ്രദക്ഷിണം ഉള്ളപ്പോൾ ഭഗവാൻ ആനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചു നേരം നിന്നിട്ടൊരു നാഗസ്വരം ഉണ്ട്. അത് മല്ലാരിയെ വായിക്കുക. മല്ലാരി വെച്ചാൽ മല്ലന്മാരുടെ ശത്രു. അത് ഭഗവാൻ ആ അരീനയിലേക്ക്, ആ ഗുസ്തിയുടെ ആ അരീനയിലേക്ക് നടന്നു വന്നത് സമയത്ത് വായിച്ചതാത്രേ ആ രാഗം, ആ സ്റ്റൈലില്. അതാണ് മല്ലാരി. അപ്പം ഏത് സിറ്റുവേഷനിലും ഭഗവാനിൽ ചിരി മായുന്നത് അപൂർവമായിട്ട് കാണും. കംസനെ വധിക്കുന്ന സമയത്ത്, പരീക്ഷത്തിൻ്റെ മൃതശരീരത്തിനെ, ചാവളയ കുട്ടിയെ രക്ഷിക്കുന്ന സമയത്ത്, അഭിമന്യു മരിക്കുന്ന സമയത്ത്, അർജുനൻ ജയദ്രഥന്റെ മരണം ഉണ്ടായില്ലെങ്കിൽ താൻ അഗ്നിയിൽ ചാടി മരിക്കുന്ന പറയുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ, അതുപോലെ ഭീഷ്മരുടെ ആക്രമണം താങ്ങാൻ പറ്റാത്ത വരുമ്പോൾ, ഇങ്ങനത്തെ ചില സമയങ്ങളിൽ ഭഗവാൻ കൺട്രോൾ പോയി കോപമോ താപമോ ദുഃഖമോ പ്രദർശിപ്പിക്കുന്നു. ഭഗവാനും കരയുന്നുണ്ട്. നമ്മളതൊന്നും വായിക്കാനായിട്ടാണ്. ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ല. ഭാഗവതവും രാമായണവും അല്ല, ഈ ഭാരതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കൃഷ്ണൻ കരയുന്നതും കൃഷ്ണൻ കോപിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. കൃഷ്ണൻ മനസ്സ് ചുട്ട് ശപിക്കുന്നില്ല അശ്വത്ഥാമാവനെ. ഭഗവാൻ സർവ്വസംഹാരകൻ. ഭഗവാൻ വിചാരിച്ചാൽ ആ സെക്കൻഡിൽ ആളെ കൊന്നു കത്തിച്ചു കളയാം. പക്ഷെ ശപിക്കുകയും ചെയ്തു. ശപിക്കുന്നത് എപ്പോഴും ഹിംസ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹിംസിക്കാനുള്ള കെൽപ്പില്ലാത്തവരാണ്. നമ്മളങ്ങനെയല്ലേ പറയാം, അവൻ അനുഭവിക്കും എന്നല്ലേ നമ്മൾ പറയാം. കാരണം നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ശപിക്കുന്നത്. അപ്പൊ ദുർബലനാ ശപിക്കുക.
അപ്പം ഭഗവാൻ പോലും ദുർബലനായി പോകുന്ന സ്ഥലങ്ങളുണ്ട് സ്നേഹം കൊണ്ട്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ഭൂമിക അങ്ങോട്ട് തുറന്നിട്ടുണ്ട്. എന്നാലും അവിടുന്ന് പഠിക്കേണ്ടതാണ് കഴിവതും വേദനകളിലും ചിരിക്കുക, എന്ത് കുഴപ്പങ്ങളിലും സ്നേഹം മനസ്സിൽ നിന്ന് വിടാതിരിക്കുക. എന്നാൽ ഭഗവാൻ അകത്ത് മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്ന് പൂന്താനം പറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ നൃത്തം വയ്ക്കും. അപ്പോഴേ അഗ്രേ പശ്യാമി കാണുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും ശ്ലോകം മാത്രമായിട്ട് പോകും. അതാ മുന്നിൽ കാണുന്നു എന്ന് പറഞ്ഞത് അകത്താ കണ്ടത്. പിന്നെ ബലരാമനെ പോലെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, സത്യത്തെ അന്വേഷിക്കുക, സത്യവിരുദ്ധമായിട്ടുള്ള ഒന്നും പ്രവർത്തിക്കാൻ. ഏത് സത്യം? നമ്മൾ ഇന്ന് പറയുന്ന പുസ്തകത്തിൽ കാണുന്ന രാഷ്ട്രീയം പറയുന്നത് സത്യമല്ല. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ട് ഭാഗവതം 1-ാമത്തെ ശ്ലോകത്തിലും അവസാന ഭാഗത്തും ഉദ്ഘോഷിക്കുന്നത് അല്ലേ? ജന്മാദ്യസ്യതോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകത്തിന്റെ അവസാനം എങ്ങനെ പറഞ്ഞ സത്യം പരം ധീമഹി, സത്യത്തെ ഉപാസിക്കുക എന്നാ പറഞ്ഞത്. ഭാഗവത്തിൽ എവിടെയും കൃഷ്ണവും പരം ധീമഹി എന്നോ വിഷ്ണു പരം ധീമഹി, നാരായണം പരം ധീമഹി, ശിവം പരം ധീമഹി, അംബികാം പരം ധീമഹി എന്നൊന്നുമല്ല പറഞ്ഞത്. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ബ്രഹ്മം പരം ധീമഹി എന്ന് പോലും പറഞ്ഞില്ല, സത്യത്തെ ഉപാസിക്കുക എന്നാ പറഞ്ഞു. പറയാം ഭാഗവതം മുഴുവൻ നാരായണന്റെ കഥയാണ്, പക്ഷെ നാരായണൻ പരം ധീമഹി എന്ന് പറഞ്ഞിട്ടില്ല ആചാര്യൻ. സത്യം പരം ധീമഹി, ആ സത്യത്തിൽ പിടിച്ചു നിൽക്കൽ ആണ് ബുദ്ധനാണെങ്കിലും ബലരാമനാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ശുദ്ധബോധം. ഈ കാണായ പ്രപഞ്ചത്തിൽ ഒരു വസ്തു മാറാതിരിക്കുന്നുണ്ടെന്നും മാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയാണെന്നുള്ള തിരിച്ചറിവാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മായ എന്താ സത്യമായിട്ടുള്ള എന്താന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അവസാനം ഇതൊക്കെ പരിശീലിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് കയറും. നമ്മുടെ ഉള്ളിൽ ഇരുട്ട് കയറും. നമ്മുടെ സ്വന്തം കയ്യിലിരിപ്പുണ്ടോ, മറ്റുള്ളവരുടെ കയ്യിലിരിപ്പുണ്ടോ, സമൂഹത്തിൻ്റെ പ്രശ്നം കൊണ്ടോ, രാഷ്ട്രീയ പ്രശ്നം കൊണ്ടോ, രാജ്യാന്തര പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഇരുട്ട് കയറും. നമ്മൾ ഇരുട്ട് കയറിയിട്ട് 1.5 കൊല്ലം വീട്ടിൽ അടച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കോവിഡ് വന്നിട്ട് പുറത്തു പോലെ ഇറങ്ങാൻ പറ്റാണ്ട് രാജ്യാന്തര ഇരുട്ടായിരുന്നത്. എന്നിട്ട് അന്നാണ് പലരും പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത്. ആ കാലഘട്ടം വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു കാലഘട്ടമാണ്. നമ്മുടെ തലമുറകളാണ് അതൊക്കെ കണ്ടത്, അടുത്ത തലമുറയ്ക്ക് അത് അറിയില്ല. ആ അകത്തെ ഇരുട്ടിനെ മാറ്റാൻ എപ്പോഴൊക്കെ നമ്മളൊരു ചെറുതിരുനാളം കൊളുത്തി വെക്കണോ അറിവിൻ്റെ, വീണ്ടും മത്സ്യത്തെ ചിന്തിക്കുകയാണ്. അകത്തുള്ള ഇരുട്ട് പോകാൻ ഒരു ചെറുതിരുനാളം എപ്പോഴൊക്കെ കൊളുത്തി വെക്കണോ, എപ്പോഴൊക്കെ ഇരുട്ടിനെ കളയാനായിട്ട് നമ്മൾ ആയുധം എടുക്കണോ, നമ്മുടെ അകത്തുള്ള ദുർവാസനകളെ വെട്ടാൻ, അപ്പോഴൊക്കെ കൽക്കി ജനിക്കുന്നു. വീണ്ടും നമ്മൾ ചക്രത്തിൽ മത്സ്യത്തിലും, കൽക്കിയെ പറയുമ്പോൾ വീണ്ടും മത്സ്യത്തിലും. ഇത്രയും പറഞ്ഞ് എന്താ പറയുക, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈശ്വരനില്ല, ശരീരം മാത്രമേ ഉള്ളൂ, എല്ലാം ഒരുപോലെ വേണം, ഉള്ളവനില്ലാത്തവന് കൊടുക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ധാർമ്മികതയും ഇസങ്ങളും അല്ലേ, ഈവൻ ജനാധിപത്യം, കൺസെൻസസ്, സമവായം എല്ലാം പറയുന്നുണ്ട്. പ്രകൃതിയിൽ ഇതൊന്നുമില്ല. ഈ പറയുന്നതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ അവകാശമേ ഉള്ളൂ, ബാക്കിയൊക്കെ കടമകളാണ്. നമ്മൾ അവകാശങ്ങൾ മാത്രം വർത്താനം പറയാറ്. വാസ്തവത്തിൽ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിട്ടിത്തരം. ഒരൊറ്റ അവകാശമേ ഉള്ളൂ, അവനവൻ്റെ സ്വരൂപം അമൃത സ്വരൂപമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ബാക്കി മുഴുവൻ കടമകളാണ് നമുക്ക് പ്രകൃതിയോട്. അത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞാൽ, നമ്മൾ എത്ര നശ്വര വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞാലാണ് നമ്മുടെ അകത്ത് വിളങ്ങുന്നത് എത്ര അനശ്വര വസ്തുവാണെന്ന് മനസ്സിലാവുക. അപ്പോഴേ ഗീതയിൽ അമൃതസ്യ പുത്ര എന്ന് ഭഗവാൻ അർജുൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാവുള്ളൂ. എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ആ ഗുരു എന്ന് പറയുന്നതിനെ കണ്ടെത്തേണ്ടതും അകത്താണ്. അത് പുറത്തൊരു മനുഷ്യ ശരീരത്തില്ല. പുറത്തുള്ള ഒരാൾക്ക് പോലും മോട്ടിവേഷൻ തരാനേ പറ്റുള്ളൂ, പ്രചോദനം തരാനും ഒന്ന് വഴി കാണിക്കാനേ പറ്റുള്ളൂ. യഥാർത്ഥ ഗുരു അകത്തുണരുമ്പോഴാണ് ശിഷ്യൻ സാർത്ഥകനായിട്ട് തീരണത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഉദ്ധരേത് ആത്മനാത്മാൻ, അവനവൻ്റെ ആത്മാവിനെ കൊണ്ട് അവനവൻ്റെ ആത്മാവിനെ ഉയർത്തിക്കോ. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. എത്രയോ ലളിതമായിട്ടുള്ള 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും യൂട്യൂബിൽ വരും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീണ്ടും പോയി 18 സ്റ്റെപ്സിൽ പോയിട്ട് ഇത് കേൾക്കാം. അതിലവിടെ ഉണ്ടാവും. ആ ചാനലുള്ള കാലത്തോളം അതവിടെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയും പുണ്യമായിട്ടുള്ളൊരു സ്ഥലത്ത്, അത് ഈ പുണ്യമായിട്ടുള്ള ഒരു വേദിയിൽ വന്നിട്ട് ഇതൊക്കെ പറയാനുള്ളൊരു ഭാഗ്യം തന്ന ആ ഭഗവാന്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. തലവിലിരിക്കുന്ന ആ നാരായണൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട്, രണ്ടും ഒന്നാണെങ്കിലും
ആ രണ്ട് ചൈതന്യങ്ങളായിട്ട്, രണ്ട് മൂർത്തികളായിട്ട്, രണ്ട് ശരീരമായിട്ടിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് രണ്ടുപേരായിട്ട് പറയണം. ഞാനിവിടെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ആ ഗുരുവായൂരപ്പൻ ഈ ഭഗവാന് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ മാത്രം അഹങ്കാരത്തിൽ നിന്നോ അലസതയെന്നോ അശ്രദ്ധയെന്നോ ഉണ്ടായതാണെന്ന് പറഞ്ഞ് തലവിലിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ പ്രഭാഷണത്തെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ നാരായണ നാരായണ. ഹരേ ക്ഷമസ്വ.